പിന്നെ അത് കഴിഞ്ഞ വന്ദിക്കുക സാനന്ദരൂപം സകല പ്രബോധമാനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. ആ തുഞ്ചത്തെഴുന്ന ആചാര്യൻ്റെ പാദങ്ങളിൽ വന്ദിച്ചാണ് നമ്മൾ തുടങ്ങുക. കാരണം നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ രീതിയിൽ ഈ വലിയ 24,000 ശ്ലോകങ്ങളുള്ള വാൽമീകി രാമായണത്തെ എന്താക്കി മാറ്റി വളരെ ചെറിയ ഒരു അധ്യാത്മ രാമായണമാക്കി മാറ്റിത്തന്നു. അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യുന്നു? ഉപ്പ് ഇല്ലാത്ത ഗംഗാജലമായിട്ട് നമ്മുടെ എല്ലാം മനസ്സിൽ ശരീരത്തിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതാണ് പുനാദി ഭുവനത്രയം. ഈ ഭുവനത്രയങ്ങളെയും 3 ലോകങ്ങളെയും ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അധ്യാത്മരാമായണം എന്ന ഗംഗ. ഇനി ബാലകാണ്ഡത്തിലൂടെ നിങ്ങൾ പോയി. ബാലകാണ്ഡത്തിൽ ചെന്നപ്പോൾ എന്താ കണ്ടത്? അധ്യാത്മ ജീവിതത്തിൻ്റെ ബാലപാഠം കാണുന്നത് ബാലകാണ്ഡത്തിലാണ്. എന്തൊക്കെ കണ്ടു എന്ന് ചോദിച്ചാൽ ആ തത്വമൊക്കെ ഇപ്പം ഇത്ര ദിവസമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുല്ലേ. ഓരോ ആചാര്യന്മാർ വന്നു, രാമായണ വായന കഴിഞ്ഞു ഉടനെ ആ കഥ പറഞ്ഞു, പിന്നീട് അതിൻ്റെ തത്വം പറഞ്ഞു. അങ്ങനെയാണ് പൊതുവേ ഒരു പ്രഭാഷണം പോയിക്കൊണ്ടിരിക്കുക. കഥ എല്ലാ വർഷവും കേൾക്കുന്നുണ്ട്, നമുക്കറിയാം. പക്ഷെ തത്വങ്ങൾ വിവിധ ആചാര്യന്മാർ വിവിധ തരത്തിലാണ് പറയുക. ഇവിടെ ബാലകാണ്ഡം അധ്യാത്മ ജീവിതത്തിൻ്റെ ബാലപാഠം നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതോ അയോധ്യാകാന്ഡം. അയോധ്യാകാന്ഡത്തിൽ എത്തുമ്പോഴേക്ക് കുട്ടികൾ ഇത്തിരി മുതിർന്നു. അധ്യാത്മ ജീവിതത്തിൻ്റെ പ്രൗഢപാഠങ്ങളാണ് അയോധ്യാകാന്ഡത്തിൽ നമ്മൾ കണ്ടത്. ഇപ്പം ഇത്ര ദിവസം ഇന്നലെ വരെ നിങ്ങൾ കണ്ടു. ഓരോ കാര്യങ്ങളുടെയും തത്വങ്ങൾ അങ്ങനെ മനസ്സിലാക്കി ആ രാമകഥ നുകർന്ന് ഇത്ര ദിവസമായിട്ടും നിർത്താൻ തോന്നിയില്ലല്ലോ. ഇനിയും ഇനിയും കേൾക്കണം. അതാണ് രാമകഥയാകുന്ന ആ കൽക്കണ്ടത്തിൻ്റെ മധുരം. നമുക്ക് തോന്നും ഇതൊക്കെ എൻ്റെ കഴിവാണ്. പക്ഷേ 1 വർഷം മുടങ്ങാതെ ഇവിടെ അങ്ങനെ വന്നിരിക്കുക, രാമകഥ കേൾക്കുക, രാമായണം കേൾക്കുക. എന്ത് സുഖമായിട്ടാ ആ പ്രദക്ഷിണ വീതിയിലൂടെ അങ്ങനെ നടക്കുമ്പോൾ ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ വനയാത്രയൊക്കെ അങ്ങനെ വായിച്ചു പോകുന്നത്. ഇവിടെ നമ്മൾ എന്താ കണ്ടത്? അയോധ്യാകാന്ഡത്തിൽ അഭിഷേകം മുടങ്ങി. എന്ത് തീരുമാനിച്ചു? ശ്രീരാമചന്ദ്രനെ നമുക്ക് രാജാവായി അഭിഷേകം ചെയ്യാം. അഭിഷേകം മുടങ്ങിയില്ലേ? ഒന്ന് ചുരുക്കി പറയാം ഇന്നലത്തെ ഭാഗം. സത്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അച്ഛനായ ദശരഥ മഹാരാജാവ് ശ്രീരാമചന്ദ്രനെ കാനനത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്. കാട്ടിലേക്ക് പോയി ശ്രീരാമചന്ദ്രസ്വാമിയും ലക്ഷ്മണനും ഭരതനും കൂടി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആത്മജ്ഞാനം ഉണ്ടായാലും പ്രാരബ്ധം അനുഭവിക്കാതെ നമുക്ക് ഈ സംസാരത്തിൽ നിന്ന് മോക്ഷം ഇല്ല. അതെന്തേ ഈ പ്രാരബ്ധം? ഇപ്പം രാവിലെ ഇങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചു, പക്ഷേ നമുക്ക് രാവിലെ ഓടി പിടഞ്ഞിങ്ങോട്ട് എത്താൻ കഴിയുന്നില്ല. വീട്ടിൽ ഒരുപാട് പ്രാരബ്ധങ്ങളാണ്. എന്താണ് ഈ പ്രാരബ്ധം? പ്രാരബ്ധം എന്ന് പറയുമ്പോൾ നമുക്ക് കഴിഞ്ഞ ജന്മങ്ങളിൽ കിട്ടിയ കർമ്മഫലങ്ങളുടെ ബാക്കി, അതായത് കഴിഞ്ഞ ജന്മം ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു, പല കർമ്മഫലവും അനുഭവിച്ച് തീർന്നിട്ടില്ല. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ജന്മത്തിൽ അനുഭവിച്ച് തീർക്കണം. ആ പ്രാരാബ്ധമാണ് നമ്മളെ കൂടെ കൂടിയിരിക്കുന്ന എല്ലാവരും. ഇപ്പം ആനയുടെ പ്രാരാബ്ധമാണ് ആനയുടെ ശരീരം. അതുപോലെ നമ്മുടെ കൂടെ ഒരുപാട് പേരില്ലേ, നമ്മുടെ സ്വന്തമാണെന്ന് പറഞ്ഞ് നമ്മളും അത് വിശ്വസിച്ച് മായ കൊണ്ടല്ലോ വിശ്വമുണ്ട് എന്ന് തോന്നിക്കുന്നു, അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? ഈ പ്രാരബ്ധം കാരണമാണ് എനിക്ക് സമയത്ത് വായിക്കാൻ പറ്റാത്തത്, ഇവിടെ എത്താൻ പറ്റാത്തത്, 10 ദിവസം രാമായണ കഥ കേൾക്കാൻ പറ്റാഞ്ഞത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാലോ ഭഗവാൻ ഇത്തിരിയെങ്കിലും എന്നെ അനുഗ്രഹിച്ചു, അതുകൊണ്ട് എന്തില്ല, എനിക്ക് ഇന്ന് വലിയ പ്രാരബ്ധം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ പൂർവ്വജന്മത്തിൽ ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അവശിഷ്ടങ്ങളാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ക്ഷണനേരം കൊണ്ടാണ് അയോധ്യയിൽ എന്ത് സംഭവിച്ചത്? കൈകേയി മാതാവിന് തോന്നുകയാണ് എനിക്ക് എൻ്റെ മകനെ രാജാവാക്കണം. ആരാത് തോന്നാൻ കാരണം? മന്ദര ഒരു ചെറിയ കുസൃതി പറഞ്ഞതാ. പക്ഷേ അത് വലിയ വിപത്തുകൾ, എങ്ങനെ പറയാം, ഭയങ്കരമായ ഒരു മാറ്റത്തിന് അയോധ്യ രാജധാനിക്ക് കാരണമായി. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത് അയോധ്യാകാന്ഡത്തിൽ. ഒരു ക്ഷണനേരം കൊണ്ട് നമ്മുടെ വീട് എങ്ങനെയെല്ലാം മാറാറുണ്ട്. സന്തോഷമായിട്ട് അച്ഛനും അമ്മയും മക്കളും കൂടി അങ്ങനെ താമസിച്ച് പോവുമായിരിക്കും. ആ സമയത്താവും പെട്ടെന്നൊരു ദിവസം ഒരസുഖം,
ഹോസ്പിറ്റൽ കേസ് വന്നു, അയ്യോ ഇത്രയും രൂപ ചിലവാകും, ഇൻഷുറൻസ് ഇല്ല, ആകെ ബുദ്ധിമുട്ടായില്ലേ, പ്രശ്നമായില്ലേ, മനസ്സാകെ മാറി അല്ലേ, സമാധാനം സന്തോഷവും എല്ലാം എന്തായി, തവിട് പൊടിയായി മാറി. അങ്ങനെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ കൈകേയി മാതാവ് പറയാണ്, എനിക്ക് ഭരതനെ രാജാവാക്കണം. അതുകൊണ്ട് എല്ലാം തകിടം മറിഞ്ഞില്ലേ, ഭരതൻ്റെ വനയാത്ര അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോഴും ഭരതൻ അറിയുന്നില്ല, അവിടെ ഉണ്ടായിരുന്നില്ല, മാതുലനെ കാണാൻ പോയിരിക്കണു ശത്രുഘ്നൻ്റെ കൂടെ. തിരിച്ചു വന്നപ്പോഴാണ് അച്ഛനെ കാണാനില്ല, അല്ല ശ്രീരാമചന്ദ്രനെ കാണാനില്ല. അച്ഛനാണെങ്കിൽ സങ്കടപ്പെട്ട് കിടക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ, അമ്മയുടെ അടുത്ത് ചെന്ന് ചോദിക്കൂലോ. അപ്പോഴാണ് നിൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ നടത്തിയിരിക്കണു കുട്ടാ എന്ന് ഭരതനോട് അമ്മ പറഞ്ഞത്. സന്തോഷിക്കും മക്കളല്ലേ, എനിക്ക് വേണ്ടി എന്തൊക്കെയോ അമ്മ ചെയ്തു. പക്ഷെ ചെയ്തത് എന്തായിരുന്നു, വളരെ ദുഷ്ടതരായിരുന്നു. ആ ദുഷ്ടേ നിശാചരയെന്നൊക്കെയാണ് വിളിക്കുന്നത് ദേഷ്യം വന്നിട്ട്. ഇവിടെ ഭരതൻ എന്ത് ചെയ്തു, വേഗം ഞാൻ അമ്മ ഇതൊക്കെ ചെയ്തുല്ലോ, അമ്മേനെ കുറേ ചീത്തയും പറഞ്ഞു, ഞാൻ ഏട്ടൻ്റെ അടുത്തേക്ക് പോവാമെന്നും പറഞ്ഞ് വനയാത്രയ്ക്ക് പോയി. ഇത്ര വരെ നിങ്ങൾ കേട്ടു, വെറുതെ ഒന്ന് അങ്ങനെ ചുരുക്കി പറഞ്ഞു എന്നേ ഉള്ളൂ, അതിൽ തത്വം ചേർത്ത്. ഈ ഭരതസ്വാമി ശ്രീരാമചന്ദ്രസ്വാമിയെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ എന്നറിയില്ല, അങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം ധാരധാരയായി വീഴാം. നേരെ ചെന്നു, അങ്ങോട്ട് അണച്ചാശ്ലേഷിച്ചു. ശ്രീരാമചന്ദ്രൻ നമസ്കരിച്ച ഭരതനെ എടുത്ത് അണച്ചാശ്ലേഷിച്ച് സമാധാനിപ്പിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരവസ്ഥയിൽ എങ്ങനെയാണ് കാണുന്നത്, ശ്രീരാമചന്ദ്രസ്വാമി മരവുരി ഉടുത്തിട്ടാണ് കാട്ടിലൂടെ നടക്കുന്നത്. അതേസമയം സീതാദേവി അംഗരാഗവും പട്ടുവസ്ത്രവും ഒക്കെ ഉടുക്കേണ്ട വ്യക്തിയാണ്. സീതാദേവിയും മരവുരി കൊടുത്തില്ലേ കഴിഞ്ഞ ദിവസം. ലക്ഷ്മണനും താപസവേഷത്തിലാണ്. ഇതൊക്കെ കണ്ടപ്പോൾ എന്ത് തീരുമാനിച്ചു, ഇത്ര വിഷമിക്കുന്ന ഒരവസ്ഥ എന്തുകൊണ്ട് വന്നു, അതുകൊണ്ട് ഞാനും എന്ത് ചെയ്യാം, ഇവിടെ തന്നെ കൂടാം. അങ്ങനെ ഒരു മനസ്സിലേക്ക് മാറുകയാണ് ഭരതസ്വാമി. ഭരതൻ ഭഗവാനോട് പറയാണ്. അതാണ് ഇന്ന് ഭരത രാഘവ സംവാദം പുസ്തകത്തിൽ നിങ്ങൾ നോക്കിയിരുന്നിരുന്നില്ലേ. വായിക്കുന്ന സമയത്ത് അങ്ങനെ പോകുമ്പോൾ ചിലർ ഈ ചൂണ്ടുവിരലൊക്കെ ചൂണ്ടരുതെന്ന്, അതൊക്കെ മന്ത്രങ്ങളാണ്, മന്ത്രം ചൂണ്ടരുതെന്നാ. ഈ വിരലെങ്കിലും വെച്ചിങ്ങനെ നോക്കുമ്പോൾ വരിയൊന്നും തെറ്റാതെ നമുക്ക് പോവാം. ഇവിടെ ഭരതൻ പറയാണ് ശ്രീരാമസ്വാമിയോട്, ജ്യേഷ്ഠ ഞാനൊരു കാര്യം പറയുന്നുണ്ട്, അത് ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അടിയെന്നൊക്കെയാണ് അന്നത്തെ ഒരു ഇത്, ഞാനില്ല കേട്ടോ, ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണ് നമുക്ക് ഈ ഞാൻ വന്നത്. എല്ലാ അഭിഷേക സംഭാരങ്ങളും അങ്ങേക്ക് വേണ്ടി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് രാജ്യാഭിഷേകം ജ്യേഷ്ഠനെ ഇവിടെ നിന്ന് കഴിക്കാം. കാരണം പിതൃസ്വത്ത്, അച്ഛൻ്റെ സ്വത്ത്, രാജ്യം ആർക്ക് അവകാശപ്പെട്ടതാ, മൂത്ത പുത്രനായ അങ്ങേക്ക് അവകാശപ്പെട്ടതാ, അല്ലാതെ എനിക്കല്ല. അതുകൊണ്ട് അങ്ങൊരു പണി ചെയ്യണം, ഞങ്ങളെ ഇവിടെ വെച്ച് അങ്ങയെ രാജ്യാഭിഷേകം ചെയ്യാൻ അനുവദിക്കണം. ക്ഷത്രിയ ധർമ്മം തന്നെ എന്താ, രാജ്യപരിപാലനമല്ലേ. അങ്ങാണെങ്കിലോ ഞങ്ങളുടെ കൂട്ടത്തിൽ മൂത്ത പുത്രനും. പൊതുവെ രാജാവായി രാജ്യം ഭരിച്ച് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടന്ന് പുത്രന്മാരെ ഉൽപ്പാദിപ്പിച്ച് ആ പുത്രനെ രാജ്യാഭിഷേകം കഴിച്ചതിനു ശേഷമാണ് ഒരു ക്ഷത്രിയൻ എന്ത് ചെയ്യേണ്ടത്, വനവാസത്തിന് പോകേണ്ടത്. ഈ വനവാസം എന്ന് പറയുന്നത് നമ്മുടെ 4 ആശ്രമങ്ങളിൽ മൂന്നാമത്തേതാ. ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ശരിക്കും ഇതെന്താ, വാനപ്രസ്ഥം ആണ്. അപ്പോൾ വാനപ്രസ്ഥം അനുഷ്ഠിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ചില കടമകളുണ്ട്. ആ കടമകളൊന്നും പാലിക്കാതെ ജ്യേഷ്ഠൻ എന്തിനാണ് ഇങ്ങനെ അച്ഛൻ പറഞ്ഞപ്പോഴേക്കും ചാടി പുറപ്പെട്ട് വനത്തിലേക്ക് പോന്നത്? ഇതൊരിക്കലും ശരിയായില്ല. പുത്രനെ രാജ്യഭാരം ഏൽപ്പിച്ചതിന് ശേഷം അങ്ങ് എന്ത് ചെയ്യണം, വനവാസത്തിന് പോരാം, അതാണ് ഉചിതം. അങ്ങ് എൻ്റെ അമ്മയോട് പൊറുക്കണം എന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ടു. എന്തെല്ലാം ഉപദേശങ്ങളാണ് കൊടുക്കുന്നത് നോക്കൂ. ക്ഷത്രിയനാണ് നമ്മൾ, ക്ഷത്രിയന്മാരുടെ കാര്യം എങ്ങനെയാ, രാജ്യപരിപാലനം ആണ് ക്ഷത്രിയൻ ചെയ്യേണ്ടത്. മാത്രമല്ല ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ചതിനു ശേഷം അവർ തീർച്ചയായും ഒരു
ഗൃഹിണിയെ സ്വീകരിച്ച് പുത്രോത്പാദനം നടത്തി രാജ്യഭാരം ഏൽപ്പിക്കണം. അല്ലാതെ രാജ്യം അനാഥമാക്കിക്കൊണ്ടല്ല വാനപ്രസ്ഥം ചെയ്യേണ്ടത് എന്ന് ഏട്ടനെ ഉപദേശിക്കാം. പരബ്രഹ്മമാണ് ശ്രീരാമചന്ദ്രസ്വാമി, ആരുടെ ഉപദേശമൊന്നും ആവശ്യം ഇല്ല. എന്നിട്ടും ഭരതൻ്റെ ആ സങ്കടം കൊണ്ട് വികാരാധീനനായിട്ട് പറയാണ് ജ്യേഷ്ഠനോട്. ഇവിടെ ഇതെല്ലാം വളരെ ശാന്തമായി കൃഷ്ണൻ സദാ പുഞ്ചിരിച്ചു കൊണ്ട് നിന്ന് കുരുക്ഷേത്ര യുദ്ധം ചെയ്തതുപോലെ ഇവിടെ ശ്രീരാമചന്ദ്രസ്വാമി മന്ദസ്മിതത്തോടുകൂടി നിന്നിട്ട് ഇതെല്ലാം കേട്ടു. അതിനുശേഷം ഭരതനെ ഒന്നങ്ങട് അണച്ചാശ്ലേഷിച്ചു. എന്നിട്ട് പറയാ, മോനെ ഭരത, എനിക്കിതെല്ലാം അറിയാം. പക്ഷേ അച്ഛൻ നിനക്ക് രാജ്യമാണ് തന്നിരിക്കുന്നത്, രാജ്യം എനിക്കല്ല. എനിക്ക് അച്ഛൻ സ്നേഹത്തോടെ തന്നത് എന്താ? 14 വർഷം കാനനവാസം. ഈ വനവാസം 14 വർഷം ചെയ്തതിനു ശേഷം ഞാൻ തിരിച്ചു വരാം. അത് അച്ഛൻ്റെ ആജ്ഞയാണ്. ഇനി എങ്ങാനും നീ പറഞ്ഞതുപോലെ ഞാൻ നിന്റെ കൂടെ രാജ്യാഭിഷേകം ചെയ്തു വന്ന് രാജ്യം ഭരിച്ചാൽ അത് അച്ഛൻ്റെ ആജ്ഞയെ ലംഘിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അച്ഛനെ അനുസരിക്കാത്ത ഒരു മക്കളും ഈ ലോകത്ത് സുഖമായി ജീവിക്കുകയില്ല. ഇനി ജീവിച്ചു എന്ന് കൂട്ടിക്കോളൂ, ഇപ്പം നമുക്ക് കയ്യൂക്കുകൊണ്ട് ജീവിക്കാം, പക്ഷെ പിന്നീട് അവർ നരകങ്ങളിൽ പോകും എന്ന് പറഞ്ഞു കൊടുത്തു. ഈ നരകങ്ങളിൽ പോകും എന്ന് വരെ പറഞ്ഞപ്പോൾ ഭരതസ്വാമി വീണ്ടും ആലോചിക്കുക, എന്ത് പറഞ്ഞാൽ ജ്യേഷ്ഠൻ എൻ്റെ കൂടെ രാജ്യത്തിലേക്ക് വരും, രാജ്യഭാരം എങ്ങനെ ഏൽക്കും എന്നെല്ലാം അങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു ശ്ലോകം നിങ്ങൾ വായിച്ചു പോയില്ലേ? അച്ഛൻ കാമുകനാണ്. എന്താ ഇങ്ങനെ പറയാൻ കാരണമെന്നോ? അച്ഛൻ ഒരു കല്യാണം കഴിച്ചു, കൗസല്യ. പിന്നെയും ഒരു കല്യാണം കഴിച്ചു, കാരണം കുട്ടി ഉണ്ടാവുന്നില്ല. ക്ഷത്രിയന് രാജ്യഭാരം ഏൽപ്പിക്കാൻ ഒരു കുഞ്ഞുണ്ടാവണം എന്നുണ്ടെങ്കിൽ വീണ്ടും കല്യാണം കഴിക്കാം. അപ്പം കല്യാണം കഴിച്ചു, എന്നിട്ടും കുഞ്ഞുണ്ടാവുന്നില്ല. അപ്പം എന്ത് ചെയ്തു? വീണ്ടും. അപ്പോഴേക്കും വയസ്സനായിട്ടുണ്ട് കേട്ടോ. ഈ വയസ്സനാരും പെണ്ണ് കൊടുക്കാത്തൊരു കാലം. ദശരഥനാ 10 ദിക്കിലേക്ക് ഒരേ സമയം രഥമൊക്കെ ഓടിക്കും, സർവസമ്പത്തും ഉള്ള വ്യക്തിയാണ്, എന്നിട്ടും പെണ്ണ് കിട്ടുന്നില്ല. ആ സമയത്താണ് വളരെ യുവതിയായ, പ്രായം കൊണ്ട് വളരെ അന്തരമുള്ള സുന്ദരിയായ കൈകേയിയുടെ അച്ഛൻ ദശരഥ മഹാരാജാവിന് കൈകേയിയെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം എല്ലാ സമയത്തും കൈകേയി മാതാവിൻ്റെ കൂടെയാണ് ഈ ദശരഥ മഹാരാജാവിനെ കാണുന്നത്. അപ്പം എന്ത് തീരുമാനിച്ചു? അച്ഛൻ കാമുകനാണ്. ആരോട്? കൈകേയിയോട്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഇങ്ങനെ ഒരവസ്ഥ രാജ്യത്ത് വന്നത്. കാമുകനായ താതൻ മൂഢമാനസൻ സ്ത്രീജിതൻ ഭ്രാന്തനുന്മത്തൻ വയോധികൻ എന്നാണ് രാമായണം പറയുന്നത്. കഴിഞ്ഞ വർഷം നിങ്ങൾ അത് ആ ഭാഗം നോക്കി പോയിരുന്നു അല്ലേ? ഭ്രാന്തനാണ്. എന്ത് കാരണം ഭ്രാന്തനും ഉന്മത്തനും ആയത്? ഈ കൈകേയിയുടെ സൗന്ദര്യത്തിൽ ലയിച്ചിട്ട് ഉന്മത്തനാണ്, സ്ത്രീജിതനാണ്, കാമുകനാണ്. എന്നിട്ട് ലാസ്റ്റ് പറയാണ്, വയസ്സ് കൂടി വരുമ്പോഴേ ഈ അച്ഛന് ഒരു പ്രശ്നമുണ്ട്, ബുദ്ധിയില്ലാതെയും. കുറേ വയസ്സ് കൂടുമ്പോൾ അങ്ങനെ സംഭവിക്കുന്ന പറയുക. അതുകൊണ്ട് അങ്ങാണ് യഥാർത്ഥത്തിൽ രാജാവാകേണ്ടത്, ഞാനല്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭാര്യയോടുള്ള ആ കാമം, ആ ഒരു ആഗ്രഹം, അവളോടുള്ള ആ ഒരു അഡിക്ഷൻ അത് വർദ്ധിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് അതൊന്നും ജ്യേഷ്ഠൻ കാര്യമാക്കണ്ട, വരൂ അഭിഷേകം ചെയ്ത് രാമരാജ്യം അങ്ങേക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞു. അച്ഛനെ കുറ്റം പറയുക ഇവിടെ വന്ന് നിന്നിട്ടേ അല്ലേ? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, അച്ഛനെ മക്കളെന്താ പറയുക? ഞാനൊക്കെ പഠിക്കാൻ പോണ കാലത്തെ കോളേജിൽ അച്ഛനെ അവർ പറയുക പ്രൊഡ്യൂസർ എന്നായിരുന്നു. നമുക്കത് കേൾക്കുമ്പോൾ സ്വന്തം അച്ഛനെ എന്ന് തോന്നും. അത് ഇഷ്ടമുള്ളവർക്കേ അത് തോന്നും. ഇപ്പോഴത്തെ കുട്ടികൾ പൊതുവേ എന്താ പറയുക, ഒരു തന്ത വൈബും തള്ള വൈബും അല്ലേ? ഇതൊക്കെ കേൾക്കേണ്ട ഒരു ഇതാണ് നമ്മുടെ ഈ ഒരു ജനറേഷന്. ഒരു 50-ന് മുകളിലുള്ളവർക്ക് ദണ്ണം തോന്നും, അതിന് താഴെയുള്ളവരൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യും. ഇവിടെ അതേപോലെ അച്ഛൻ എത്ര സഹിച്ച, നമ്മൾ പറയും അമ്മയാണ് ഏറ്റവും ഉയരത്തിൽ. ആ അമ്മ അങ്ങനെയൊക്കെ ചെയ്ത് ഇവരെ പോറ്റണമെങ്കിൽ ആരുടെ സഹായം വേണം? അച്ഛൻ്റെ സഹായം വേണം. ആരും മേലെയല്ല താഴെയല്ല. ആ അച്ഛൻ കൂടെ വന്നിട്ടില്ല കാട്ടിലേക്ക്. അതുകൊണ്ട് പറയാണ്, അച്ഛൻ എങ്ങനെയാ? ഭ്രാന്തനാണ്, ഉന്മത്തനാണ്, വയോധികൻ, വയസ്സനാ. അതുകൊണ്ട് ബുദ്ധിയില്ലാത്തതുകൊണ്ട് പറഞ്ഞത്, അങ്ങ് വരൂ രാജ്യാഭിഷേകം ചെയ്യാം. ഈ സമയത്ത് രാമൻ വീണ്ടും ചിരിച്ചു.
ചിരി വലിയൊരു ഔഷധ. നമ്മളൊരാൾ നമ്മളോട് ചൂടാകുന്ന സമയത്ത് ചിരിച്ചു നോക്കൂ, അദ്ദേഹം തന്നെ അടങ്ങും. ചിരിക്ക് ഒരുപാട് ശക്തിയുണ്ട് എന്ന് ശ്രീരാമചന്ദ്രനും ശ്രീകൃഷ്ണനും അവതാരമെടുത്ത് തെളിയിച്ചതാ. ഇവിടെ ശ്രീരാമചന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറയാണ്, അങ്ങനെയല്ല കുമാര, സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിടും അസത്യത്തിൽ മാനസേ. അച്ഛൻ സാധുവാണ്. സാധു എന്ന് പറഞ്ഞ പൈസ ഇല്ലാത്തവനല്ല, മനസ്സുകൊണ്ട് സാധു, പാവാണ്. എന്തുകൊണ്ടാ? സാധുജനങ്ങൾ പൊതുവെ എന്താ വിചാരിക്കാന്നോ, നരകത്തിൽ പോയാലും കുഴപ്പം ഇല്ല, എനിക്ക് അസത്യം പറയാൻ കഴിയില്ല. അതുകൊണ്ട് അസത്യത്തിൽ സാധുവായ അച്ഛന് പേടിയുണ്ട്. അത് നരകത്തിനേക്കാൾ ദ്രോഹമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, അച്ഛനെ കുറ്റം പറയണ്ട. ഇത് സത്യം ലംഘിക്കും എന്ന ഭയം ഉള്ളിലുള്ളത് കൊണ്ട് മാത്രമാണ് അച്ഛൻ ഇങ്ങനെ ചെയ്തു വെച്ചത്. അല്ലാതെ അച്ഛനെ കുറ്റം പറയണ്ട. അതാണ് സത്യത്തിൻ്റെ മഹത്വം. രാമായണം ധർമ്മത്തിനും സത്യത്തിനും വേണ്ടി നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥം. അതുകൊണ്ട് തന്നെയാണ് ആചാര്യന്മാർ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറയുന്നത്. ധർമ്മത്തിൻ്റെ വിഗ്രഹം തന്നെയാണ് ശ്രീരാമചന്ദ്രൻ. ഇവിടെ ഭരതൻ വീണ്ടും പറയാണ്, അച്ഛൻ ഭയം കൊണ്ടാണ് അങ്ങനെ ചെയ്തത്, നീ വിഷമിക്കേണ്ട പറഞ്ഞു. ഭരതൻ അടങ്ങുന്നുണ്ടോ? ഇതിൻ്റെ ഹെഡിങ് തന്നെ എന്താ? ഭരത രാഘവ സംവാദം. സംവാദം തന്നെ നടക്കുക. ഭരതൻ പറയാണ്, എങ്കിലൊരു പണി ചെയ്യാം. അച്ഛൻ എന്താ പറഞ്ഞ്? 14 വർഷം കാനനവാസം. ഒരു മകൻ ചെയ്താൽ പോരെ? ജ്യേഷ്ഠൻ എന്നെ പോണമെന്നില്ലാലോ. ഞാൻ 14 വർഷം കാനനത്തിൽ വനവാസം ചെയ്ത് അവിടെ ഇരിക്കാം. അങ്ങ് രാജ്യമാണോളൂ, എനിക്കൊരു കുഴപ്പമില്ല. എനിക്കല്ലേ അച്ഛൻ രാജ്യം തന്നത്, അങ്ങേക്ക് ഞാനത് തന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യം വെച്ച് നീട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർ. അപ്പം ശ്രീരാമചന്ദ്രൻ പറയാണ്, അച്ഛൻ എനിക്ക് കാനനവാസം ആണ് വിധിച്ചത്, തനിക്ക് രാജ്യവും. ഒരിക്കലും ഇത് നമ്മൾ വിപരീതമായിട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ആയാലും സത്യവിരോധം വരും. ഇത് കേട്ടപ്പോൾ പിന്നെ ഇനി രക്ഷയൊന്നും ഇല്ലാലോ. ഭരതൻ വീണ്ടും പറയാണ്, ശരി, ജ്യേഷ്ഠൻ അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ ഇവിടെ ലക്ഷ്മണനെ പോലെ എന്ത് ചെയ്യാം, അങ്ങയുടെ കൂടെ താമസിച്ചോളാം. രാജ്യം അവിടെ കിടക്കട്ടെ, എനിക്ക് രാജ്യം ഭരിക്കാൻ വയ്യ. ഒരു വലിയ രാജ്യം, നമ്മുടെ കേരളം പോലെ ഒരു ചെറുതൊന്നല്ല. ഇപ്പം അയോധ്യ എന്ന് പറഞ്ഞു പോകുന്നില്ലേ, ഉത്തർപ്രദേശ് ഏറ്റവും വിസ്താരമുള്ള, അന്നത്തെ പണ്ടത്തെ ഭാരതം കേട്ടോ, അത്രയും വിസ്താരമുള്ള ഭാരതം മൊത്തം അയോധ്യ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാ. ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളും മറ്റു രാജ്യങ്ങളും ഉണ്ടായിരുന്നു. യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി നല്ലൊരു സൈന്യാധിപനെ, രാജാവിനെ കിട്ടാനാണ് സത്യത്തിൽ കൈകേയിയുടെ അച്ഛൻ കൈകേയിനെ ചെറുപ്പമായിട്ടും ഈ വയസ്സിന് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. അത് വേറൊരു കഥ. ഇവിടെ ഭരതൻ പറയാണ്, ശരി, ഞാൻ ലക്ഷ്മണനെ പോലെ എന്ത് ചെയ്യാം, അങ്ങയുടെ കൂടെ ഇവിടെ കാവ്യമൊക്കെ കൊടുത്ത് ഇവിടെ അങ്ങോട്ട് താമസിക്കാൻ പോവുകയാണ്. ഇത്രയും പറഞ്ഞപ്പോഴും അപ്പോൾ രാജ്യം അനാഥമാവില്ലേ? അതിനും സമ്മതിക്കണില്ലേ എങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ജീവത്യാഗം, ഞാനിപ്പോൾ ഇവിടെ കിടന്നാണ് മരിക്കും. ഇത് പറഞ്ഞു എന്ന് മാത്രമല്ല, ദർഭ അങ്ങോട്ട് വിരിച്ചു, കിഴക്കോട്ട് അങ്ങോട്ട് തിരിഞ്ഞു, ആ സൂര്യനെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ശാഠ്യം പിടിക്കുകയാണെന്ന് കണ്ടപ്പോൾ ശ്രീരാമചന്ദ്രൻ കണ്ണുകൊണ്ട് സ്വന്തം കുലഗുരുവായ വസിഷ്ഠാചാര്യന് ഒരു ഉപദേശം കൊടുക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. കണ്ണുകൊണ്ട് ഒരു നേത്രാഞ്ച സംശയാന്ന് പറയാം. നേത്രങ്ങളെ കൊണ്ട് ഒരു ആജ്ഞ നൽകി. ഗുരുവാണ്, ആജ്ഞയല്ല, ഒരു അഭ്യർത്ഥന നൽകി. എന്തു പറയാ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ എന്നുള്ള ഭാവത്തിൽ. ഇത് കണ്ടതും വസിഷ്ഠൻ, ഭരത, നീ ഇങ്ങനെ വെഡ്ഡിയാവരുത്. ഒരു രഹസ്യം ഞാനിപ്പോൾ നിന്നോട് പറയാം. രാമായണത്തിലൂടെ നിങ്ങൾ പോയില്ലേ? രാമനാകുന്നതു നാരായണൻ പരൻ, താമരസോത്ഭവനർത്തിക്ക കാരണം, ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു. ആര് പറഞ്ഞിട്ടാ? ബ്രഹ്മദേവൻ ഉപദേശിച്ച കാരണം ശ്രീ നാരായണൻ വൈകുണ്ഠത്തിൽ നിന്നും ഇവിടെ ഭൂമിയിൽ വന്ന് ജനിച്ചതാണ്. അല്ലാതെ ഇത് ജ്യേഷ്ഠനും അനുജനും അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ രാജാവും ഒന്നും അല്ലാട്ടോ ഭരതാന്ന് ഉപദേശിച്ചു. സത്യം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഈ സീത കൂടെ ഉണ്ട്. അതിന് താഴെയുള്ള വരികളുടെ അർത്ഥമാണത്. സീത യോഗമായ ദേവിയാണ്. ഈ യോഗമായ ദേവിയായ സീതയോടും ലക്ഷ്മണനോ
അനന്തനാണ്. സാക്ഷാൽ അനന്തൻ, ശേഷനാഗത്തിൻ്റെ അവതാരമാണ് ലക്ഷ്മണൻ. ഇങ്ങനെ യോഗമായ സീതയോടും അനന്തനായ ലക്ഷ്മണനോടും കൂടി കാനനവാസം ചെയ്യുന്നത് ലോകരക്ഷാർത്ഥമാണ്. അല്ലാതെ ഇതിന് കാരണം മന്ദരയോ കൈകേയോ ഒന്നും അല്ല. നമുക്ക് തോന്നും മന്ദരയല്ല കൈകേയല്ല എന്ന് രാമായണൻ തന്നെ നമ്മളോട് പറയും. കാരണം ഈ ദേവഹിതം നടക്കാൻ വേണ്ടി, എന്താ ദേവഹിതം? രാവണനെ വധിച്ച് ഭൂമിയുടെ ഭാരം തീർക്കണം. ഈ രാവണനെ വധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഭഗവാൻ തന്നെ അവതാരെടുത്ത് വരണം. അത്രയ്ക്കും വലിയ ശിവഭക്തനാണ് ആര്? രാവണൻ. രാമൻ, രാവണൻ, രണ്ടിലും ആദ്യ അവസാനവും രാന്നും ഇന്നും കാണാനുണ്ടല്ലേ? ചെറിയൊരു വ്യത്യാസമല്ലേ ഉള്ളൂ. ഒരാൾ നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്നു, ഒരാൾ പോസിറ്റീവ്, പരബ്രഹ്മവും. ഇവിടെ യോഗമായ ദേവിയോടും ലക്ഷ്മണനോടും കൂടി ശ്രീരാമചന്ദ്രൻ കാനനങ്ങൾ തോറും നടക്കുന്നത് ഇദ്ദേഹം ലോകമാതാവും പിതാവും തന്നെയാണ്. രാവണനെ വധിച്ച് ദേവകൾക്ക് അവരുടെ ഹിതം സാധിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രീരാമചന്ദ്രൻ കാനനത്തിലേക്ക് വന്നത്. അല്ലാതെ അങ്ങയെ രാജാവാക്കാൻ കൈകേയി ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം ഒന്നും അല്ല. അതുകൊണ്ട് അങ്ങ് ദുഃഖിക്കണ്ട, തിരിച്ചുപോയി രാമചന്ദ്രനു പകരം രാജ്യം ഭരിക്കണം. ക്ഷത്രിയനായാൽ രാജ്യപരിപാലനം നിർബന്ധമാണ്, പ്രത്യേകിച്ചും രാജ്യം അനാഥമാക്കരുത് എന്ന് പറഞ്ഞുകൊടുത്തു. ഇതെല്ലാം കേട്ടപ്പോൾ ശ്രീരാമചന്ദ്രനെ പിന്തിരിപ്പിക്കാനാണല്ലോ ഇതുവരെ ഭരതൻ ശ്രമിച്ചത്. ഭരതൻ ഒന്നങ്ങനെ നന്നായി ഇരുത്തി ചിന്തിക്കുക. അതിലൊരു വരി വരുന്നുണ്ട്, ഭരതൻ അത്രയും ഉന്നതനാണ് എന്നുള്ളത്, അത്രയും അറിവുള്ളവനാണ് എന്നൊരു വരി പോകുന്നുണ്ട് രാമായണത്തിൽ. ആ അറിവ് വെച്ചുകൊണ്ട് അതുവരെ അന്ധത, വികാരം കൊണ്ട് നമുക്ക് കണ്ണ് കാണാതെ ഒന്നൊരവസ്ഥയാണ്. ജ്യേഷ്ഠനെ അമ്മ ഇങ്ങനെ പറഞ്ഞ് 14 വർഷം, 1-2 ദിവസമൊന്നുമല്ല, കാനനത്തിന് പറഞ്ഞു വിട്ടു. ആരെയും കൂടെ പറഞ്ഞയച്ചു? ജ്യേഷ്ഠത്തി അമ്മയും അനുജനും ഒക്കെ പോയി. ഞാനും എൻ്റെ അനുജൻ ശത്രുഘ്നനും ഇവിടെ ബാക്കിയായി എന്ന് ചിന്തിച്ചപ്പോൾ ഉണ്ടായ ആ ഒരു വികാരം ഉണ്ടല്ലോ, അവിടെ നിന്നാണ് ഇങ്ങനെയൊക്കെ ഇവിടെ പറയാൻ കാരണം. ഇവിടെ പറയാണ് ശ്രീരാമചന്ദ്രനെ അങ്ങ് പിന്തിരിപ്പിക്കരുത്. കാരണം ഈ കാര്യങ്ങളെല്ലാം, ദേവഹിതങ്ങളെല്ലാം നടക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണം. ദേവന്മാരാണ് ആരാ തോന്നിപ്പിച്ച് മന്ദരയെ? സരസ്വതീ ദേവി വന്നിട്ടാണ് മന്ദരയുടെ നാവിൽ കയറിയിരുന്നിട്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്. നമുക്ക് തന്നെ പറ്റും ചില സമയത്ത് ചില കാര്യങ്ങൾ പിന്നീട് ചിന്തിക്കുമ്പോൾ പറയേണ്ടിയിരുന്നില്ല, ചിലർ പറയുന്നത് കേൾക്കാം. നമ്മുടെ നാവിലൂടെ ആ സമയത്ത് എന്ത് കാര്യം നമ്മൾ പറയുമ്പോഴും അത് ആദ്യം ഒന്ന് ചിന്തിക്കും, എന്നിട്ട് നമ്മൾ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൊണ്ടു. ഇപ്പോൾ ഇവിടെ എന്ത് പറയണം? ഭഗവതി ഇങ്ങനെ തോന്നിപ്പിക്കും, ഇന്നത് പറയൂ ഇന്നത് പറയൂ. അതുപോലെ നമ്മളൊരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ആദ്യം അത് ചിന്തിക്കുന്നുണ്ട് എന്നിട്ടാണ് അത് പറയുന്നത് എന്ന്. അതുകൊണ്ട് 14 വർഷം ഈ കാനനത്തിൽ വസിച്ച് രാവണനെ വധിച്ച് ശ്രീരാമചന്ദ്രൻ അയോധ്യയിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന് ഒരു ഉറപ്പ് കൊടുത്തു. ഈ ഉറപ്പ് കിട്ടിയപ്പോൾ ഭരതൻ ഒന്ന് ഒതുങ്ങി. കാരണം കുലഗുരുവായ വസിഷ്ഠാചാര്യനാ പറയുന്നത്. ഇതൊക്കെ കേട്ടപ്പോഴും പിന്നെയും പറയുന്നത് എന്താ? ഇപ്പം നിങ്ങൾ വായിച്ചു കേട്ട് പോകുന്നില്ലേ ആ പാതുകങ്ങൾ കൊടുക്കുന്ന ആ ഒരു രംഗം? പാതുകാം ദേഹി രാജേന്ദ്രരാജ്യായതേ പാദബുദ്ധ്യാ മമാ സേവിച്ചു കൊള്ളുവാൻ. ശരി ശ്രീരാമചന്ദ്ര, അങ്ങയുടെ ആ കാലുകളിൽ ചേർന്നിരിക്കുന്ന പാതുകങ്ങൾ എനിക്ക് തരണം. എന്തിനാ? സിംഹാസനത്തിൽ വെച്ച് എനിക്ക് പൂജിച്ച് ആരാധിച്ചു കൊണ്ട് ഒരു ദാസഭാവേന രാജ്യം ഭരിക്കാൻ പാതുകാം ദേഹി, ആ മെതിയടികൾ എനിക്ക് തരൂ ശ്രീരാമചന്ദ്ര എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അപ്പോൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. കാനനത്തിലാകെ കല്ലും മുള്ളുവാണല്ലേ, എന്നിട്ട് എന്താ ഉരി വാങ്ങണത്? കാലിൽ ആകെ ഒരു മെതിയടിയുള്ളൂ ബാക്കി. അതും ചോദിച്ചു, അതും കൊടുത്തു. ത്യാഗത്തിൻ്റെ മൂർത്തിയാണ് ശ്രീരാമചന്ദ്രൻ എന്ന് നമ്മളെ കാണിക്കുക. ആ രത്നങ്ങളൊക്കെ പതിച്ചതാണെട്ടോ രാമായണം പറയുന്നത്. ആ മെതിയടി ഊരി അനുജൻ ചോദിച്ചപ്പോൾ വേഗം അങ്ങോട്ട് കൊടുത്തിട്ട് പറയാണ്, ഞാൻ ഇത് സിംഹാസനത്തിൽ വെച്ച് പൂജിക്കും. 14 വർഷം തികഞ്ഞിട്ടും പിറ്റേ ദിവസം രാവിലെ അങ്ങ് വന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഉറപ്പായും അഗ്നി ജ്വലിപ്പിച്ച് അതിൽ ചാടി ദേഹത്യാഗം ചെയ്യും.
ഇങ്ങനെയും പറഞ്ഞ് ഭരതൻ സാഷ്ടാംഗം നമസ്കരിച്ചു. ഇങ്ങനെ ഒരു ഉറപ്പും കൊടുത്തു. അങ്ങനെ ഗുഹൻ എന്ത് ചെയ്യാണെന്നറിയോ? ഇവരേനെ എല്ലാം ഗംഗാ നദി കടത്തി. നോർത്ത് ഇന്ത്യയിലൊക്കെ അവസരം കിട്ടുകയാണെങ്കിൽ, ശരീരം അനുവദിക്കുകയാണെങ്കിൽ ഒരു തവണയെങ്കിലും പോകണം. ആ ഗംഗാമാതാവിൻ്റെ മാറിലൂടെ ഒരു തോണിയിൽ കയറി അങ്ങനെ സഞ്ചരിക്കണം. അപ്പോഴാണ് ഈ ഗുഹനെക്കുറിച്ച്, യമുനാ നദിയെക്കുറിച്ച്, ശ്രീകൃഷ്ണനെക്കുറിച്ച്, കാളിയനെക്കുറിച്ച്, കാളിന്തിയെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലൂടെ വരിക. ആ ഗംഗ തോണി തുഴഞ്ഞ അക്കരെ കടത്തി എന്ന് പറയുമ്പോൾ ഗുഹനൊക്കെ എത്ര ഭാഗ്യവാനാ. നിർണയം നൈഷാദ ജന്മവും പാവനം എന്നാണ് രാമായണം പറയുന്നത്. നൈഷാദനാണെങ്കിൽ എന്താ, ഭഗവാൻ മാറോട് ചേർത്തണച്ചില്ലേ ഗുഹനെ. ഇവിടെ ഗുഹൻ എല്ലാവരോടും പറഞ്ഞു ശരി ശരി നമുക്ക് പോവാമെന്നും പറഞ്ഞ് എല്ലാവരെയും എല്ലാ തോണികളിലും 500 പേരൊക്കെ കയറുന്ന തോണി ഉണ്ടായിരുന്നു അത്രേ. അത്ര വലിയ തോണികൾ കൊണ്ടുവന്നു. ഏകദേശം 500 തോണിയോളം കൊണ്ടുവന്നു എന്നും പറയുന്നു. ഇങ്ങനെ അക്കരെ കടത്തി ഭരതശത്രുഘ്നന്മാർ താപസവേഷം ധരിക്കുകയാണ്. അതിങ്ങോട്ട് വന്നത് എങ്ങനെയാ? രാജകീയമായ വേഷത്തിലായിരുന്നു. തിരിച്ചെത്തിക്കഴിഞ്ഞപ്പോൾ അവരൊരിക്കലും അയോധ്യയിൽ സിംഹാസനത്തിൽ കയറിയിരുന്ന് ഭരിക്കുകയല്ല, നേരെ നന്ദിഗ്രാമത്തിൽ ചെന്നു. എന്നിട്ട് ഈ സിംഹാസനം, അയോധ്യയിലെ സിംഹാസനത്തിൽ ഈ പാദുകങ്ങൾ വെച്ച് രാജ്യ അഭിഷേകം നടത്തി. എങ്ങനെയാണോ രാമൻ അഭിഷേകം നടത്തേണ്ടത്, രാജ്യാഭിഷേകം ആ പാദുകങ്ങളിൽ നടത്തി. അതിനുശേഷം അവരെന്ത് ചെയ്തു എന്നോ, നന്ദിഗ്രാമത്തിൽ പോയി ആ ഭക്ഷണത്തെക്കുറിച്ചൊക്കെ വാൽമീകി രാമായണം വർണ്ണിക്കുന്നുണ്ട്. ഒരു നല്ല ഭക്ഷണം പോലും കഴിക്കാതെ താപസവേഷം ധരിച്ച്, എങ്ങനെയാണോ ശ്രീരാമചന്ദ്രൻ കാനനത്തിൽ വസിക്കുന്നത് അതേപോലെ താപസവേഷം ധരിച്ച് ഭരതശത്രുഘ്നന്മാർ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് അങ്ങനെ ജീവിച്ചു കുറേ കാലം. എത്ര കാലം? 14 വർഷം എന്ന് രാമായണം പറയാം. ഇങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് ശ്രീരാമചന്ദ്രൻ ഇവരെല്ലാം തിരിച്ചു പോയപ്പോൾ കുറച്ച് കാലം കൂടി ആ ചിത്രകൂടാചലത്തിൽ അങ്ങനെ താമസിച്ചു. ചിത്രകൂടത്തിൽ അങ്ങനെ താമസിക്കുമ്പോൾ ഭഗവാൻ ആലോചിക്കുക, ഇവിടെ ഇപ്പോൾ നടന്ന സംഭവമൊക്കെ എന്താ? സ്വന്തക്കാരെല്ലാം കൂടി ഒരു സൈന്യമായിട്ട് ഇങ്ങോട്ട് വന്നു, വരൂ തിരിച്ചു പോവാന്ന് പറഞ്ഞിട്ട്. ഇനിയും ഇവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇനിയും മിത്രങ്ങളും രാജ്യത്തുനിന്ന് പല ആൾക്കാരും വന്നിട്ട് തിരിച്ചു പോകൂ എന്ന് പറയും, അല്ലെങ്കിൽ ഒരു സൗഹൃദ സന്ദർശനം നടത്തും. അതുകൊണ്ട് എന്ത് വേണ്ട, ഇനി ഇവിടെ താമസിക്കേണ്ട, ഇവിടെ നിന്ന് കുറച്ചുകൂടി ഉള്ളിലേക്കുള്ള കാട്ടിലേക്ക് പോകാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഉൾക്കാട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ. ഇപ്പോൾ ഭരതരാഘവ സംവാദം എന്ന ഭാഗം രാമായണത്തിൽ കഴിഞ്ഞു. ഇപ്പോൾ ഈ രാമായണത്തിലെ കഥ വർഷവും കേൾക്കുന്നുണ്ട്, അറിയാം. ഇതിൽ നിന്ന് ഏതൊരു ഗ്രന്ഥം വായിച്ചാലും ഇതിലെന്ത് തത്വമാണ് എനിക്കുള്ളത്, ഞാനെന്ന മനുഷ്യന് ഈ ഭൂമിയിൽ ജനിച്ചിട്ട് എന്ത് തത്വമാണ് ഇതെന്ന് മനസ്സിലാക്കാനുള്ളത് എന്ന് സ്വയം ഒന്ന് ചിന്തിക്കണം. അതായത് രാമായണത്തിൻ്റെ വരികൾക്കിടയിൽ വരികൾ നമ്മൾ വായിക്കണം. അതെങ്ങനെ വായിക്കുക? അത് വായിക്കാനാണ് ആചാര്യന്മാരിവിടെ എത്തുന്നത്. ഇനി ഇതിൽ പറയുന്ന തത്വം, ഇതിപ്പോൾ കുറേ കാലമായി വായിക്കുന്നു ഇല്ലേ, എന്തെല്ലാം വായിച്ചു. പാതുകാം ദേഹി രാജേന്ദ്ര രാജ്യായ ദേപാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവാൻ. മനസ്സിലായി? ഭഗവാന്റെ പാതുകങ്ങൾ ആരൂരി വാങ്ങി? ഭരതനൂരി വാങ്ങി. അതങ്ങനെ ഇങ്ങോട്ട് മനസ്സിലാക്കി പോവല്ല വേണ്ടത്. ഇനി ഇവിടെ പറയുന്ന തത്വങ്ങൾ എന്തെല്ലാം ആണ് എന്ന് ചിന്തിക്കണം. അതാണ് പ്രധാനം പ്രഭാഷണത്തിൽ. 2 സഹോദരന്മാരുള്ള വെറും ഒരു സംഭാഷണം അല്ല ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെന്താ? ഒരുപാട് ഗുണങ്ങൾ ഇവരിൽ 2 പേരിലും നമുക്ക് കാണാം. എന്തൊക്കെ ഗുണങ്ങളാണ് കാണാനുള്ളത്? ധർമ്മം. രാമായണം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ധർമ്മത്തിൻ്റെ പ്രതിപുരുഷനാണ് ആര്? ശ്രീരാമചന്ദ്രൻ. ധർമ്മത്തിനും സത്യത്തിനും വേണ്ടി, ത്യാഗത്തിനു വേണ്ടി നിലകൊണ്ട മൂർത്തിയാണ് ശ്രീരാമചന്ദ്രൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ രാമൻ ധർമ്മത്തിനും ത്യാഗത്തിനും വേണ്ടിയാണ് ഈ വാഗ്വാദങ്ങളെല്ലാം നടത്തിയത്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളാണെങ്കിൽ ശരിയാ, ഞാനാണ് ജ്യേഷ്ഠൻ, അനുജൻ എനിക്ക് തന്നൂലോ എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന് രാജ്യം ഭരിക്കും. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞ്? അച്ഛൻ തന്ന വാക്ക്, അത് ആ ധർമ്മം പരിപാലിക്കാൻ നമ്മൾ അനുസരിച്ചേ പറ്റൂ. അച്ഛൻ്റെ ആജ്ഞ അനുസരിക്കലാണ് ഒരു യഥാർത്ഥ മകൻ്റെ ധർമ്മം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പറയാണ് ത്യാഗം. നമ്മൾ പലതും ത്യജിക്കാൻ തയ്യാറാവുന്നില്ല. ഏട്ടനും അനുജനും തമ്മിൽ എത്ര അടി ഉണ്ടാവുന്നത് അല്ലേ? അമ്മയും അച്ഛനുള്ള കാലത്ത് ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. കുറച്ച് കാലം കഴിഞ്ഞ് ഒരു ഭാഗം വയ്ക്കാം, ആകെ 8 സെൻറ്റേ ഉണ്ടാവുള്ളൂ. ആ 1 സെൻറ്റ് 1/2 സെൻറ്റിനൊക്കെ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കൊലയും വരെ നടക്കുന്നില്ലേ? കോടതി വരാന്ത കയറിയിട്ട് ആ വക്കീലിന് കൊടുക്കും,
സ്വത്ത് വാങ്ങേണ്ടതിൻ്റെ ഇരട്ടി വില നടക്കുന്നില്ലേ? ഇതിനെക്കുറിച്ച് പറയാണ്. നമ്മളൊരു കാര്യം ത്യജിക്കാൻ തയ്യാറായാൽ സ്വന്തം പേരിൽ ഒരു ആധാരവും ഇല്ല, ഒരു ഭൂമി ഇല്ലെങ്കിലത്തെ സന്തോഷം എത്ര ഉണ്ടാവും? വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല അല്ലേ? പക്ഷേ ഒരു തരത്തിൽ ഒന്നും ഇല്ലാതെ രാമചന്ദ്രൻ കാനനത്തിലൂടെ പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോയോ? പണ്ടൊക്കെ വൈരാഗ്യം വന്നാലേ വീട്ടിൽ നിന്നും വ്യക്തികൾ എന്താത്ര ചെയ്യാന്നോ, ഈ കോറത്തുണിയാണ് അന്നൊക്കെ, കോറയുടെ ഒരു മുണ്ടും ധരിച്ചിട്ട് ആശ്രമങ്ങളിലേക്കാണ് കയറി ചെല്ലും. ആശ്രമത്തിൽ ചെല്ലുമ്പോൾ ഇത് വെള്ള വസ്ത്ര. ഗുരു ആദ്യം എന്താ പറയാന്നോ, പോയിട്ട് ആ ചെളിയിൽ ഉരുണ്ട് വരൂ എന്നാത്രേ പറയാ. എന്തിനാ ഈ ചളിയിൽ ഉരുളണെന്നറിയോ? കാവ്യവസ്ത്രമാക്കാനാണ്. ഈ ചളിയിൽ അങ്ങോട്ട് ഉരുണ്ടാത് കാവ്യവസ്ത്രമായില്ലേ? അതിനെ എന്താ പറയുക, നമ്മൾ മണ്ണുമുണ്ട് എന്നാ പറയുന്നത് ചെയ്യുക. ശരിക്കും സത്യം പറഞ്ഞാൽ എന്നിട്ട് ആ ആൽത്തറയിൽ പോയിരുന്ന് ധ്യാനിക്കൂ എന്നത്രേ പറയുക. ആരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടരുത്. ചളി നാറി ആരെങ്കിലും അടുത്തേക്ക് വരുമോ? ഇല്ലല്ലോ. അതാണത്രേ അതിൻ്റെ പിന്നിലെ മറ്റൊരു രഹസ്യം. അപ്പോൾ എന്ത് ചെയ്യും? അദ്ദേഹം ഒറ്റപ്പെടും. ഒറ്റയ്ക്കാണ് ഞാൻ വന്നത്, ജനിച്ചപ്പോൾ ഒറ്റയ്ക്കല്ലേ വന്ന്, മരിച്ചാലും ഞാൻ ഒറ്റയ്ക്കാണ് പോകേണ്ടത്. പിന്നെ എന്തിനാണ് ഇതൊക്കെ? ഒരുപാട് കുളത്തുകളാണ് നമുക്കല്ലേ, കാലം കൂടെ കുളത്തിയെ പോലെ നമ്മൾ ഓരോരുത്തരും കുളത്തി വെച്ചിരിക്കുക. പേരക്കുട്ടിയെ സ്കൂളിലേക്ക് അയക്കണം അല്ലേ, മരുവൾക്ക് ഓഫീസിലേക്ക് പോകണം. ഈ കുളത്ത് കാരണം ഇങ്ങോട്ട് വരില്ല. ആ കുളത്തൊന്നും അറുത്തിട്ട് ഇങ്ങോട്ട് ഭഗവതിയുടെ അടുത്തേക്ക് എത്താനാവില്ല അല്ലേ? എത്ര വർഷമായി പൊന്നമ്മയൊക്കെ ഇവിടെ വന്ന് കൂടിയിട്ട് ഭഗവതിയെ തന്നെ ഇങ്ങനെ മുറുക്ക പിടിച്ചിരിക്കുക. വേറെ ഒന്നും വേണ്ട, പേര് മറ്റുള്ളവരതൊന്നും അറിയില്ല കേട്ടോ, എല്ലാ മുഖങ്ങളും എനിക്ക് പരിചയമുണ്ട്. മറ്റൊന്ന്, ഇവിടെ ഭരതസ്വാമി കാണിക്കുന്നത് എന്താണ്? ഭക്തി. എന്ത് ഭക്തിയാ? ഇവിടെ ജ്യേഷ്ഠ ഭക്തിയാണ്. സ്വന്തം ജ്യേഷ്ഠനോട് ഭക്തി ബഹുമാനത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. വന്ന് ചൂടായതൊന്നുമില്ല. വളരെ ദയനീയമായി വികാരാധീനനായിട്ട് പറയാണ്, ഹേ ശ്രീരാമചന്ദ്ര, അങ്ങ് തിരിച്ചു വരൂ, ഞാൻ അങ്ങയെ അഭിഷേകം ചെയ്യാനുള്ള സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന്. ഇവിടെ രാജധർമ്മം എത്രത്തോളം ഉയർന്നു നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഭരതൻ വികാരാധീനനായിട്ടാണ് മടങ്ങി വരൂ ജ്യേഷ്ഠ എന്ന് പറയുന്നത്. ഈ വികാരത്തേക്കാൾ ഉന്നതമാണ് രാജധർമ്മം എന്ന് രാമായണം കാണിക്കുക. രാജാവാണ്, ഒരു സാധാരണ മനുഷ്യനല്ല. അപ്പോൾ ഒരു സാധാരണ ഏട്ടനും അനിയനും ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തേലും പറഞ്ഞു, ചെറിയമ്മയും വല്ലമ്മ എന്തേലും വഴക്ക് കൂടിച്ചാൽ അത് പിറ്റേ ദിവസം മറന്ന് അവർ തോളിൽ കൈയിട്ട് നടക്കും. പക്ഷെ ഇതങ്ങനെയല്ല. ഒരു രാജ്യം, അയോധ്യ എന്ന് പറയുന്ന രാമരാജ്യം പുലർത്തുന്നതിന് വേണ്ടി ഭരതൻ ഇവിടെ വന്ന് വളരെ വികാരാധീനനായിട്ട് പലതും പറഞ്ഞു. പക്ഷേ രാജധർമ്മം വികാരത്തിനേക്കാൾ ഉയർന്നതാണ് എന്ന് കാണിച്ചു തരികയാണ് ഈ കഥ നമ്മൾക്ക്. അതുപോലെ തന്നെ അച്ഛൻ്റെ വാക്ക്, നിൻ്റെ ഈ വികാരം വിഷമങ്ങളും ഒന്നുമല്ല, അതിനും മുകളിൽ എന്താണ്? അച്ഛൻ്റെ വാക്ക്, അത് സത്യമാക്കണം. വാക്കാണ് സത്യം. ഈ പ്രപഞ്ചത്തെ ചൈതന്യവത്താക്കുന്നത് വാക്കാണ്. എല്ലാവരും ഉണ്ടാതിരുന്ന എന്തെങ്കിലും ചൈതന്യമുണ്ടോ? ആ നേരം രാമ 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 പാഹിമാം രാമപാദം ചേരണി മുകുന്ദ രാമ പാഹിമാം. ആ രാമനാമം അങ്ങനെ കേൾക്കുമ്പോൾ നമ്മളുടെ ദഹന വ്യവസ്ഥയെ, കർക്കിടകത്തിൽ ദഹിക്കാൻ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടല്ലേ പത്തല കഴിക്കുന്നത്, ആ ദഹന വ്യവസ്ഥകളെ ഒന്ന് ഉത്തേജിപ്പിക്കാനുള്ള കഴിവ് രാമനാമത്തിനുണ്ട്. നമ്മുടെ ശരീരത്തിന് ഉണർത്താനുള്ള കഴിവ് രാമനാമത്തിനുണ്ട്. ഇവിടെ ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിനേക്കാൾ കൂടുതൽ ധർമ്മത്തിനാണ് പ്രാധാന്യം എന്ന് രാമൻ നമുക്ക് കാണിച്ചു തരികയാണ്. ഒരു വ്യക്തിയുടെ ഇഷ്ടം എന്ന് പറയുമ്പോൾ അതെന്താ? ഇവിടെ ഇപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഇഷ്ടം എന്താ? ഞാൻ എന്ത് ചെയ്യണം? രാജ്യം ഭരിക്കണം. രാമൻ്റെ അമ്മയ്ക്ക് എന്തായിരിക്കും ആഗ്രഹം? എൻ്റെ കുട്ടി വന്നിട്ട് എന്താ പ്രാർത്ഥിച്ചത്? ദുർഗേ ഭഗവതി ദുഃഖ വിനാശിനി ദുർഗദേ നീക്കി തുണച്ചീടുകമ്പികേ. ശ്രീ ദുർഗയ്ക്ക് ഒരു മാല അങ്ങോട്ട് ചാർത്തി ഇത്രേ. എന്നിട്ട് പ്രാർത്ഥിച്ചതാണ്, എൻ്റെ മകൻ നടക്കുന്ന നേരവും ഇരിക്കുന്ന നേരവും കിടക്കുന്ന നേരവും എന്ന് പറഞ്ഞിട്ടൊരു വരി വരുന്നുണ്ടല്ലോ. ഇവിടെ ആരായിരിക്കണേ? ശ്രീ കാടാമ്പുഴ ദുർഗയാണ് ഇരിക്കുന്നത്, വനദുർഗ. എന്താ ദുർഗ എന്ന് പറഞ്ഞാൽ? ദുർഗാണി താരയതി ഇതി ദുർഗ. ദുർഘടങ്ങളെ തരണം ചെയ്യാൻ സഹായിക്കുന്നവളാണ് ദുർഗ. ആ ദുർഗയെ ആണ് ആരെ പ്രാർത്ഥിച്ചത്? അമ്മയായ കൗസല്യ മാതാവ് പ്രാർത്ഥിച്ച് മകന് വേണ്ടി പ്രാർത്ഥിച്ചത്. ഈ വികാരാധീനനായി നിൽക്കുന്ന ഭരതന് മുന്നിൽ എന്ത് പറയാണ്? ശരി, എന്നാ അമ്മയ്ക്കും അതന്നെ ഇഷ്ടം, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് പോന്നാലോ? കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ അല്ലേ? ഭാര്യ കൂടെ വന്നിട്ടു തന്നെ ഉള്ളൂ. എന്തെല്ലാം സുഖജീവിതങ്ങൾ, സുഖലോലുപതകൾ ആഘോഷിക്കണല്ലേ? എങ്ങടെല്ലാം ടൂറ് പോകണം, കുടുംബക്കാരോടെ മുഴുവൻ പോയി കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം അത്രയും വലിയ രാമരാജ്യമല്ലേ, പഴയ ഭാരതം, അയോധ്യ. അതൊന്നും തീരുന്നതിന് മുമ്പ് കാട്ടിലെത്തി. പക്ഷേ വ്യക്തിപരമായ ഇഷ്ടത്തേക്കാൾ രാമൻ ധർമ്മത്തിന് പ്രാധാന്യം നൽകി. അതുകൊണ്ടാണ് കാനനത്തിലേക്ക് പോയത്. ഇനി
ഭരതനെ നോക്കൂ, ഭക്തിയാണ് ഭരതനിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഭക്തി എന്ന് പറയുമ്പോൾ ജ്യേഷ്ഠനോടുള്ള ഭക്തി. നമ്മളുടെ മനസ്സിൽ എങ്ങനെയാണ് അത് വരേണ്ടത്? രാമഭക്തി. ഇവിടെ ഭക്തിക്ക് മുൻപിൽ സ്വാർത്ഥതയില്ല എന്നാണ് ഭരതൻ കാണിക്കുന്നത്. നമ്മളുടെ ഭക്തി ഇപ്പോൾ ഇവിടെ വന്നു, എന്നും ഞാൻ ഫ്രണ്ട് റോയിൽ തന്നെയാണ് ഇരിക്കാറ്, വന്നപ്പോൾ എല്ലാ സീറ്റും ഫില്ല അല്ലേ, അപ്പോൾ എന്ത് ചെയ്യണം? പിറകിൽ ഇറങ്ങിയിരിക്കണം. അപ്പോൾ എന്താണത് ഉള്ളിൽ? അതൊരു സ്വാർത്ഥത, ഞാൻ മുന്നിൽ തന്നെ ഇരിക്കണം, അത് നമ്മുടെ ഒരു സ്വാർത്ഥത. പക്ഷേ മൂന്നാമത്തെ റോയിൽ ഇരുന്നാലും നമുക്ക് എന്ത് നന്നായി കേൾക്കും, മൈക്രോഫോണിൻ്റെ അല്ലാണ്ട് ഇനിയിപ്പോൾ അവിടെ ഇരുന്നാലും കേൾക്കും. പക്ഷേ ഒരാചാര്യൻ്റെ മുഖത്തുനിന്ന് കേൾക്കുമ്പോൾ വേറൊരു സുഖം ഇല്ലേ, ആ ഫേഷ്യൽ എക്സ്പ്രഷനും ഒക്കെ കാണാം. ഭഗവതിയുടെ മുന്നിൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ സ്വാർത്ഥതയില്ല. ഭക്തിക്ക് മുന്നിൽ എന്തില്ല? സ്വാർത്ഥത ഇല്ല. സ്വാർത്ഥത ഇല്ലാത്ത ഭക്തിയാണ് ശ്രീരാമചന്ദ്രന്. അങ്ങനെയുള്ളൊരു ഹൃദയമാണ് വേണ്ടത് എന്ന് രാമായണം ഇനി പല സ്ഥലങ്ങളിലും പറയും. ഇപ്പം രാജ്യം ഇങ്ങനെ കിട്ടി, രാജ്യം തന്നു, എനിക്ക് വേണ്ട, സ്വാർത്ഥത ഇല്ല. അമ്മ എന്ത് ചെയ്തു? മകന് നിനക്ക് ഞാൻ രാജ്യം നേടി വെച്ചിട്ടുണ്ട് എന്ന് കൈകേയി പറഞ്ഞു. പക്ഷേ അത് നിരസിച്ചു ഭരതൻ. സ്വാർത്ഥത ഇല്ലാത്തത് കൊണ്ടാ, ഭക്തിയുള്ളത് കൊണ്ടാ. ഇവിടെ അധികാരം അല്ല, രാമസാന്നിധ്യമാണ് എനിക്ക് വേണ്ടത് എന്ന് ഭരതൻ ആഗ്രഹിച്ചു. നമ്മൾ എന്താ ആഗ്രഹിക്കേണ്ടേ? നമുക്കൊന്നും വേണ്ട. ഇപ്പോൾ വീടായി കഴിയാണ് അല്ലേ, കുറച്ച് മുതിർന്ന മക്കൾ ഒരു ഭാഗം ചോദിക്കാൻ തുടങ്ങും, മുത്തശ്ശി കൊടുക്കുമോ? മുത്തശ്ശി ഇങ്ങനെ പെറുങ്ങി നടക്കാവോ? ഒന്നും അറിയില്ല, ഒപ്പിടാനും പോലും വെയ്യല്ലേ, ഇത് വെക്കണം, എന്നാലും കൊടുക്കില്ല. എന്നിട്ടോ മക്കളും മുതിർന്ന് വെയ്യാതെ ഈ മരിച്ചു പോവും. മുത്തശ്ശി എത്രയാലും മരിക്കൂല. എന്നിട്ട് അതെന്തെങ്കിലും മക്കൾക്ക് അനുഭവിക്കാൻ പറ്റുമോ? കൊടുക്കില്ല. സ്വാർത്ഥതയാണ്, എൻ്റെ കാലം കഴിയാതെ ഞാൻ കൊടുക്കില്ല. അങ്ങനെ കുറേ കുടുംബങ്ങളുണ്ട്, പലരും എന്നോട് പരാതി പറയാറുണ്ട്. ആരും അനുഭവിക്കില്ല, അത് അവനവൻ്റെ സ്വത്താണ്, അനുഭവിക്കാതെ മരിച്ചു പോകും. ഇത് സ്വാർത്ഥതയല്ലേ? ഇവിടെ പറയാണ്, എനിക്ക് അധികാരം ഒന്നും വേണ്ട, ഈ ഒരു സ്വത്തിന് ഒരു ആധാരം ഉണ്ടാവുള്ളൂ, അത് ആ പെട്ടിയിലിരുന്നാലും ഈ പെട്ടിയിലിരുന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തേ വേണ്ടു? എനിക്ക് രാമസാന്നിധ്യം മതി. നമുക്ക് എന്തേ വേണ്ടു? ആധാരം എവിടെയെങ്കിലും ഇരുന്നോട്ടെ. നമ്മുടെ റൂമിൽ എത്ര ഗ്രന്ഥങ്ങളുണ്ടെന്ന് നോക്കുക, എണ്ണത്തിലല്ല. എനിക്ക് ഭക്തി മതി, രാമസാന്നിധ്യം മതി. രാമൻ എവിടെ ഇരിക്കുന്നത്? ഗ്രന്ഥങ്ങളിലാണ്. നമ്മളോട് സംസാരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രനാണ് അധ്യാത്മരാമായണം. എന്ത് സുഖമായിട്ടാണ് അതിങ്ങനെ വായിച്ചു പോകുമ്പോൾ അല്ലേ, ആ മനസ്സ് വല്ലാത്ത ഒരു താളത്തിൽ നിങ്ങൾ ഈ 2 മണിക്കൂർ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ 1 മണിക്കൂർ ആ വായന കേൾക്കുമ്പോൾ എന്താ സുന്ദരമൊക്കെ അല്ലേ. കഴിഞ്ഞ വർഷം അതല്ലേ പറഞ്ഞു, ഉഷസി നിശിചരികൾ ഇവരുടലും അവ ഭക്ഷിക്കുമുറ്റവരായിട്ടൊരുത്തരുമില്ലമേ, കടുക് പറയണേ അല്ലേ. അതൊക്കെ സുന്ദരകാന്ഡം വളരെ സുന്ദര. ഇങ്ങനെ കേൾക്കുമ്പോൾ ആ മനസ്സിനുള്ളിൽ രാമസാന്നിധ്യം ഉണ്ടാകും. രാമൻ എവിടെ ഉണ്ടോ അവിടെ സീതാദേവി ഉണ്ടാവും. സീത എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ഭഗവതിയാണ്. ഇങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കല്ലേ. ഒരു ഭക്തൻ പോയി പ്രാർത്ഥിച്ചുത്രേ, എനിക്ക് സമ്പത്ത് വേണം, സമ്പത്ത് വേണം. ഒരിക്കലും ഭക്തി വേണമെന്ന് ചോദിച്ചില്ല. സമ്പത്ത് ഒരുപാട് കിട്ടി, എന്നിട്ട് പിന്നെ എന്താണ്ടായി? അസുഖങ്ങളാണ്ട് വന്നു. സമ്പത്ത് ഒരുപാട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ജീവിതശൈലിയൊക്കെ മാറൂലേ, പിന്നെ നടക്കലില്ല, വണ്ടിയിലാവും. അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വന്നപ്പോൾ അസുഖം വന്നു. അസുഖം വന്നപ്പോൾ ചെന്നിട്ട് പ്രാർത്ഥിക്കുക, ഈ സമ്പത്തൊക്കെ അങ്ങോട്ട് എടുത്തോളൂ അമ്മേ, എനിക്ക് എൻ്റെ പഴയ സമാധാനവും സുഖവും മതി. അപ്പോഴും ഭക്തി ചോദിച്ചില്ല. നമ്മൾ എന്താ ചോദിക്കണ്ടേ? ഒന്നും വേണ്ട, എനിക്ക് അങ്ങയുടെ ആ സാന്നിധ്യം, ഇത്തിരി രാമചന്ദ്ര ഭക്തി വേണമെന്ന് പറയാ. ഇവിടെ ഭരതനുള്ളത് ഭക്തിയാണ്. അതുകൊണ്ടാണ് രാജ്യം അദ്ദേഹം നിരസിച്ചത്. അച്ഛൻ വെച്ച് നീട്ടി, ഇനി 14 വർഷം ഭരിച്ചോ എന്ന് പറഞ്ഞു സന്തോഷത്തോടെ. അല്ലെങ്കിലും കൈകൈ മാതാവ് സ്വന്തം അമ്മ വെച്ച് നീട്ടി, എന്ത് മതി? എനിക്ക് രാമസാന്നിധ്യം മതി, വേറെ എന്ത് വേണ്ട? വേറെ ഒരു രാജ്യം എനിക്ക് വേണ്ട എന്ന് പറയാ. ഭക്തനായ ഒരു മനുഷ്യൻ, ഇനി നമ്മുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. ഭക്തനായ ഒരു മനുഷ്യൻ ഒരിക്കലും ഒരു ക്ഷേത്രനടയിൽ അല്ലെങ്കിൽ ഒരു ആശ്രമത്തിൽ പോയി സമ്പത്തല്ല ചോദിക്കുക. എന്താ ചോദിക്കേണ്ടത്? സദാ ഈശ്വര സ്മരണ. എന്താ ഭാഗവതം പറയുന്നത്? സദാ സേവ്യ, സദാ സേവ്യ. എല്ലാ സമയത്തും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഇരിക്കാവൂ, ആ സമയത്തും മനസ്സിൽ ചിന്തയാകുന്നതു സംസാരകാരിണി. ചിന്തകൾ വന്നു കഴിഞ്ഞാൽ മനസ്സിനൊരു സുഖം ഉണ്ടാവില്ല. ഞാൻ വണ്ടിയിൽ പിറകിലിരുന്ന് ഇങ്ങനെ പോരുക, ആ സമയത്ത് ഓരോ കാര്യങ്ങൾ പഴയത് മനസ്സിലേക്ക് ഓടി വന്നു. അപ്പം ഞാൻ ഈ വരിക ഓർത്തു, എന്തിനാ ചിന്തിക്കണേ? ബൈഗോൺസ് ആർ ബൈഗോൺസ്, കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. ഇനി എന്താ? ഇനി മുന്നോട്ട്. ഇത്ര ചിന്തിച്ചു. എന്ത്? ശ്രീ ഭഗവതിയുടെ മുന്നിൽ ഇവിടെ പണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിട്ടൊരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു. പഴയ ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും ഇല്ലേ? അന്ന് ഞാൻ +2 പഠിക്കുന്ന കാലത്തെ ശനി ഞായറും കിട്ടുമ്പോൾ ഈ പത്രത്തിൽ ഭാഗവത സപ്താഹം കാടാമ്പുഴയിൽ നിന്നൊക്കെ കാണുമ്പോൾ എൻ്റെ ഭാഗവതവും ഓടി വരും. ഇവിടെ വന്നിരുന്നു. അന്ന് ഇവിടെ ആഞ്ഞം കൃഷ്ണൻ തിരുമേനിയാണ് സപ്താഹം നടത്തുന്നത്. അവിടെ വന്നിരുന്നു ഭാഗവതം നിവർത്തി. ഒരു ചെറിയ പെൺകുട്ടി ഭാഗവതമായിട്ട് കാണുമ്പോൾ അവർക്കൊക്കെ സന്തോഷം.
എല്ലാവരും പ്രോത്സാഹിപ്പിക്കും. അപ്പം അന്ന് ആ ആചാര്യൻ്റെ മുന്നിൽ വന്നിരിക്കുമ്പോൾ എല്ലാവരും എന്താ ആഗ്രഹിക്കുക? എല്ലായിടത്തും തൊഴും. സപ്താഹവേദിയിലും വന്ന് തൊഴും. എന്നിട്ടും പ്രാർത്ഥിക്കൂലേ? എന്തൊക്കെ എന്നാ പ്രാർത്ഥിക്കാനുള്ളത്? നമുക്ക് ഒന്നുമില്ല ശരിക്കും. അവിടെ വന്ന് തൊഴുത് നമസ്കരിച്ച് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരാഗ്രഹമാണ് ഈ ദുർഗയുടെ നടയിൽ വന്നിട്ട് ആ ആഞ്ഞം തിരുമേനി ഇരുന്ന പോലെ ആ വ്യാസപീഠത്തിൻ്റെ മുന്നിലൊന്ന് ഇരിക്കണേ അമ്മേ. ഒരു ഉള്ളിൽ വലിയൊരു ആഗ്രഹമായിരുന്നു അത്. വർഷങ്ങൾക്ക് ശേഷം, ഒരുപാട് ജീവിത പ്രശ്നങ്ങൾക്ക് ശേഷം വീണ്ടും ഭഗവതി ആ ഒരു ആഗ്രഹം മാത്രം, അത് എന്താണ്, നമ്മളുടെ ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരാഗ്രഹമാണെങ്കിലും കൂടി എന്താ ഭക്തിയുടെ ആഗ്രഹം. അതുകൊണ്ട് ഒരു അമിതമായ ആഗ്രഹമല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവും ഇപ്പോൾ ഒരു 3-4 വർഷമായില്ലേ ശ്രീ ഭഗവതി കാടാമ്പുഴേക്ക് ഇങ്ങോട്ട് വിളിക്കും കർക്കിടകമായ. ഇതിലും വലിയൊരു സന്തോഷം ഇല്ല. കാരണം ആ തിരുനടയിൽ വന്ന് ആ കുളത്തിൻ്റെ കരയിലൊക്കെ ഉച്ചയ്ക്ക് ആ ഭാഗവത സപ്താഹത്തിന് ഒരു ബ്രേക്ക് ഉണ്ടല്ലോ, പോയി ഇങ്ങനെ ഇരിക്കും മീങ്ങളെ നോക്കിയിട്ട്. അപ്പോഴൊക്കെ മനസ്സിൽ വലിയ വലിയ എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടാവേണ്ട പ്രായമായി. ഇതായിരുന്നു ആഗ്രഹം, ഭാഗവതം എങ്ങനെയെങ്കിലും ഒന്നും ഇങ്ങോട്ട് പഠിക്കണം. രാമായണം ഞങ്ങളുടെ നാട്ടിൽ വായിക്കുമ്പോൾ കരുതും ഈ രാമായണം ഇരുന്നിങ്ങനെ പ്രഭാഷണം നടത്തണം, ഈ വായിച്ചു പോകണമെന്നല്ല, ഇതിലെ തത്വങ്ങളൊക്കെ പറയണം. അതിനും അവസരം കിട്ടിയില്ലേ? ഇപ്പം ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു. ഇനി എന്തിനാ പിന്നെ വിഷമിക്കണേ? ജീവിതമാകുമ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നും പോയും കൊണ്ടിരിക്കും. ഒരു മഹാരണ്യാണ് നമ്മളുടെ മനസ്സ്. ആ കാട്ടിനുള്ളിൽ എല്ലാ കരടികളും പുലികളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നീച്ച് പൊന്തിക്കും അല്ലേ, കണ്ണ് തുറന്ന് നോക്കും. അപ്പം നമ്മുടെ മനസ്സ് മാറും. ഇവിടെ പറയാണ് ഭക്തൻ ഒരിക്കലും സമ്പത്ത് ചോദിക്കേണ്ട, ലക്ഷ്മി കൂടണ്ടേ. ലക്ഷ്മി നിശങ്കലീലാ നിലയനം നാരായണീയം പറയുന്നില്ലേ, ലക്ഷ്മി ഇവിടെ തന്നെയുണ്ട്. ഭഗവാനെ കിട്ടിയ പിന്നെ ലക്ഷ്മിയെ വേറെ ചോദിക്കേണ്ട, ആ സമ്പത്ത് കൂടെ വരും. അതുകൊണ്ട് സദാ ഈശ്വരസ്മരണ ഉണ്ടാവേണമേ എന്നാണ് ഭക്തൻ പ്രാർത്ഥിക്കേണ്ടത്. ഇനി മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടത് ത്യാഗാണ്. ആരാ ത്യജിക്കുന്നത്? രാമൻ രാജ്യം ത്യജിച്ചു, വനത്തിലിരുന്ന് ധർമ്മം പരിപാലിച്ചു. അതേസമയം ഭരതൻ അധികാരം ത്യജിച്ചു. അധികാരം ത്യജിച്ചിട്ട് പറയാണ് ഞാൻ രാജധാനിയിലിരുന്ന് ധർമ്മം പരിപാലിക്കും. രണ്ടുപേരും ത്യാഗമാണ് ചെയ്തത്. ഒരാൾക്ക് രാജ്യം വേണ്ട, ഒരാൾക്ക് എന്ത് വേണ്ട? വനവാസം മതി, രാജ്യം വേണ്ട. മറ്റേ പറയും എനിക്കും രാജ്യം വേണ്ട. രണ്ടാളും രാജ്യം ത്യജിച്ചു. സത്യം പറഞ്ഞ രാജകീയ സുഖലോലുപതകളെല്ലാം ത്യജിച്ചു. രാജാവായാൽ എന്തെല്ലാം സുഖമുണ്ടാവില്ലേ? പക്ഷെ അതൊന്നും വേണ്ട. സ്ഥലം മാറും, പക്ഷേ ധർമ്മം മാറില്ല എന്ന് പറയാണ് ഗ്രന്ഥങ്ങൾ. നമ്മുടെ എല്ലാം സ്ഥലങ്ങൾ മാറും. കാലദേശാവധിഭ്യാം എന്നല്ലേ പറയുന്നത്? കാലങ്ങൾക്കും ദേശങ്ങൾക്കും അനുസരിച്ച് എല്ലാം മാറും, പക്ഷേ ധർമ്മം എല്ലായിടത്തും ഒരുപോലെയാണ് കേട്ടോ എന്ന് പറയാം. ഇനി അധികാരത്തെക്കുറിച്ച് ഈ ഭരതരാഘവ സംവാദത്തിൽ പറയുന്നുണ്ട്. എന്താ? സേവനത്തെക്കുറിച്ചത്. സേവനത്തിനുള്ളതാണ് അധികാരം. നമ്മുടെ ഇവിടെ അധികാരം കിട്ടിയാൽ എന്താ ചെയ്യുന്നല്ലേ? ആദ്യം എൻ്റെ പോക്കറ്റ് ഒന്ന് നിറയട്ടെ അല്ലേ? രാഷ്ട്രീയം പറയരുതെന്ന് മാഷ് പറയാറ് കേട്ടോ. എന്നിട്ട് എൻ്റെ പ്രജകളെയൊക്കെ ഞാൻ നന്നാക്കാം. അധികാരം സേവനത്തിനുള്ളതാണ് എന്ന് കാണിച്ചു തരിക. അതാണ് എന്ത് പറഞ്ഞ ആ പാതുകാം ദേഹി രാജേന്ദ്ര രാജ്യായതേ. ആ പാതുകങ്ങൾ എനിക്ക് തരൂ, ഞാനത് സേവന മനോഭാവത്തിൽ സിംഹാസനത്തിൽ വെച്ച് പൂജിച്ച് ആരാധിക്കാം. രാജാവ് എന്ന ഭാവം ഇല്ലാതെ ഒരു പ്രതിനിധിയെ പോലെ നന്ദിഗ്രാമത്തിൽ ജീവിച്ചു എന്നാ പറയുന്നത്. ലളിതമായ ഭക്ഷണവും കഴിച്ചിട്ട് ജനങ്ങളെ സേവിക്കാനാണ് ഭരണം കയ്യിൽ കിട്ടുന്നത്. ഭരണം ഇങ്ങനെ 5 വർഷം കൂടുമ്പോൾ മാറി മാറി വരുന്നുണ്ടല്ലോ. നന്നായി ഭരിച്ചവർ വീണ്ടും ഭരിക്കുന്നു, അല്ലാത്തവരെന്ത് ചെയ്യുന്നു? പിന്നെ താഴെ വീഴുന്നു. നമ്മൾ പരീക്ഷണം അല്ലേ, ജനങ്ങൾ പരീക്ഷണം മാറി മാറി കുത്തുന്നു. ആരോ ഭരിച്ചോട്ടെ, നമുക്ക് എന്ത് മതി? രാവിലെ എവിടെ വരിക, ദുർഗയെ ഒന്ന് കണ്ണ് നിറയെ അങ്ങോട്ട് കണ്ടു തൊഴുക, ഒരൊറ്റ നമസ്കാരം, ഇനിയൊക്കെ അവിടെ തീരുമാനിച്ചോളൂ കിട്ടോ എന്ന്. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ വന്നിരിക്കുക, രാമായണം വായിക്കുന്നത് കേൾക്കുക. രാമായണം കഥ പറയുന്നത് ആര് പറയുന്നു എന്നല്ല, എന്ത് പറയുന്നു? രാമകഥയാണോ പറയുന്നത്? മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. രാമകഥ ഉണ്ടോ? അവിടെ ആര് വന്നിരിക്കുന്നുണ്ടാവും? ഹനുമാൻ സ്വാമി വന്നിരിക്കുന്നുണ്ടാവും എന്നാ പറയാം. ഇനി ഈ ഭരതരാഘവ സംവാദത്തിൽ എന്താ മനസ്സിലാക്കണ്ടേ? രാജ്യത്തിനും സ്വത്തിനും മുതലിനും ഒക്കെ ഇത്ര പ്രാധാന്യമേ ഉള്ളൂ അല്ലേ? അറ്റാക്കിൻ്റെ കാലഘട്ടം, ക്യാൻസറും കിഡ്നി എവിടെ നോക്കിയാലും ഒരു ദിവസം സമാധാനമായി ഈശ്വരസ്മരണയോട് ജീവിച്ചാൽ അതുണ്ട്. നാളെ നമ്മൾ ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് സഹോദരങ്ങൾ സ്വത്തിന് വേണ്ടി അടികൂടാൻ നിൽക്കാതെ, കോടതി വരാതെ കയറി ഇറങ്ങാതെ എന്ത് ചെയ്യണം?
സമാധാനമായിട്ട് ജീവിക്കുക. ഏതെങ്കിലും ഒരു ഗ്രന്ഥം നമ്മളുടെ സ്വന്തമാക്കുക. ഇവിടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് നീട്ടുക, എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട്. അതായത് മത്സരം ഇവിടെ ധർമ്മത്തിന് വേണ്ടിയാണ്, അധികാരത്തിന് വേണ്ടിയല്ല നടന്നത്. അങ്ങനെ ആയിരിക്കണം നമ്മുടെ സഹോദരങ്ങൾ. രാമൻ്റെ ധർമ്മം, ആ ഒരു ഉറച്ച മനസ്സ്, ഭരതൻ്റെ ഭക്തി, വിനയം, ഇത് നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ രാമായണത്തിലൂടെ പോകുമ്പോൾ നമ്മളുടെ മനസ്സ് ശുദ്ധീകരിക്കാൻ വേണ്ടി ഇങ്ങനെ തത്വങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ എന്തുണ്ടാവില്ല? വേറെ ചിന്തകളൊന്നും മനസ്സിലേക്ക് കയറില്ല. ചിന്തയാകുന്നതു സംസാരകാരിണി. അപ്പോൾ സംസാരത്തിൽ നിന്നും വിട്ടു നിൽക്കാം. ഇത്രയും പറഞ്ഞ് ഭരതരാഘവ സംവാദം അവിടെ നിർത്തിയതിന് ശേഷമാണ് ഇനി തീരുമാനിക്കുകയാണ്. ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. ശ്രീരാമചന്ദ്രൻ എന്ത് തീരുമാനിച്ചു? മിത്രങ്ങൾ വരും, കുടുംബക്കാർ വരും, എല്ലാ അനിയന്മാർ വരും. അതുകൊണ്ട് ഇനിയും ഉൾക്കാട്ടിലേക്ക് പോകാം. അത്ര ആശ്രമപ്രവേശം. ഇതോടുകൂടിയാണ് ആ കാണ്ഡം അവസാനിക്കുക. ശ്രീരാമചന്ദ്രൻ അത്രി മുനിയുടെ ആശ്രമത്തിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. കാനനത്തിൽ പോയാൽ എന്താ കാണുക? ഒരുപാട് ആശ്രമങ്ങൾ കാണും. ഇതിനൊക്കെ ഒരുപാട് തത്വങ്ങളുണ്ട് കേട്ടോ. രാമൻ അത്രി മുനിയെ അങ്ങോട്ട് നമസ്കരിച്ചു. നമസ്കാരം, പ്രത്യേകിച്ച് ഗുരുവന്ദനം ചെയ്യണം എന്ന് പഠിപ്പിക്കുക നമ്മളെ. രാമനാണ് ഞാൻ എന്ന് പറഞ്ഞു. മഹർഷിയെ, ഞാൻ ശ്രീരാമചന്ദ്രനാണ് എന്ന് പറഞ്ഞ് അങ്ങയുടെ തൃപ്പാദങ്ങൾ കാണാൻ കഴിഞ്ഞത് എനിക്ക് ഏറ്റവും ധന്യത തരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ ഭാഗം തുടങ്ങുന്നത്. ഈ അത്രി മാമുനി തൻ്റെ മുൻപിൽ നിൽക്കുന്നത് മോക്ഷപ്രദനായ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കിയും അതുകൊണ്ട് തന്നെ മാമുനീശ്വരൻ വേഗം എന്താ ചെയ്യുന്നത്? അർഘ്യപാദ്യങ്ങളൊക്കെ എടുത്തുകൊണ്ടുവന്ന് ശ്രീരാമചന്ദ്രനെ മാത്രമല്ല, സാക്ഷാൽ ശ്രീ ഭഗവതിയായ സീതാദേവിയെയും അനന്തനായ ലക്ഷ്മണനെയും എല്ലാം വേണ്ട പോലെ ഉപചരിച്ചു. അർഘ്യപാദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ക്ഷീണിച്ചല്ലേ വരിക. ഇത്തിരി വെള്ളം, അതുമാതിരി ഇത്തിരി ഫലങ്ങൾ. നമ്മളിപ്പോൾ എന്താ ബേക്കറി കൊടുത്ത് ആകെ കറിയയിൽ ഫലമൂലാദികളൊക്കെ കൊടുത്തു. ഇങ്ങനെ അവരെ സ്വീകരിച്ചിരുത്തി ഓരോ കാര്യങ്ങളൊക്കെ, കുശല പ്രശ്നങ്ങളൊക്കെ നടത്തി. കാരണം മാമുനീശ്വരന്മാർക്കെല്ലാം അറിയാം, സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരല്ലോ, വേറൊന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും കുശല പ്രശ്നങ്ങളൊക്കെ ചോദിച്ചു, യാത്രയിലെ ബുദ്ധിമുട്ടുകളെയൊക്കെ കുറിച്ച് ചോദിച്ചു. ഭരതൻ വന്ന് തിരിച്ചു പോയ കാര്യമൊക്കെ ഭഗവാൻ അങ്ങനെ പറഞ്ഞു. ആ സമയത്ത് പറയുകയാണ്, സീതാദേവി ഇതും കേട്ട് ഇങ്ങനെ മാറി നിൽക്കുക, അവരുടെ കൂടെ ഇരിക്കുന്നില്ലല്ലോ. ആ സമയത്ത് പറയാണ്, സീതേ അകത്തേക്ക് ചെല്ലൂ, വൃദ്ധ താപസിമാരിൽ ഏറ്റവും ഉത്തമയും ധർമ്മജ്ഞയുമായ എൻ്റെ പത്നി അകത്തുണ്ട്, ആശ്രമത്തിനുള്ളിലുണ്ട് എന്ന്. ആരാ അവിടെ ഉള്ളത്? അനസൂയ അല്ലേ? പേരെന്നെ നോക്കൂ, അനസൂയ. അസൂയയില്ലാത്തവൾ. നമ്മൾ എന്തൊക്കെ പേരപ്പെടുന്നത് കുട്ടികൾക്കില്ലേ? ഒരർത്ഥവും ഉണ്ടാവില്ല. പക്ഷേ സഹസ്രനാമങ്ങളിൽ ഒരു നാമം ഇടുക, ആ നാമം തന്നെ വിളിക്കും ചെയ്യണം എന്നാ. അജാമിളേനെ എന്താ വിളിച്ച്? നാരായണ എന്ന് വിളിച്ചിട്ട് മോക്ഷം കിട്ടിയില്ലേ? മക്കളെ വിളിച്ചിട്ടെങ്കിലും മോക്ഷം കിട്ടട്ടെ വെച്ചിട്ടാണ് അങ്ങനെ നമ്മുടെ കാരണവന്മാർ പറഞ്ഞത്. ഇവിടെ സീതാദേവി വേഗം ശ്രീരാമചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കുക, അനുവാദത്തിന് പോയിക്കോട്ടെ അകത്തേക്ക് എന്ന്. അപ്പോൾ തല കൊണ്ട് പോയിക്കോളാൻ പറഞ്ഞതും രാമൻ്റെ അനുവാദത്തോടുകൂടി അനസൂയയുടെ അടുത്തേക്ക് ചെല്ലാണ് സീതാദേവി. അനസൂയ ദേവിയുടെ പാദങ്ങൾ അങ്ങോട്ട് തൊട്ട് വണങ്ങി. അപ്പോൾ എന്താ പറയുന്നതെന്നറിയോ? വത്സേ വരികരികേ ജനകാത്മജേ സത്സംഗമം ജന്മസാഫല്യമോർക്ക നീ. അണ്ടർലൈൻ ചെയ്തു വെക്കേണ്ട വരിക, സത്സംഗമം ജന്മസാഫല്യമോർക്ക നീ. നമ്മൾ സത്തുക്കളുമായി സംഘമാണ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ എല്ലാവരും വർഷങ്ങളായി ഒരു കൂട്ടായ്മ അല്ലേ, നാരായണീയ സമിതി അല്ലേ, അപ്പുകാരൊക്കെ കൂടി സംഭവമായിട്ടല്ലേ നിങ്ങൾ പോണത്. എത്ര തരം യൂണിഫോമാ കാടാമ്പുഴ മാതൃസമിതിക്ക്, അതൊക്കെ ഒരു സന്തോഷമാണ് കാണുമ്പോൾ. അപ്പോൾ ഇതൊക്കെ അങ്ങനെ ഓരോ യാത്രകൾ നമ്മൾ എങ്ങടൊക്കെ പോയി. പക്ഷെ ഭഗവതിയുടെ ക്ഷേത്രത്തിൻ്റെ പേരിലൊരു മാതൃസമിതി, അതിലൊരു അപ്പുകാരുടെ കൂടെ ഒരു യൂണിഫോം ഇട്ടിട്ട് അങ്ങനെ പോവുക, ആ കൂടെ ഇരുന്ന് നാരായണീയ അങ്ങനെ ചൊല്ലുക. ഇതിലും വലിയൊരു സുഖം എന്താ ഉള്ളത്? ഇവിടെ പറയാണ്, സത്സംഗമം ജന്മസാഫല്യമോർക്ക നീ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ മുത്തശ്ശനോ മുത്തശ്ശിയോ അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ അനിയന്മാരോ മക്കളെ പേരക്കുട്ടികളോ അവരുടെയൊക്കെ കൂടെ ഇരുന്ന് കളിക്കുമ്പോൾ ഒരു സുഖമുണ്ട്, ഇല്ലയെന്നില്ല. അത് ലൗകിക സുഖം. ആ സുഖത്തിനേക്കാൾ വലിയൊരു സുഖം ഇവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നില്ലേ? പ്രത്യേകിച്ച് രാമായണ മാസത്തിലൊക്കെ പലതരം ആചാരം
ആചാര്യന്മാർ ഇന്നലെ പറഞ്ഞ പോലെ ആവില്ല ഇന്ന് പറയാം, ഇന്ന് പറഞ്ഞ പോലെ ആവില്ല നാളെ പറയാം, ചിലപ്പോൾ എല്ലാ കൊല്ലം ഓരോരുത്തർ തന്നെയാവും. എങ്കിലും പുതിയ പുതിയ ആചാര്യന്മാരുടെ മുന്നിലിരുന്ന് ഇതിങ്ങനെ കേൾക്കുക പറയുക. ഒറ്റയ്ക്കിരുന്ന് എത്ര നേരം രാമായണം വായിക്കുക? ഉറങ്ങും, കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങി തൂങ്ങാൻ തുടങ്ങൂലേ. പക്ഷേ ഒരു ആചാര്യൻ അങ്ങനെ പറയാം, നമ്മളിരുന്ന് ആ രാമകഥ അങ്ങനെ സുഖിച്ച് അത് ജീവിതം ചേർത്ത് പറയുമ്പോൾ ഇതിന് വലിയ സന്തോഷം വേറെ ഇല്ല. ഞങ്ങളെ ഷാരടി പറയുമ്പോൾ എനിക്ക് ഏറ്റവും ആകർഷണം അതായിരുന്നു. ഭാഗവതം പറയുമ്പോഴേ ഇതിലും വലിയൊരു സന്തോഷമില്ല. ആ സപ്താഹവേദിയിൽ അവിടെ പോയിരിക്കുക. അപ്പോഴാണ് അമ്മ പറഞ്ഞെങ്കിൽ അങ്ങനെ എന്നും ഭാഗവതത്തെ കൂടെ ഒന്നും പോവണ്ട, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് പിടിച്ച് പിന്നാക്കിട്ട് ഒരു 4-5 കൊല്ലം അവിടെ കിടക്കണം. പിന്നെ വീണ്ടും ഇതിലേക്ക് തന്നെ വന്നു. അതാണ് ഇത്തിരി ഒക്കെ നമുക്ക് ഭക്തി ഉണ്ടെങ്കിലേ പ്രാരബ്ധം എത്ര വന്നാലും ആ ജ്ഞാനം, നേടിയ ജ്ഞാനം നശിക്കാതെ സൂക്ഷിച്ച ഭഗവതി പിന്നെയും കൈപിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുത്ര. അങ്ങനെയാണ് വീണ്ടും നമ്മൾ ഈ വ്യാസപീഠത്തിന് മുന്നിലെത്തുന്നത്. ഇവിടെ എന്താ പറഞ്ഞത്? സത്സംഗമം ജന്മസാഫല്യം ഓർക്ക നീ. രാമായണത്തിലെ ഏറ്റവും അവസാനം അയോധ്യാകാണ്ഡത്തിൽ ചെറിയൊരു ഭാഗമാണ് അത്ര ആശ്രമപ്രവേശം. പക്ഷേ ആ ചെറിയ ഭാഗത്തിൽ പറയുന്ന വലിയ ഒരു വരിയാണ് സത്സംഗമം ജന്മസാഫല്യം ഓർക്ക നീ. അതായത് സത്തുക്കളുമായി ഒരു സംഘം ഉണ്ടാവുക. സത്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിനുള്ളിൽ നന്മ ഉള്ളവരെല്ലാം സത്തുക്കളാണ്. സത്തുക്കളെയാണ് എങ്ങനെ എത്തിപ്പെടൂ? ഇങ്ങനെയുള്ള വേദികളിൽ വന്നിരിക്കൂ. ഇപ്പോൾ രാമകൃഷ്ണ പരമഹംസർ പറയും, മത്സ്യം വിൽക്കുന്ന മാർക്കറ്റുകളിൽ തിരക്ക് കൂടുതലാണ്, രത്നം വിൽക്കുന്ന കടയിലോ തിരക്ക് കുറവല്ലേ? അതുപോലെയാണ് പ്രഭാഷണ വേദികൾ. അതൊന്നും ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ട. നിങ്ങളിവിടെ എത്തിയോ, നിങ്ങൾ സന്തോഷിച്ചോളൂ. ശ്രീ ഭഗവതി നിങ്ങളെ അനുഗ്രഹിച്ചു, പ്രാരാബ്ധം കുറേ ഒഴിഞ്ഞു പോയി എന്ന് ഈ വൃദ്ധ താപസി ഇങ്ങനെ പറയാണ് സീതാദേവിയോട്. അതുകൊണ്ട് വരൂ മോളെ എന്ന് പറഞ്ഞ് മാറോടണച്ച്, സാക്ഷാൽ ശ്രീ ഭഗവതിയല്ലേ, ആ സത്സംഗമം എൻ്റെ ജന്മസാഫല്യമാണ് മോളെ എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ മുത്തശ്ശിമാർ ചെയ്യുക? ആ കബോർഡിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കും. ചിലരുണ്ടല്ലോ വിളിച്ചു കൊണ്ടുപോകും പ്രഭാഷണമൊക്കെ കഴിഞ്ഞാൽ. വീട്ടിലങ്ങോട്ട് ചെന്നാൽ അവർക്ക് എന്തൊക്കെയാ തരേണ്ടത് എന്നറിയില്ല, ഒന്നും വേണ്ട പറഞ്ഞാലും കഴിയില്ല. അതുപോലെ അവരെങ്ങനെ എന്തൊക്കെയോ വിചാരിക്കുന്നു. പക്ഷെ നമുക്കുണ്ടല്ലോ അവരുടെ ആ ചിരിക്കുക, ഉള്ളു തുറന്നിട്ടുള്ള ആ ചിരി, ആ സ്നേഹം, ആ സ്വീകരണം. എന്നിട്ട് ഒക്കെ തപ്പി തെരഞ്ഞെടുത്തു. എന്തൊക്കെയാണ് എടുത്തത്? വിശ്വകർമാവ് നിർമ്മിച്ച കുറിക്കൂട്ട്, അതാണ് അംഗരാഗം. അവരീൻ്റെ അവിടെ കിടക്കുന്നുണ്ട് അതിന് താഴെ. അംഗരാഗം എടുത്തു കൊടുത്തു സീതാദേവിക്ക്. സ്ത്രീകളല്ലേ. അത് കഴിഞ്ഞ് നല്ല ഒരു പട്ടുവസ്ത്രം. ഈ മരവുരിയൊന്നും ചുറ്റി നീ നടക്കണ്ട. ആരോടാ കാട്ടിൽ പോകാൻ പറഞ്ഞ്? രാമചന്ദ്രനോടല്ലേ. നീ ഈ പട്ടുവസ്ത്രം തന്നെ ഉടുത്തോളൂ, നിനക്ക് കാന്തി ഒട്ടും കുറയരുത് എന്നാണ് പറഞ്ഞു കൊടുക്കണത്. മുത്തശ്ശിമാരെന്താ നമ്മളോട് പറയാ? പെൺകുട്ടികൾ അണിഞ്ഞൊരുങ്ങി നടക്കണം അല്ലേ? അങ്ങനെ പറ. കർക്കിടക മാസമായ അമ്മ പറയും കണ്ണ് എഴുതണം അല്ലേ, പൊട്ടു തൊടണം, രാവിലെ എണീട്ടാ എന്താ ദശപുഷ്പം ചൂടണം. അതൊക്കെ കിട്ടാല്ലാതെ കഴിയുന്നതൊക്കെ ചെയ്യാം. പട്ടുവസ്ത്രം കൊടുത്തു. അതിനുശേഷം 2 കുണ്ടലങ്ങളും കൊടുത്തു. ഇതൊക്കെ അവിടെ അഴിച്ചു വാങ്ങിയില്ലേ? ഒക്കെ അഴിച്ച് ദാനധർമ്മം ചെയ്തില്ലേ? ദാനമരുന്ധതിക്കായി കൊണ്ടു നൽകുക വരി മറന്നില്ലല്ലോ. അങ്ങനെ എല്ലാവർക്കും കൊടുത്ത ഒരു സന്തോഷത്തോടെ പിരിഞ്ഞതാണ്. പക്ഷേ സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങിയാലാണ് അവർക്ക് ചന്തം ഒന്നും കൂടിയും കൂടുക എന്നുള്ളത് കൊണ്ട് തന്നെ ആ വൃദ്ധ താപസിയായ അനസൂയാദേവി അംഗരാഗവും പട്ടുവസ്ത്രവും കുണ്ടലങ്ങളും നൽകി സീതാദേവിയോട് പറയാണ്, ഇത് വിശ്വകർമാവ് സൃഷ്ടിച്ചതാണ്. നീ പതിവ്രത ധർമ്മം അനുസരിച്ച് ഇങ്ങോട്ട് വന്നത് എത്രയും നന്നായി രാമനോടൊപ്പം. പക്ഷേ ഒന്നും വേണ്ടാന്ന് വെക്കണ്ട, ഒന്നും എന്ത് ചെയ്യരുത്. നമ്മൾ മുത്തശ്ശി എന്താ പറയുക, ചത്ത് കിടക്കുകയാണെങ്കിലും ചമഞ്ഞ് കിടക്കണമെന്ന്. പെണ്ണുങ്ങൾ അണിഞ്ഞൊരുങ്ങണം. പറയുകയാണ് നിന്റെ ദേഹകാന്തി ഒരിക്കലും കുറയില്ല എന്ന് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ കുറച്ചു കാലം വനവാസമൊക്കെ കഴിഞ്ഞാൽ നീ രാജധാനിയിലേക്ക് തിരിച്ചുപോയി ദീർഘകാലം സുഖമായി വസിക്കണം എന്നും പറഞ്ഞു. ഈ അത്രി മഹർഷി അന്ന് സമൃദ്ധമായ ഒരു സദ്യ ശ്രീരാമചന്ദ്രനും സീതാദേവിക്കും ലക്ഷ്മണനും നൽകി. ഇങ്ങനെ പറഞ്ഞ് സാക്ഷാൽ നാരായണനാണ് അങ്ങ് എന്ന് എനിക്കറിയാമെന്നും ഭഗവാനോട് പറഞ്ഞു. സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ നാരായണൻ തിരുവടി വീട്ടിലേക്ക് ആശ്രമത്തിലേക്ക് വന്ന് അദ്ദേഹത്തെ മൃഷ്ടാന്ന ഭോജനം കൊടുത്ത് സ്വീകരിക്കാൻ കഴിയുക. ആ മുനീശ്വരൻ്റെ ഭാഗ്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതിഥി ദേവോ ഭവ, ആതിഥ്യമര്യാദ പാലിക്കാൻ കിട്ടുന്ന ഒരവസരവും മുടക്കരുത് എന്ന് പറയാം. പിന്നെ പറയാം നിൻ്റെ മായയാണ് ഈ സർവത്തിനും കാരണം എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇന്ന് നീ ഇങ്ങനെ ഈ താപസവേഷത്തിൽ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നും പറഞ്ഞ് അന്ന് രാത്രി അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ അവർ ഉറങ്ങുകയാണ്. അങ്ങനെ ഉമാദേവിയോട് കൈലാസനാഥൻ പറഞ്ഞ കഥ അയോധ്യാകാന്ഡം സമാപിപ്പിച്ചു. ഇനി ഈ അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോയപ്പോഴുള്ള തത്വം എന്താ അതും കൂടി പറയാം.
ഇതിപ്പോൾ ചെറിയൊരു ഭാഗമാണ്, വായിച്ചു പോകുമ്പോൾ ഒരു കാര്യം മാത്രമാണ് മനസ്സിൽ തങ്ങുക. എന്ത് തങ്ങും? സത്സംഗമം ജന്മസാഫല്യം ഓർക്ക നീ. എത്രയോ കാലത്തെ പുണ്യം, എത്രയോ ജന്മങ്ങളുടെ പുണ്യമാണത്ര ഒരു ക്ഷേത്രാന്തരീക്ഷത്തിൽ ഇങ്ങനെ വന്ന് ഒരു എന്താ നമ്മുടെ ഇതിൻ്റെ പേരിട്ടിരിക്കുന്നത്, നവരാത്രി മണ്ഡപം. നവരാത്രി മണ്ഡപത്തിൽ ഇങ്ങനെ പറയുന്നവനേക്കാൾ ഭക്തി കേൾക്കുന്നവനാണത്രേ. ഇതിനാ 2 ചെവി തന്ന് കൂടുതൽ കേൾക്കാനും കുറച്ച് പറയാനും. ഭഗവാനെ ഏറ്റവും ഇഷ്ടം ഹനുമാനെ പോലെ ശ്രദ്ധിച്ചിരിക്കുന്ന ഭക്തനെയാണ്. അത് വലിയൊരു ഭാഗ്യം തന്നെ. ഇവിടെ പറയാണ് 3 പേരാണ് അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് കയറി ചെന്നത്. ശരിക്ക് അവിടെ ഒരു വരിയും കൂടി വരുന്നുണ്ട് അടുത്ത ഭാഗത്തിൽ. ജീവാത്മാവും പരമാത്മാവുമാണ് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും. ലക്ഷ്മണൻ ജീവാത്മാവാ. എന്താ പറയുന്നത്? നീ മുന്നിൽ നടക്കണം, നടുവിൽ സീത പിറകെ ഞാൻ. ഭഗവാൻ പരമാത്മാവ്. ഇവരുടെ ഇടയിൽ ഒരാളുണ്ട്, അതാണെന്ത്? യോഗമായ. മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു. ഈ മായാദേവി ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ ശരിയാ അതന്നെ സുഖമെന്ന് നമുക്ക് തോന്നുന്നത്. ഇവിടെ ഈ ജീവാത്മാവും പരമാത്മാവും യോഗമായാദേവിയും കൂടി ഇങ്ങടെ കയറി ചെന്ന് അത്രിയുടെ ആശ്രമം, ഗുരുവിൻ്റെ ആശ്രമം. അത്രി മഹർഷിയാണ്. അത്രി എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഒരു മഹർഷിയാണ്, താപസനാണ്. അതിനെക്കുറിച്ച് ഇനി പറയാം. ഗുരുവിൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേർന്നത് ഭഗവാന്റെ ആത്മീയ യാത്രയുടെ ഭാഗമായിട്ടാണ്. ഭഗവാന്റെ ആത്മീയ യാത്ര നമുക്ക് കൂടി ഒരു പാഠമാണ്. അതെന്താ? നമ്മളും പോകണം എന്നാണോ? പോകണം. നമ്മുടെ ഇവിടെ പലയിടത്തും പല ആശ്രമങ്ങളും ഇല്ലേ? എത്ര സ്ഥലത്ത് നമ്മൾ പോകാറുണ്ട്. അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഇനി അത്രി മഹർഷി, പേര് തന്നെ എന്താ? അത്രി. മനോഹരമായ ഒരു അർത്ഥം ഇതിനുണ്ട്. ത്രി എന്ന് പറഞ്ഞാൽ എന്താ? ത്രീ എന്ന് സംസ്കൃതത്തിലും 3 ഇംഗ്ലീഷിലും 3 അല്ലേ? ത്രീ എന്ന് പറഞ്ഞാൽ 3. 3 ഒരു സംഖ്യ, ഭയങ്കര സംഖ്യയാണ്. നമ്മളുടെ വലിയൊരു സംഖ്യയാണ് ഹിന്ദുവിൻ്റെ 3 പ്രദക്ഷിണം വയ്ക്കാറില്ലേ? ഏത് അമ്പലത്തിൽ ചെന്നാലും 3 അല്ലേ? വ്യത്യാസം ഉണ്ടെന്ന് അറിഞ്ഞാലും അതിനെ തോന്നുള്ളൂ. അപ്പോൾ 3 എന്തുകൊണ്ട് നമ്മൾ പാലിക്കുന്നു? 3 എന്ന് പറഞ്ഞാൽ ത്രിഗുണങ്ങളെ കാണിക്കുക. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി എന്നല്ലേ ലളിതാ സഹസ്രനാമത്തിൽ ചൊല്ലാറുള്ളത്. ത്രിഗുണങ്ങൾ, രജോ ഗുണം, തമോ ഗുണം, സത്വഗുണം, 3 ഗുണങ്ങളെ കാണിക്കുന്നു. മറ്റൊരു ത്രികാലങ്ങളുണ്ട്, ഭാവി, ഭൂതം, വർത്തമാനം. 3 അവസ്ഥകളുണ്ട് നമുക്ക്, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. അതുപോലെ തന്നെ ത്രികരണങ്ങളുണ്ട്. അതാണ് നമ്മളുടെ ജീവിതം രൂപപ്പെടുത്തുന്നത്. ത്രികരണങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സ്, വാക്ക്, കർമ്മം. ഇത് 3 വെച്ച് നമ്മുടെ മനസ്സ് പറയും ഇന്ന് അമ്പലത്തേക്ക് പോവുക. ഇവിടെ വരുമ്പോഴാണ് നല്ല വാക്കുകൾ ഇങ്ങനെ കേൾക്കുന്ന. അന്ന് ഒന്ന് കയറി ഇരുന്ന് കളയാം അല്ലേ? തുടങ്ങുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, അപ്പോൾ കുറച്ച് പേര് കയറി വന്നില്ലേ? പിന്നെയോ അതും കഴിഞ്ഞാലോ മനസ്സും വാക്കും കഴിഞ്ഞാൽ കർമ്മം. അവിടെ ചെന്നിരുന്നാൽ നമ്മുടെ മനസ്സ് ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് ഏറ്റവും ശുദ്ധമായ പാവനമായ കർമ്മം. ഇതിനെയെല്ലാം, ഈ ത്രിഗുണങ്ങളെയും അതിജീവിച്ചവനാണ് ആര്? അത്രി മഹർഷി. എല്ലാ മഹർഷീശ്വരന്മാരും ഗുണാതീതനാണ്. ഈ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലേ? ഇപ്പോൾ ത്രിഗുണങ്ങൾ, ഈ ഗുണങ്ങൾക്കെല്ലാം അതീതനായി നിലകൊള്ളുന്ന ഒരു ബ്രഹ്മജ്ഞാനിയാണ് ആര്? അത്രി മഹർഷി. അങ്ങനെ മനസ്സിലാക്കുക അത്രി മഹർഷിയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് എന്തു പറയാൻ കഴിഞ്ഞത്? അങ്ങ് നാരായണനാന്നൊക്കെ എനിക്കറിയാം, പിന്നെ ഇതൊക്കെ യോഗമായ ദേവിയുടെ കളിയാണ് എന്ന് ഭഗവാന്റെ മുഖത്ത് നോക്കി പറയാൻ കഴിഞ്ഞത്. ഇനി ആശ്രമം, അത്രി കഴിഞ്ഞാൽ പിന്നെ ആശ്രമം, അത്രി ആശ്രമ പ്രവേശം. ആശ്രമം, ആശ്രമം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആഞ്ഞ് ശ്രമിക്കണം എന്നാണ് ആശ്രമം പറയുന്നത്. ആശ്രമം ചെയ്താലേ കാടാമ്പുഴ ഇവിടെ എത്തിപ്പെടാൻ പറ്റുള്ളൂ. ശ്രമിക്കണം, അതാണ് ആശ്രമം ഒന്ന് പറയുന്നത്. രണ്ടാമത്, ഒരു ആശ്രമം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് പോലെ ഒരു കെട്ടിടം അല്ല എന്ന് മനസ്സിലാക്കുക. നമ്മുടെ വീട്ടിൽ പല സൗകര്യങ്ങളും ഉണ്ട് അല്ലേ? പക്ഷെ ഒന്നും മാത്രമില്ല, എന്താ? സമാധാനം ഉണ്ടാവില്ല. മനഃശാന്തി കിട്ടുന്ന ഒരു ഇടം ആണ് ആശ്രമം. അപ്പോൾ വീടുകൾ ആശ്രമങ്ങളാക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? മനഃശാന്തി കിട്ടാനുള്ള കാര്യങ്ങൾ നമ്മളവിടെ ചെയ്തു വെക്കണം. എല്ലാം ചെയ്തു അല്ലേ? നമ്മൾ എന്ത് ചെയ്തു? TV വാങ്ങി, ഫ്രിഡ്ജ് വാങ്ങി, വലിയ കട്ടിൽ വാങ്ങി. മനഃശാന്തി കിട്ടിയോ? ഇല്ല. പൂജാമുറി ഉണ്ടോ? അതൊന്നും വേണ്ട, അതൊക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അല്ലേ? ചിലരിനോട് പറയും ഒരു വിളക്ക് വെക്കാനൊരു ചെറിയ ഒരു പരിപാടി ചെയ്യാറുന്നു കേട്ടോ പറഞ്ഞപ്പോൾ, അതൊക്കെ ബുദ്ധിമുട്ടാണ് ടീച്ചറെ, അത് പിന്നെ ശുദ്ധിയും വൃത്തിയും. ഈ ശുദ്ധിയും വൃത്തിയും പറഞ്ഞിട്ടാണ് ഹിന്ദു അരുത്. ഈ അരുത് എന്ന് ഹൈന്ദവൻ്റെ ഗ്രന്ഥത്തിൽ എവിടെയും കാണുന്നില്ല. പക്ഷേ ഇവിടെ എന്താ പറയണത്? അരുത് പറഞ്ഞ് ഇതൊന്നും ചെയ്യണ്ടെന്നാക്കി വെച്ചു. ഇവിടെ അത്രി മാമുനിയുടെ ആശ്രമത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടായിരുന്നു.
അപ്പം അതുവരെ അവർ യാത്ര ചെയ്യും പോലെയല്ല, ഒരു മുത്തശ്ശി വളരെയധികം നല്ല കാര്യങ്ങൾ മാറോടണച്ച് ആശ്ലേഷിച്ച് ആ സ്പർശസുഖം അത് വേറെ ഹാർട്ട് ടു ഹാർട്ട് ടച്ച് നടക്കുത്രേ ഒന്ന് ചേർത്ത് പിടിക്കുമ്പോൾ. അതുകൊണ്ടാണ് അണച്ചാശ്ലേഷിക്കുന്നത്. അതൊക്കെ കഴിയുമ്പോൾ ഒരു ശാന്തി സമാധാനമായി മൃഷ്ടാന്ന ഭോജനം കൊടുത്ത് അവരെ ഉറക്കി. അതിനും ശേഷം ആശ്രമം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ ആശ്രമം പോലെയൊന്നും ആക്കാൻ സാധിക്കില്ല. എന്ത് ചെയ്യാം? നമ്മളുടെ ഉള്ളിലൊരാശ്രമം കേട്ട നമ്മുടെ ഹൃദയം ആശ്രമമായി മാറണം. എങ്ങനെയുള്ള ആശ്രമം? അത്രയും മഹർഷിയുടെ ആശ്രമത്തിൽ എത്രത്തോളം ശാന്തിയും സമാധാനവും ഉണ്ടായിരുന്നോ അത്ര വലിയ ആശ്രമമാക്കി മാറ്റാം ഹൃദയത്തിനെ. അതെങ്ങനെയാണ് സാധിക്കുക? നമ്മുടെ ഹൃദയത്തിലെ നമുക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് ഇത്രേ. എല്ലാവരും വിചാരം എന്താ? ശത്രു ആരാന്ന് ചോദിച്ചാലല്ലേ അപ്പുറത്തെ ഗോവിന്ദൻ, ഇപ്പുറത്തെ നാരായണൻ, സ്വന്തം ജ്യേഷ്ഠ അനുജൊക്കെ ശത്രുക്കളാ ആൾക്കാർ പറയും, ഓരോരുത്തർ പറയും അമ്മമാർ. പക്ഷെ ശത്രു എന്ന് പറയുന്നത് ഹരിനാമകീർത്തനം എടുത്താൽ എന്താ പറയുക? ഷഡ്വൈരികൾക്കു വിളയാട്ടത്തിനാക്കരുതു ചിത്താംബുജം മമതവാസ്ഥാനരംഗമിതു, അല്ലേ? വായിക്കാറില്ലേ? അപ്പം എന്താ മനസ്സിലാക്കേണ്ടത്? ഷഡ്വൈരികളാണ് നമ്മുടെ ശത്രുക്കൾ. ആരൊക്കെ ഈ ഷഡ്വൈരികൾ? ഒന്നുകൂടി ലളിതമായിട്ട് പറഞ്ഞാൽ കാമം, ക്രോധം, ലോഭം, മദം, മോഹം, മാത്സര്യം, ഇതൊക്കെ ശത്രുക്കളാണ്. എന്താ കാമം എന്ന് പറഞ്ഞാൽ? ആഗ്രഹം. നമുക്കൊരു കാറില്ല, കാറ് വാങ്ങണം. അച്ഛനോട് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അച്ഛൻ പാവം കൂലിപ്പണിക്ക് പോയിട്ട് കാശുമില്ല, ഒന്നുമില്ല, ലോൺ എടുത്തിട്ടാണ് നടക്കുന്നത്. ആഗ്രഹം അവരുടെ സമാധാനം കളഞ്ഞില്ലേ കുട്ടിയുടെ. ഇനി ക്രോധം, ഒരു ചെറിയ കാര്യം വരുമ്പോഴേക്ക് ദേഷ്യം പിടിച്ചു, അല്ലേ? ആകെ മെൻ്റൽ സ്റ്റേജൊക്കെ മാറി. ക്രോധം പാടില്ല എന്ന് പറയാം. ക്രോധം പരിത്യജിക്കേണം ബുധജനം, അല്ലേ? ഒരു വർഷം ലക്ഷ്മണോപദേശത്തിൽ നമ്മൾ പറഞ്ഞു. പിന്നെ മതം എന്താ വെച്ചാൽ അത് മതം ഉയർന്ന അവസ്ഥയാണ്, ഉന്മാദാണ് പറയണത്. മതം എന്ന് പറഞ്ഞാൽ മോഹം എന്ന് പറയുമ്പോൾ ആഗ്രഹം തന്നെ. ഒരു കാറ് കിട്ടി, ഇതാൾട്ടോ ആണ്, പോരാ, എന്ത് വേണം? വലുത് വേണം. കിട്ടിയതിൽ സംതൃപ്തി ഇല്ലാതെ വലുത് വേണം എന്ന ആഗ്രഹമാണ് മോഹം. മാത്സര്യം, മറ്റുള്ളവർ മത്സരിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള ശത്രുക്കളെ ഹൃദയത്തിൽ നിന്നാണ്ട് കളയുക. ഇവരെയൊക്കെ അടിച്ചമർത്തിയിട്ട് എന്ത് ചെയ്യണം? ഈശ്വര സ്മരണയുള്ള ഹൃദയമാക്കി മാറ്റിയാൽ എന്തായി? നമ്മളുടെ മനസ്സ് ആശ്രമമായി മാറി, ഹൃദയം ആശ്രമമായി മാറി, അല്ലേ? ഹൃദയമാണ് കോവിലെന്ന് പറയില്ലേ? ഇതാണ് ശരീരം കോവിലും ഉടമ്പ് കോവിലും മനസ്സ് കോവിലാണ്. ഇത് ക്ഷേത്രമാണ് എന്നാ പറയുക. ഒരു പ്രതിഷ്ഠ ഇവിടെ ഇരിക്കുന്നുണ്ട്, ക്ഷേത്രം ശരീരമാണ് എന്ന് പറയും. ഇവിടെ ശ്രീരാമൻ എന്തിനാണ് മുനിമാരെ ഇങ്ങനെ സന്ദർശിക്കുന്നത്? ഇനി ഈ അധ്യായങ്ങൾ കഴിഞ്ഞ് അടുത്തതിലേക്ക് കയറൂലോ. ഓരോ ഹെഡിങ് നോക്കൊണ്ടോ, ശരഭംഗ, മന്ദിരപ്രവേശം, അല്ലേ? ഓരോ മുനീശ്വരന്മാരെ ആശ്രമങ്ങളെ അങ്ങനെ സന്ദർശിച്ചാണ് ശ്രീരാമചന്ദ്രൻ പോവുക. ഭഗവാൻ എന്തിനാണ് ഇങ്ങനെ ഓരോ മുനിമാരെ ഇങ്ങനെ സന്ദർശിക്കുന്നത്? അത് നമ്മൾ മനസ്സിലാക്കണം. ശരിക്കും ഒരു പരമാത്മാവിന് ഒരു ആശ്രമത്തിൽ ചെന്ന് മുനീശ്വരൻ്റെ ഉപദേശമൊന്നും ലഭിക്കേണ്ട ആവശ്യം ഇല്ല. ഭഗവാൻ എല്ലാം അറിയാം, പരബ്രഹ്മാണ്. പക്ഷേ എന്നിട്ടും എന്തിന് സന്ദർശിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മളെ പഠിപ്പിക്കാൻ, ഈ ലോകത്തെ പഠിപ്പിക്കാൻ. എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? ജ്ഞാനികളെ നമ്മൾ ആദരിക്കണം. ചെയ്യാറുണ്ടോ? അല്ലേ? നമുക്ക് എന്താ ആചാര്യന്മാർ കയറി വരുമ്പോൾ ആ മുഖത്തെ ഒരു പ്രസാദം, സന്തോഷം, അത് തന്നെ ഏറ്റവും വലിയ ആദരവ്. മറ്റൊന്ന്, സത്സംഗം ഉണ്ടാവണം. ഇതൊക്കെ കഴിഞ്ഞൊല്ലം കേട്ടതല്ലേ, ഇനിയിപ്പോൾ കൊല്ലം വേണ്ടാന്ന് വിചാരിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് കിട്ടേണ്ട ഒരു സാധനം, ഒരു ഔഷധമാണ് അത്രേ സത്സംഗം ഉണ്ടായിരിക്കണം. അത് തേടി നടക്കണം. എവിടെയാണോ ഉള്ളത് അവിടെ പോയി കേൾക്കണം എന്നാ. മറ്റൊന്ന്, ഗുരുവിനെ വണങ്ങണം. ഗുരുവിനെ, ആചാര്യനെ കാണുമ്പോൾ മനസ്സാ എങ്കിലും ഒന്ന് നമസ്കരിച്ചാൽ അത് വലിയ കാര്യമായി. ജീവിതത്തിലുടനീളം നമ്മൾ എന്ത് ചെയ്യണം? ഇത് ചെയ്യണം എന്ന് ശ്രീരാമചന്ദ്രൻ നമ്മളെ പഠിപ്പിക്കുക. ശ്രീരാമചന്ദ്രൻ പരബ്രഹ്മസ്വരൂപിയ, ഉപദേശം വേണ്ട, എന്നിട്ടും ഇത് കാണിച്ചു തരാ. എവിടുന്നാ സത്സംഗം കിട്ടിയേ? അനസൂയാദേവി സത്സംഗല്ലേ പറഞ്ഞു കൊടുത്തത്, അത്രി മഹർഷി സത്സംഗല്ലേ പറഞ്ഞു കൊടുത്തത്. ആചാര്യനെ വണങ്ങിയില്ലേ? ജ്ഞാനികളെ ബഹുമാനിച്ചില്ലേ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്ന പാഠങ്ങളാണ് എന്നും പറഞ്ഞ് അത്രി ആശ്രമ പ്രവേശം സമർപ്പിക്കാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇനി അനസൂയ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? അസൂയ ഇല്ലാത്തവൾ. അതായത് നമ്മളുടെ മനസ്സിൽ ഭഗവാന് ഇരിക്കാൻ കഴിയണമെങ്കിൽ അവിടെ അസൂയ, കുശുമ്പ്, കുഞ്ഞായ്മ ഉണ്ടാവരുത്. ഇതൊന്നും രാമായണം നേരിട്ട് പറയില്ല, ആ ഒരൊറ്റ വാക്കിലൂടെ പറയുന്നത്. അനസൂയ, അല്ലേ? പ്രിയംവദ എന്നുള്ള പേര്, പ്രിയംവദ പറഞ്ഞാൽ നല്ലത് പറയുന്നവളാണ്. ഈ മനസ്സിൽ മറ്റുള്ളവരെ കുറിച്ച്
ഒരിക്കലും അസൂയ പാടില്ല. അങ്ങനെയാകുമ്പോൾ ശ്രീരാമചന്ദ്രൻ അവിടെ ഇരിക്കാൻ കഴിയില്ല. ചോദിക്കുന്നുണ്ട് ഭഗവാൻ, ഞാൻ എവിടെയാണ് താമസിക്കേണ്ടത് എന്ന്. അപ്പം എന്താ പറഞ്ഞത്? ഭക്തന്മാരുടെ മനസ്സിലാണ് അങ്ങ് താമസിക്കാമെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ പറഞ്ഞു തരാമെന്നൊരു മുനി പറയുന്നുണ്ട്. ഇവിടെ മറ്റൊരാളുടെ ഉയർച്ചയിൽ, നമ്മുടെ സാധാരണക്കാരോട് പറയാണ്, മറ്റൊരാളുടെ ഉയർച്ചയിൽ സന്തോഷിക്കുന്ന ഒരു ഹൃദയമാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് അനസൂയാദേവി കാണിക്കുകയാണ്. അതായത് സീതയ്ക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട്. എന്താ ഉപദേശം കൊടുത്തത്? നീ സ്ത്രീധർമ്മം പാലിച്ചത് നന്നായി, ഭർത്താവിൻ്റെ കൂടെ വന്നത്. സ്ത്രീധർമ്മത്തിനപ്പുറം അനസൂയാദേവി പറയുന്നതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. ജീവാത്മാവ് പരമാത്മാവിനോട് എങ്ങനെ വിശ്വസ്തനായിരിക്കണം, ഇതാണ് ആത്മീയ സന്ദേശം. അതായത് നമ്മളെല്ലാം ജീവാത്മാക്കളാണ്. ഭഗവതിയുടെ ഒരു അംശം എടുത്ത് നമുക്ക് ആ പരമാത്മാവിൻ്റെ അംശം കൊണ്ട് ജീവാത്മാവായി കിട്ടിയ അംശാവതാരങ്ങളാണ് എല്ലാ മനുഷ്യരും മറ്റ് ജീവികളും. മറ്റ് ജീവികൾക്ക് വിവേകം ഇല്ലാത്തത് കൊണ്ട് ഇതിനെക്കുറിച്ച് അറിയാതെ അങ്ങനെ ചത്തുപോകുന്നു, പാവം ശിവ ശിവ. നമുക്ക് വിവേകം ഉള്ളത് കൊണ്ട് മനസ്സിലാക്കുകയാണ്, ഈ ജോലി കുറേ കാലം ചെയ്തു, കുറേ സമ്പാദിച്ചു, അതിനപ്പുറം ഒന്നുമില്ല, കയ്യും കാലും പറഞ്ഞാൽ കേൾക്കാതെ ആയിട്ട് ഇതിന് മുന്നിക്ക് വന്നിട്ട് കാര്യമുണ്ടോ, കണ്ണ് കാണാതെ ആയിട്ട് ഗ്രന്ഥം തൊട്ടിട്ട് കാര്യമുണ്ടോ, അപ്പം നേരത്തെ തന്നെ വേണ്ടാന്ന് വെച്ചു, എന്ത് ചെയ്യാം? സർവ്വസമയത്തും ഗ്രന്ഥങ്ങളുടെ മുന്നിൽ അങ്ങനെ ഇരിക്കുക, അതിന് വലിയൊരു സുഖം വേറെ ഇല്ല. ഇവിടെ പറയാണ്, ജീവാത്മാവ് പരമാത്മാവിനോട് എങ്ങനെ വിശ്വസ്തനായിരിക്കണം. നമ്മൾ ജീവാത്മാവാ, നമ്മൾ എന്ത് ചെയ്യണം? പരമാത്മാവായ ശ്രീരാമചന്ദ്രനിലേക്ക് എന്താ സന്ധ്യയ്ക്ക് കുട്ടിച്ചൊല്ലുക? രാമ 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 പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. കർക്കിടകം 2-ാം തീയതി ഞങ്ങൾ നാലമ്പല യാത്ര പോയി. അപ്പോൾ തൃപ്രയാർ എത്തിയപ്പോൾ അകത്തേക്ക് പോകുമ്പോൾ ഇതാണ് ഞങ്ങളെല്ലാവരും ഉറക്കം, ഒരു ഗ്രൂപ്പാണ്, ഞങ്ങൾ 17 ആളുണ്ട്, ഇങ്ങനെ കയറുമ്പോൾ ചൊല്ലാണ്. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ എൻ്റെ അടുത്ത് കൂടെ പോകുന്ന ആൾ ചോദിക്കുകയാണ്, എങ്ങനെ ടീച്ചറെ രാവിലെ എന്താ ടീച്ചർ പാടിയത്? രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. വേഗം അങ്ങോട്ട് ചേർക്കൂട്ടോ, വല്ലാതെ വിളിക്കണ്ട. ആലോചിച്ച് നോക്കൂ, നമ്മൾ 4 മുത്തശ്ശി എന്താ നമ്മളെ പഠിപ്പിച്ച്? യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഈ ജീവാത്മാവ് എവിടുന്നാണ് വന്നത്? ഭഗവത് പാദങ്ങളിൽ നിന്നാണ്. ആ ഭഗവത് പാദങ്ങളിൽ നിന്നും വന്ന നമ്മുടെ ഈ ജീവനെ എങ്ങോട്ട് എത്തിക്കണം? ആ ഭഗവാന്റെ പാദങ്ങളിൽ എന്നെ എത്തിക്കണം. അതിനാണ് ഇങ്ങനെ നാമം ചൊല്ലുന്നതും കഥകൾ കേൾക്കുന്നതും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നതും എല്ലാം. അസൂയ ഇല്ലാത്ത അനസൂയ ഇങ്ങനെ ഒരു ഉപദേശം കൂടി തന്നു. ഇനി നമ്മളുടെ കാര്യം, ഇന്ന് നമുക്ക് എന്തുണ്ട്? വീടുണ്ട്, സമ്പത്തുണ്ട്, വാഹനമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്തില്ല? പല വീടുകളിലും സമാധാനം ഇല്ല. എന്താ കുറവുള്ളത്? ഒന്നിനും ഒരു കുറവുമില്ല. അച്ഛൻ ഗൾഫിൽ നിന്ന് എല്ലാം അയച്ചു തരുന്നുണ്ട്, അമ്മ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ എന്തോ ഒരു ശൂന്യത. ഒരു സ്ത്രീ പറഞ്ഞതാ, വലിയൊരു പരിപാടി കഴിഞ്ഞിറങ്ങിയപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു ശൂന്യതയായിരുന്നു. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വന്നപ്പോൾ എന്തോ വല്ലാത്തൊരു സന്തോഷമാണ്. ആ സന്തോഷം നമുക്ക് ആത്മാനന്ദാണ്, അത് പറഞ്ഞറിയിക്കാൻ വയ്യ. ഇല്ല, ലൗകികാനന്ദാണ്, വിഷയാനന്ദാണ് ഈ വീടിനുള്ളിൽ നടക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് അമ്പലത്തേക്ക് വന്നു, ഇവിടെ ഇരുന്ന് 4 ഭജന രാമായണമാണ് ചൊല്ലിയ, അതെന്തായി? ഭജനാനന്ദം ആയി. അതും കഴിഞ്ഞ് ഒരാചാര്യന് മുന്നിലിരുന്ന് ഈ തത്വം മനസ്സിലാക്കുമ്പോൾ അത് ആത്മാനന്ദാണ്. അതാണ് ആ സുഖം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മനുഷ്യർ അത്ര ആശ്രമങ്ങളിലേക്ക് പോകാൻ തയ്യാറാവണം എന്ന് രാമായണം പറയാം. എന്തിനാ അപ്പോൾ ശ്രീരാമചന്ദ്രൻ പോയ? അറിവില്ലാണ്ടാണോ? നമ്മൾ എത്രയായാലും പൂർണ്ണരാവില്ല. അറിവിലൊരിക്കലും നമ്മൾ പൂർണ്ണരാവില്ല. എന്തൊക്കെയോ കുറവുകൾ നമുക്കൊക്കെ ഉണ്ട്. ഇനി അറിവിലുണ്ട് പൂർണ്ണനായ എന്ത് സംഭവിക്കുക? ഒരാൾക്ക് ആത്മസാക്ഷാത്കാരം കിട്ടിയിട്ട് 21 ദിവസം എത്ര പിന്നെ ജീവിക്കാൻ കഴിയും? 22ാമത്തെ ദിവസം അദ്ദേഹം സമാധിയായിട്ടുണ്ടാവും. കാശിയിലൊരു സ്ഥലമുണ്ട്, അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ, നമ്മളെല്ലാം കഴിഞ്ഞിട്ടല്ലേ പണ്ട് കാശിക്ക് പോവുക, കാശിക്ക് ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചു വരരുത് എന്നാണ് മുത്തശ്ശി പണ്ട് പറയുക. കാശിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ 21 ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണവും താമസവും ഒക്കെ തരും, അവിടെ താമസിപ്പിക്കും അവർ. 21 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ മരിച്ചില്ലെങ്കിൽ അവർ നമ്മളോട് പുറത്തേക്ക് പോയിക്കോളൂ എന്ന് പറയും. അങ്ങനെ കുറേ സന്യാസി വര്യന്മാർ അവിടെ ഇരിക്കുന്നുണ്ട്. സമയമായിട്ടില്ല, പക്ഷെ നമുക്ക് മടുത്തു, നമ്മൾ പോയി. അതാണ് സംഭവിക്കുന്നത്. ഈ ആത്മസാക്ഷാത്കാരം കിട്ടുന്നവരെ നമ്മൾ എന്ത് ചെയ്യുക? ഈശ്വരനെ വിളിച്ചുകൊണ്ടേയിരിക്കുക. നമുക്കറിയില്ല പൂർവ്വജന്മത്തിൽ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തിട്ട് അവിടെ വന്നിരിക്കുന്നതെന്ന്. ചില കാര്യങ്ങൾ അനുഭവിക്കുമ്പോൾ വളരെ വിഷമം തോന്നും, കണ്ണുനീരൊക്കെ വരും. പിന്നെ ഇങ്ങോട്ട് തിരിച്ച് ചിന്തിക്കാൻ നമുക്ക് ജ്ഞാനം ഭഗവതി പ്രദാനം ചെയ്യുമ്പോൾ തോന്നും, ശരിയാ, ഞാൻ ഇതൊക്കെ അനുഭവിക്കേണ്ടവൾ തന്നെയാണ് അത് തോന്നും. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? അത്ര ആശ്രമങ്ങളിലേക്ക് കയറി ചെല്ലാൻ നമ്മൾ സമയം കണ്ടെത്തണം. മഹാത്മാക്കളുടെ ഉപദേശം തേടണം. ആശ്രമങ്ങളിൽ ചെന്നാൽ പോരാ. അവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ചിദാനന്ദപുരി സ്വാമിയുടെ ആശ്രമത്തിലൊക്കെ കയറി ചെന്നാൽ ആ സ്വാമിജി ക്ലാസ് ഇങ്ങനെ എടുക്കുന്നുണ്ടാവും. എന്തെല്ലാം പൊട്ടത്തരങ്ങളാണ് ഓരോരുത്തർ വിളിച്ച് ചോദിക്കാറില്ലേ? സ്വാമിജി നല്ല കണക്കിന് വഴക്കും പറയും. എന്നിട്ട് പറയും ചിന്തിക്കുക എന്ന് പറയും. നന്നായി ചിന്തിക്കണം നമ്മൾ, എന്നിട്ട് ചോദ്യം ചോദിക്കാവൂ. അതുപോലെ സത്സംഗങ്ങൾ, അവിടെ ഇടയ്ക്കിടയ്ക്ക് സത്സംഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. വെരി നിയറസ്റ്റ് ആശ്രമം പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെ അമൃതാനന്ദമയുടെ ആശ്രമത്തിലുണ്ടാവും.
ഉണ്ടാവാറുണ്ട്. സത്സംഗങ്ങളിൽ പങ്കെടുക്കുക. കുറച്ച് സമയം രാവിലെ എഴുന്നേറ്റാലോ വൈകുന്നേരം ആ സരസ്വതീയാമത്തിൽ എഴുന്നേറ്റിരുന്ന ഒരു 21 ഗായത്രി അങ്ങോട്ട് ചൊല്ലുക. ആ സരസ്വതി നാടിയൊക്കെ അങ്ങോട്ട് തെളിഞ്ഞ് ബുദ്ധി തെളിഞ്ഞ് നിൽക്കുന്ന ഗായത്രി എന്ന് പറയുമ്പോൾ അത് ആചാര്യൻ്റെ ഉപദേശം തിന്ന് പഠിക്കണം എന്നാ. പക്ഷേ രാമായണം നമുക്കൊരു ഗായത്രി തന്നിട്ടുണ്ട്. എന്താണ്? ആ യുദ്ധം ജയിക്കാതെ നിൽക്കുന്ന സമയത്ത് ഒരു ആദിത്യ ഹൃദയം പറഞ്ഞു കൊടുത്തില്ലേ? ആദിത്യ ഹൃദയം ശരിക്ക് സാധാരണക്കാരൻ്റെ ഗായത്രിയാണ്. എന്താ സാധാരണക്കാരൻ്റെ ഗായത്രി പറഞ്ഞാൽ നമുക്കിപ്പോൾ ഗുരുവിനെ ഒന്നും കിട്ടിയെന്ന് വരില്ല അല്ലേ? ആരൊക്കെയോ പറഞ്ഞു കേട്ടു, മുത്തശ്ശി വായിക്കുന്നു കേട്ടു, അമ്പലത്തിൽ വന്നപ്പോൾ ഒരു മാതൃസമിതിയിൽ കൂടി അങ്ങനെ പഠിച്ചു. അപ്പോൾ ഗുരു ഒന്നും ശരിയായിട്ടില്ല. ഗുരു ഇല്ലെങ്കിലും സാധാരണക്കാരന് ചൊല്ലാൻ പറ്റുന്ന ഗായത്രിയാണ് ആദിത്യ ഹൃദയം. ആദിത്യ ഹൃദയം ചൊല്ലിക്കഴിഞ്ഞാൽ കേസ് ജയിക്കും, വഴക്ക് തീരും, എല്ലാവിധ ഗുണങ്ങളും ഉണ്ടെന്ന് ആദിത്യ ഹൃദയം ചൊല്ലിക്കഴിഞ്ഞാൽ. മന്ത്രം തന്നെയാണത്. അതുകൊണ്ട് കുറച്ച് സമയം ധ്യാനിക്കുക, ജപം, രാമനാമം ചൊല്ലുക, ഗുരുസേവ ഉണ്ടായിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ എന്തായി? സമാധാനമായി. ഇതൊന്നും ഇല്ലാത്ത ഒരു ജീവിതം പുറമേ സമൃദ്ധാണെന്ന് നമുക്ക് തോന്നും, എങ്കിലും എന്താ? ശൂന്യമാവും. അദ്ദേഹത്തിൻ്റെ മനസ്സ് ശൂന്യമായിരിക്കും എന്നാണ് പറയുന്നത്. ഇങ്ങനെ അത്രിയാശ്രമ പ്രവേശത്തിലെ തത്വങ്ങളും സമർപ്പിച്ചു. ഓരോ ഭാഗങ്ങൾ വായിക്കുമ്പോഴേ ആ ഭാഗം ഒരു മനുഷ്യനെന്ന നിലയിൽ എനിക്ക് എന്ത് തരുന്നു എന്ന് ചിന്തിക്കാം. ഇനി ഈ കാണ്ഡത്തിന് ശേഷം നേരെ പോകുന്നത് എങ്ങട്ടാ? ആരണ്യകാന്ഡം, മഹാരണ്യ പ്രവേശം ഇല്ലേ? ഇങ്ങനെ ശ്രീരാമചന്ദ്രൻ തീരുമാനിച്ചു, ഇവിടെ ഒന്നും ഇരുന്നാൽ ശരിയാവില്ല, ഒന്നും കൂടി ഉള്ളിലേക്ക് പോട്ടെ. ശ്രീരാമചന്ദ്രൻ അത്രി മഹർഷിയുടെ ആശീർവാദത്തോടുകൂടി എങ്ങോട്ട് പോയി? ദണ്ഡകാരണ്യം. ദണ്ഡകാരണ്യം എന്ന് പറഞ്ഞാൽ ദണ്ഡിക്കണം, ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാടുകളാണ്, ഉൾക്കാടുകളാണ്. അങ്ങനെ ദണ്ഡകാരണ്യത്തിൽ അങ്ങോട്ട് പ്രവേശിച്ചു. ആ പ്രവേശിക്കാൻ പോകുമ്പോൾ മുനി യാത്രയാക്കാൻ കുറച്ച് ദൂരം ചെന്നു, അനുയാത്ര ചെയ്യാമെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്, കുറച്ച് ശിഷ്യന്മാരെ കൂടി ഞങ്ങളുടെ കൂടെ പറഞ്ഞയക്കണം. എന്താ ചോദിക്കുന്നത് നോക്കൂ. നേരുള്ള മാർഗം ഭവാൻ ഏവർക്കും കാട്ടിയിടുന്നിതാരുള്ളതഹോ തവ നേർവഴി കാട്ടിയിടുവാൻ. ഭഗവാൻ അങ്ങോട്ട് ചോദിച്ചു, അങ്ങയുടെ ഇത്തിരി ശിഷ്യഗണങ്ങളെ ഞങ്ങളുടെ കൂടെ വഴി കാട്ടാൻ അയക്കുമോ എന്ന് ചോദിച്ചതാ. കാടല്ലേ? എന്താന്ന് വെച്ചാൽ എന്താണോ ജഗത്തിൽ ഒരു മനുഷ്യനായി വന്ന് ജനിച്ചാൽ നമ്മൾ ചെയ്യുന്നത്, ജഗതനുകാരികളെ പോലെ അദ്ദേഹവും ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോൾ ആശ്രമത്തിലെ മുനീശ്വരൻ ചോദിക്കുകയാണ്, എല്ലാവർക്കും നേർവഴി കാട്ടുന്ന ശ്രീരാമചന്ദ്ര, അങ്ങേക്ക് ആരാണ് നേർവഴി കാട്ടാനുള്ളത്? ഏതായാലും ചോദിച്ചതല്ലേ, എൻ്റെ ശിഷ്യഗണങ്ങളെ ഞാൻ അയക്കാട്ടോ എന്ന് പറഞ്ഞ് കൂടെ അയച്ചു. ലോകനീതി അനുസരിച്ചിട്ട് എൻ്റെ ശിഷ്യരെല്ലാം വഴികാട്ടിത്തരും. അങ്ങ് സാക്ഷാൽ പരബ്രഹ്മമാണ്, അതിൻ്റെ ആവശ്യം ഒന്നും ഇല്ല. മുനി കുറച്ച് സമയം അനുയാത്ര ചെന്നു, തിരിച്ചു പോന്നു. കുറച്ചങ്ങോട്ട് പോയതും വലിയ ഒരു നദി കാണുക. ആ നദി കടക്കണം. അപ്പോൾ ഈ ശിഷ്യഗണങ്ങൾ ഉണ്ടെങ്കിലേ അതിന് കഴിയൂ. ഭഗവാൻ ഒന്നും കാണാതെ ഒന്നും ചോദിക്കൂല, പറയൂല. അതുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ എന്ത് പറഞ്ഞ് ശിഷ്യഗണങ്ങളെ അയക്കണം. ഇതിനു മുമ്പ് അവരെ ഗംഗ കടത്തിയില്ലേ? വലിയ ഒരു തോണി കൊണ്ടുവന്നു, 500 തോണി കൊണ്ടുവന്നിട്ട് ഭരതനെയൊക്കെ കടത്തിയില്ലേ? ഈ ഗംഗ കടത്തണമെങ്കിൽ ആര് വേണം? ഈ ശിഷ്യഗണങ്ങൾ വേണം. ഈ വലിയ എന്താ പറയണത്, മഹാനദി കണ്ടു എന്നാ. ആ വലിയ ഒരു നദി കണ്ടപ്പോൾ എങ്ങനെ ഈ നദി കടക്കാം എന്ന് ചോദിച്ചപ്പോൾ പറയാ, തോണിയുണ്ട്, ഞങ്ങൾ കടത്തിത്തരാം എന്നാ ശിഷ്യഗണങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ഞങ്ങൾക്ക് നല്ല പരിചയമാണ് ഈ തോണിയൊക്കെ തുഴഞ്ഞിട്ട്. ഇങ്ങനൊരു വാക്ക് അവിടെ കൊടുക്കാൻ എന്താ കാരണം എന്നോ? ഗംഗയിൽ ചെല്ലുമ്പോഴാണ് ഗംഗയുടെ ആ ഒഴുക്കുണ്ടല്ലോ, നമ്മളെയും കൊണ്ട് കലുഷിതയായിട്ടാണ് ഗംഗ ഒഴുകുന്നത്. കൂലം കുത്തി ഒഴുകി വരികയാണ്. ഈ ഗംഗയും യമുനയും കൂടി ഇങ്ങോട്ട് ചേരും, ത്രിവേണി സംഗമം എന്ന് പറയും. ഈ ഗംഗയും യമുനയും കൂടി ചേരുമ്പോൾ യമുനയിൽ നല്ല തെളിഞ്ഞ വെള്ളം, കാളയൻ്റെ വിഷമൊന്നുമില്ല. പക്ഷേ ഗംഗയിൽ ചെളി വെള്ളം വരിക. ഇത് രണ്ടും ചേരുന്നത് നമുക്ക് ബോട്ടിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ആ പയ്യന്മാർ ശരിക്ക് കാണിച്ചു തരും. ആ കലുഷിതയായി ഒഴുകുന്ന ഗംഗയിലെ പല ബോട്ടുകളും ഈ തോണികളും ഒക്കെ കാണാതെ ആവാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് നല്ല പ്രാവീണ്യം ഉണ്ട് അല്ലേ? സർക്കസിലെ കുട്ടികൾ കാണിക്കുന്ന കണ്ടിട്ടില്ലേ? ഏത് മരണക്കിണറിലും അവർ വീഴില്ല. അതുപോലെ ഗംഗ കടത്താൻ ഞങ്ങൾക്ക് പരിചയമുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ മറുകര എത്തിച്ചു തരാം എന്ന് പറഞ്ഞു. ശരി, മടക്കി ഇനി നിങ്ങളെല്ലാവരും മടങ്ങിപ്പോയിക്കോളൂ എന്ന് പറഞ്ഞതും അവർ അത്രി മാമുനിയുടെ അടുത്ത് ചെന്ന്, നമ്മളെന്താ പറയുക, കുട്ടികളൊക്കെ പറഞ്ഞാൽ അവർ തിരിച്ചു വന്നതുപോലും നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇവിടെ ഈ ശിഷ്യഗണങ്ങൾ അത്രയും മഹർഷിയുടെ അടുത്ത് വന്ന് ഇവരൊക്കെ പറഞ്ഞു, ദേ ഇന്ന സ്ഥലത്തൊക്കെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ, സുഖമായിരുന്നു, തോണിയാത്രയ്ക്ക് അവർക്ക് പേടിയൊന്നും ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്രമത്തിലെത്തി മുനിയെ വിവരങ്ങളെല്ലാം അങ്ങോട്ട് അറിയിച്ചു. ഘോരവനാണ്. ഘോരവനത്തിൽ 3 പേരും കൂടി അങ്ങോട്ട് പ്രവേശിച്ചു. ഘോരവനം എന്ന് പറയുമ്പോൾ അവിടെ എന്തെല്ലാം ഉണ്ടായിരിക്കും? ക്രൂരമൃഗങ്ങൾ ഉണ്ടായിരിക്കും ഇല്ലേ? മൃഗങ്ങളെ നമുക്കൊക്കെ പേടിയാണ്, പുലി, ആന, കരടി എന്ന് പറഞ്ഞിട്ട്.
ഘോര സർപ്പങ്ങളുണ്ടായിരിക്കും. അങ്ങനെ തന്നെ രാമായണം എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെയോ രാക്ഷസന്മാർ. ഇപ്പോൾ പോകുമ്പോൾ അതിനെ മാത്രം കാണാറില്ല അല്ലേ? ഇപ്പോൾ കുട്ടികളൊക്കെ റൈഡ് എന്നും പറഞ്ഞ് കാനനത്തേക്ക് പോകുന്നില്ലേ? ഈ പറഞ്ഞ 2 സാധനങ്ങളും അവിടെ ഉണ്ട്. സർപ്പങ്ങളും ഉണ്ട്, പിന്നെ ഘോര മൃഗങ്ങളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ, ഈ രാക്ഷസന്മാരെയൊക്കെ കണ്ടപ്പോൾ ഭഗവാൻ പറയാണ്, ലക്ഷ്മണ ഒരു നല്ല വില്ല് ഊരിപ്പിടിച്ചോളൂ. ഭഗവാൻ പറയുന്ന ഓരോ കാര്യങ്ങളിലും ഓരോ തത്വമുണ്ട് കേട്ടോ. അപ്പം എന്തിനാ അത് പിടിക്കണേ? നമ്മൾ ഇതുവരെ പോന്നത് പോലെയല്ല. രക്ഷസാം പരിശകൾ 4 പുറവും ഉണ്ട്, ഘോരമൃഗങ്ങളുണ്ട്, സർപ്പങ്ങളുണ്ട്. നമ്മളുടെ ഉത്തരവാദിത്തമാണ് എന്ത്? സീതയെ കാത്തുകൊള്ളുക എന്നുള്ളത്. അതുകൊണ്ട് സീതയെ സംരക്ഷിക്കാൻ വേണ്ടി മുന്നിൽ ലക്ഷ്മണ നീ നടന്നോളൂ. അതിന് പിറകിലായി സീതാദേവി നടക്കട്ടെ, അതിനും പിറകിലായിട്ട് ഞാൻ നടക്കാം. ഒരു വില്ല് ഊരി പിടിക്കും ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കണ്ടേ? നമ്മൾ മുന്നിൽ ഭഗവാൻ നടക്കുകയാണ് ശരിക്ക് വേണ്ടത് നമ്മളുടെ മനസ്സിൽ, അല്ലേ? ഭർത്താവ് മുന്നിൽ നടക്കണം എന്നല്ലേ പണ്ടേ മുതൽ പറയാം. പക്ഷേ ഇവിടെ ലക്ഷ്മണനാണ് മുന്നിൽ നടക്കുന്നത്. ലക്ഷ്മണനാണ് യഥാർത്ഥത്തിൽ ജീവാത്മാവ്. അതിന് പിറകിലായിട്ട് സീതാദേവിയുണ്ട്. മായയാണ് സീതാദേവി. പിറകിലായിട്ടോ ശ്രീരാമചന്ദ്രനുണ്ട്, പരമാത്മാവ. ജീവാത്മാ പരമാത്മാക്കൾക്കിടയിലായിട്ടാണ് മായ. നമ്മൾ ഈ മായ അങ്ങോട്ട് കടന്ന പരമാത്മാവിലെത്തി. നമ്മളെല്ലാവരും ഇപ്പോൾ ഈ ലൗകികത്തിൽ മുങ്ങിത്താഴുന്നത് മായ കൊണ്ടാണ്. ഈ മായ ആകുന്ന ഈ വൈതരണി ഉണ്ടല്ലോ, അതങ്ങോട്ട് കടന്ന നമ്മൾ പരബ്രഹ്മമായ ഭഗവാനിൽ അല്ലെങ്കിൽ ദുർഗയിൽ ചേർന്നു. അതിനു വേണ്ടി ഭഗവാനെ അനുഗ്രഹിക്കാനാണ് നമ്മൾ ഈ പിന്നാലെ നടക്കുന്നത്, രാമരാമ എന്നും പറഞ്ഞിട്ട്. ഇനി നിങ്ങൾ പേടിക്കണ്ട, ഇവിടെ ഒരു വരി കൊടുത്തിട്ടുണ്ട്, ജീവാത്മാ പരമാത്മാക്കൾക്കു മധ്യസ്ഥയാകും ദേവിയാ മഹാമായ ശക്തി എന്നതുപോലെ. ഇങ്ങനെ പ്രധാനപ്പെട്ടതൊക്കെ നിങ്ങൾ അണ്ടർലൈനൊക്കെ ഇട്ട് വെച്ചിട്ട് സാധാരണ രാമായണം വായിച്ചു പോകുമ്പോൾ അതൊന്ന് ഇരുത്തി അങ്ങോട്ട് വായിക്കുക. രാമായണത്തിൽ എല്ലാ വരികളും പ്രധാനമാണെങ്കിലും ഇങ്ങനെ ചില കാര്യങ്ങൾ ഭഗവാൻ നമ്മളോട് നേരിട്ട് ഇങ്ങോട്ട് തരുന്നുണ്ട്. ജീവാത്മാ, ആ ഭാഗത്തന്നെ മഹാരണ്യ പ്രവേശത്തിൽ, ജീവാത്മാ പരമാത്മാക്കൾക്കു മധ്യസ്ഥയാകും ദേവിയാം മഹാമായാശക്തി എന്നതുപോലെ. അപ്പോൾ മഹാമായാശക്തിയാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. ഇവിടെ വന്നിട്ടാണ് പറയേണ്ടത്. എന്താ കാരണം? അമ്മേ, ഈ മായയിൽ എന്നെ മുക്കണ്ട. എന്ത് ചെയ്യണം? എനിക്ക് ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ പാതാരവിന്ദങ്ങളിൽ ഒരു അഭയം തരണം, അതിനനുഗ്രഹിക്കണം. അപ്പം അതിനാര് കനിയണം? ഭഗവതി കനിഞ്ഞാ മാത്രമേ ഈ മായയിൽ നിന്നും കടന്ന് ആ വീടാകുന്ന ഗൃഹാന്തകൂപേ പതിതോ യഥാ പശു എങ്ങോട്ട് എത്താൻ കഴിയുള്ളൂ? ഈ സത്സംഗവേദിയിൽ എത്താൻ കഴിയൂ. എന്നിട്ട് പറയാണ് സീതാദേവിയോട്, ഭയക്കണ്ട, ഞങ്ങൾ മുന്നിലും പിറകിലും ആയിട്ട് നടക്കുന്നുണ്ട് എന്ന്. അങ്ങനെ നടന്ന് അവരെ എവിടെ എത്തി? ഒരു തടാകം കണ്ടു. ആ തടാകം കണ്ടപ്പോൾ അതിൽ വിവിധ പുഷ്പങ്ങളുണ്ട്. ആ പുഷ്പങ്ങളൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുമ്പോൾ നല്ല ഭംഗി, നല്ല തെളിഞ്ഞ വെള്ളമാണ്. അപ്പോൾ തടാകത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. ഗജേന്ദ്രൻ ഇറങ്ങിയിട്ട് എന്താണ്ടായേ? ഇവിടെ അതൊന്നും ഉണ്ടായില്ല കേട്ടോ. ആ തടാകത്തിലിറങ്ങി അവർ കുറച്ച് ജലം കൈക്കുമ്പിളിൽ എടുത്ത് കുടിച്ചു. പണ്ടൊക്കെ അങ്ങനെയല്ലേ, സ്കൂളിൽ പോകുമ്പോൾ പൈപ്പിൻ്റെ ചോട്ടൊന്നും കിണറിൻ്റെ ഇതിനൊക്കെ പോയി ഇങ്ങനെ കുടിക്കും. ഇപ്പം കുടിക്കില്ലല്ലോ, എന്തെല്ലാം ഹൈജീന അസുഖങ്ങൾ അധികമാണ് അല്ലേ. എന്നിട്ട് ദാഹമൊക്കെ മാറ്റി ഒരു മരച്ചുവട്ടിൽ വന്ന് അവരങ്ങനെ ഇരുന്ന് വിശ്രമിച്ചു. ഇത്രയും പറഞ്ഞ മഹാരണ്യ പ്രവേശം ഇന്നത്തെ ഭാഗം, ഈ ഭാഗം നാളെ വായിക്കും. മാഷ് അത് 10 മണിയായപ്പോൾ നിർത്തിയതാ തോന്നുന്നു, അവസാനിച്ചു. ഇനി ഇതിൽ പറയുന്ന തത്വങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഏത് ഭാഗം പറയുമ്പോഴും അതിൽ ഒരുപാട് തത്വങ്ങളുണ്ട്. ഇതെന്തിനാ ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് പറയണേ? ഞങ്ങളവിടെ ഒരമ്മ ഉണ്ട് എൻ്റെ നാട്ടിൽ കേട്ടോ, മീനാക്ഷി എന്നാ പേര്. എനിക്ക് ഈ ഏകശ്ലോകി രാമായണമൊക്കെ മൂപ്പരാണ് എഴുതി തന്ന് പഠിപ്പിച്ചത്. നന്നായിട്ട് രാമായണം ബൈഹേർട്ടാണ്. പക്ഷെ പല കാര്യങ്ങളിലും രാമായണം ഒരിക്കലും അവരിലൂടെയോ അല്ലെങ്കിൽ അവർ രാമായണത്തിലൂടെയോ പോയിട്ടില്ല എനിക്ക് തോന്നിയിരുന്നു, പല പെരുമാറ്റത്തിലും സംസാരത്തിലും. അതുകൊണ്ട് അന്ന് തീരുമാനിച്ചതാണ് ഈ രാമായണം വായിച്ചാൽ അത് വെറും അധരവ്യായാമ, അതിലെ തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ മഹാരണ്യ പ്രവേശം എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ആരണ്യം. ആരണ്യം എന്ന് പറഞ്ഞാൽ, മഹാരണ്യം എന്ന് പറഞ്ഞാൽ കാട്, അറിയാം. കാട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പേടിയല്ലേ? ഇപ്പോൾ രാത്രി ഒരു കാട്ടിനുള്ളിലൂടെ യാത്ര ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് പേടിയല്ലേ? ഭയമാണ് കാട് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ മഹാരണ്യം ശരിക്കും ഭയത്തിൻ്റെ സ്ഥലം അല്ല എന്ന് രാമായണം പറയാം. പിന്നെ അത് എന്തിനുള്ളത്? അങ്ങനെയാണെങ്കിൽ ഭയമുള്ള സ്ഥലമാണെങ്കിൽ ശ്രീരാമചന്ദ്രൻ അങ്ങോട്ട് പോവോ? അച്ഛൻ അങ്ങോട്ട് പോയിക്കോളാൻ പറയുമോ? വനവാസത്തിന് പോകാൻ പറയില്ലല്ലോ.
എന്തുകൊണ്ട് അച്ഛൻ കാട് തന്നെ തിരഞ്ഞെടുത്തു? വേറെ എങ്ങടേലും പറഞ്ഞേക്കായിരുന്നില്ലേ? നാട് കടത്തായിരുന്നില്ലേ? അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലാണ് അയോധ്യ, സൗത്ത് ഇന്ത്യക്ക് ഇങ്ങോട്ട് വിടായിരുന്നില്ലേ? അല്ലേ? അതൊന്നും ചെയ്തില്ലാലോ. എന്തുകൊണ്ട്? അത് നമ്മളൊന്ന് ഇരുത്തി ചിന്തിക്കാം. അതായത് നമ്മളുടെ ആത്മാവിനെ കണ്ടെത്തണം. ഭഗവാൻ എന്താ? ആത്മാരാമന. ആത്മാരാമൻ എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവിൽ ആനന്ദം കണ്ടെത്തുന്നവനാണ് ആത്മാരാമൻ. വേറൊന്നും വേണ്ട. സന്തോഷം മുഴുവനും എവിടെ ഇരിക്കണേ അറിയോ? ഇതിൻ്റെ ഉള്ളിലാ. പക്ഷെ നമ്മളെന്താ മനസ്സിലാക്കിയാണ്? എപ്പോഴും ഇങ്ങനെ പുറത്തേക്കൊന്ന് പോവുക, അല്ലേ? മറ്റുള്ളവരെ കാണുക, അതൊക്കെയാണ് ഒരു സന്തോഷം. വിനോദയാത്ര പോവുക, തീർത്ഥയാത്ര പോകുമ്പോൾ ഒരു സന്തോഷം വേറെ കേട്ടോ, അല്ലേ? ബച്ചനെയൊക്കെ ഇങ്ങനെ അടിച്ച് എന്താ സുഖം. ഇവിടെ പറയാണ് ആത്മാവിനെ കണ്ടെത്താനുള്ള വിദ്യാലയമാണ് ആരണ്യം. കാട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ആത്മാവിനെ കണ്ടെത്താനുള്ള ആരണ്യം. ഇനി നോക്കിക്കോളൂ, 4 ആശ്രമം പാലിക്കണം എന്നാണ് നമ്മളുടെ ഗ്രന്ഥങ്ങൾ പറയുന്നത്. ആദ്യം ബ്രഹ്മചര്യം, കുട്ടിയാകുമ്പോൾ പഠനകാലം. ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞാൽ ലൗകികത്തിൽ മുങ്ങി മതിയായിട്ടുണ്ടാവില്ലേ? മക്കളുടെ പരാതി, ഭാര്യയുടെ പരാതി, ഭർത്താവിൻ്റെ പരാതി, അമ്മയുടെ പരാതിയില്ലേ? അമ്മയ്ക്ക് കുഴമ്പ് മറന്നിട്ടുണ്ടാവും വൈകുന്നേരം എല്ലാം കഴിഞ്ഞപ്പോൾ. അമ്മയുടെ പരാതി, ആകെ പരാതിയും പുരാതി. എത്ര നേരം നമ്മൾ ചിരിക്കുന്നു വീട്ടിൻ്റെ ഉള്ളിൽ? വളരെ കുറച്ചാണ് അല്ലേ? അങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കുക. ഈ ജീവിതമാകുന്ന ഈ കാട്ടിൽ വാനപ്രസ്ഥത്തേക്കാണ് കയറുകയാണ്. എവിടെ? ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞിട്ട് പണ്ട് വാനപ്രസ്ഥത്തിന് പോകും. രാജാവാണെങ്കിലും തന്നെ ക്ഷത്രിയൻ മകനെ അഭിഷേകം ചെയ്തിട്ട് നേരെ കാട്ടിലേക്കാണ് പോവുക. ഈ കാട്ടിലേക്ക് പോകാൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ ആത്മാവിനെ കണ്ടെത്താനുള്ള വിദ്യാലയമാണ് ആരണ്യം അല്ലെങ്കിൽ കാട് എന്നുള്ളത് കൊണ്ടാണ്. വെറുതെ അല്ല ഹൈന്ദവൻ്റെ ഗ്രന്ഥം വാനപ്രസ്ഥം എഴുതി വെച്ചത്. ഇപ്പോൾ വാനപ്രസ്ഥവും കാടൊന്നുമില്ല, ഇതന്നെ നിങ്ങളെ വാനപ്രസ്ഥം. സുഖമില്ല, ഒരു ശല്യമില്ല അല്ലേ? പേരക്കുട്ടി കരയണമില്ല, മകൾ വിളിക്കണമില്ല, ഫോണ് കരയണമില്ല, ടി വിയുടെ ശബ്ദമില്ല, പാട്ട് മക്കളൊക്കെ വന്ന് വെച്ചാൽ എന്താ അല്ലേ? ഒരു ശല്യമില്ല, സുഖമായിട്ട് കാടാമ്പുഴ അമ്മയുടെ മുന്നിലുള്ള വാനപ്രസ്ഥം ത്തിലാണ് ഇപ്പോൾ നിങ്ങൾ. ഇനി ആത്മാവിനെ കണ്ടെത്തണം. അതിനുവേണ്ടി കുറേ ആചാര്യന്മാരും ഗ്രന്ഥങ്ങളും അതിനുവേണ്ടി ഭഗവതി ഓരോരുത്തരും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരും. ഇവിടെ ആദ്യം രാമൻ എവിടെയായിരുന്നു? അയോധ്യയിലായിരുന്നു. അയോധ്യയിൽ കുട്ടിയാകുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ? സുഖമായിട്ട് മറ്റുള്ളവരെയൊക്കെ സന്തോഷിപ്പിച്ച് ഓടിച്ചാടി നടന്നു എന്നാണ് രാമായണം പറയുന്നത്. പക്ഷേ ഈ 2ാമത്തെ അധ്യായം അയോധ്യാകാന്ഡത്തിൽ എത്തുമ്പോൾ രാമൻ വനത്തിലെത്തി അല്ലേ? എത്ര പെട്ടെന്ന് വനത്തിലേക്ക് എത്തി! സത്യം പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞിട്ടില്ല, വാനപ്രസ്ഥം തുടങ്ങി. അതുകൊണ്ടാണ് ഭരതൻ പറഞ്ഞ് ഇപ്പം തന്നെ പോകണ്ട കേട്ടോ, വാനപ്രസ്ഥം പോണതിന് മുമ്പ് മക്കളെയൊക്കെ അഭിഷേകം ചെയ്യണമെന്ന്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ഇവിടെ ആദ്യം രാമൻ രാജകുമാരനായിരുന്നു. ആ രാജകുമാരനാണ് പെട്ടെന്നൊരു നിമിഷ നേരം കൊണ്ട് ആ കൈകേയി മാതാവിന് തോന്നിയ ആ മന്ദരയുടെ ഒരു കുബുദ്ധി കാരണം എന്തായി മാറേണ്ടി വന്നത്? വനത്തിൽ ധർമ്മത്തിൻ്റെ ആചാര്യനായി മാറി. നമ്മളെന്താ വിചാരിക്കുക? രാജകീയ സുഖം, രാജാവായാലെന്നല്ലേ? രാജാവായ മുൾക്കിരീടം അതത്ര വലിയ സുഖമൊന്നുമില്ല. എന്താ പറഞ്ഞേ? കൈകേയി മാതാവിൻ്റെ അടുത്ത് ചെന്ന് അമ്മയ്ക്കാണ് എന്നോട് ഏറ്റവും സ്നേഹം, കാരണം ആ മുൾക്കിരീടം വെക്കാതെ നീ സുഖമായിട്ട് ഹണിമൂൺ ആഘോഷിക്കാൻ പോയിക്കോ വനത്തിക്ക് എന്ന് പറഞ്ഞില്ലേ ഭാര്യയുടെ കൂടെ? സുഖമായില്ലേ? ഒരു ശല്യങ്ങളും ഇല്ല. കാവലിനാണെങ്കിൽ ലക്ഷ്മണനും ഉണ്ട്, ആരെയും പേടിക്കണ്ട. ഇവിടെ പറയാം രാജകുമാരൻ ഒരു നിമിഷം കൊണ്ട് അടുത്ത അധ്യായത്തിൽ തന്നെ എന്തായി മാറി? ധർമ്മത്തിൻ്റെ ആചാര്യനായി മാറി. ഇനി മഹാരണ്യം എന്താ സൂചിപ്പിക്കുന്നത്? നമ്മുടെ ഉപനിഷത്തുക്കളിലൂടെ പോകണം നമ്മൾ. വേദം പഠിച്ചു കഴിഞ്ഞാൽ ആചാര്യൻ നമുക്ക് ഉപനിഷത്ത് ക്ലാസ്സുകൾ തരും. ഈ ഉപനിഷത്ത് വചനങ്ങൾ ലോകം മുഴുവൻ രാമകൃഷ്ണ പരമഹംസരെ ഈ ഉപനിഷത്ത് വചനങ്ങളൊക്കെ ഒരു ചെറിയൊരു വിളക്കേ കൊളുത്തി വെച്ചോളൂ. സ്വാമി വിവേകാനന്ദൻ എന്ന ചുണക്കുട്ടി പരമഹംസരുടെ ഏറ്റവും നല്ല ശിഷ്യൻ ആ വിളക്കുന്ന് ഒരു പന്തം, ഒരു ചൂട്ടും ഇങ്ങോട്ട് കത്തിച്ചു. അതാണ് എന്ത്? ഉപനിഷത്ത് വചനങ്ങൾ. ആ പന്തം തച്ച് തെറിപ്പിച്ച് ലോകം മുഴുവൻ എത്തിച്ച ആചാര്യനാണ് സ്വാമി വിവേകാനന്ദൻ. ഇവിടെ ഈ ഉപനിഷത്ത് വചനങ്ങൾ എന്താ പറയുന്നത് എന്നറിയോ? മനുഷ്യ ഹൃദയം യഥാർത്ഥത്തിൽ ആരണ്യമാണ്. വേറെ എങ്ങോട്ടും പോകണ്ട രാമകഥ തിരഞ്ഞിട്ട്. മഹാരണ്യ പ്രവേശം എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ വരിക. നമ്മുടെ ഹൃദയമാണ് എന്ത്? ആരണ്യം അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ കാട്. അതെങ്ങനെയാ? നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഒരുപാട് വന്യമൃഗങ്ങളുണ്ടേ. നമ്മൾ മറ്റുള്ളവരെടുത്താൽ നമ്മുടെ സുഖം എന്ന് വിചാരിക്കണ്ടല്ലോ. ഇവിടെയാണ് കുറേ മൃഗങ്ങളുള്ളത്. പുറത്തേക്ക് ഇങ്ങനെ എത്തി നോക്കുക അല്ലേ? ഫോണ് വാങ്ങിയല്ലേ? എന്താ
അപ്പോൾ പിന്നെ കുശുമ്പായി വിളിച്ചിട്ട് പറയണം, ആ അങ്ങനെയൊക്കെ തന്നെയാണ്, അല്ലെങ്കിലും ഇപ്പോൾ ഒന്നും പറയില്ല, പറഞ്ഞാൽ കുശുമ്പ് കയറുന്നിച്ചിട്ട് പറയാതിരിക്കുന്നതാണ്. അപ്പോൾ വന്യമൃഗങ്ങളാണ് ആ പുറത്തേക്ക് നോക്കുന്നത്. സന്തോഷിക്കുക, മറ്റുള്ള ഒരുവൻ്റെ ഉയർച്ചയിൽ, നേട്ടങ്ങളിൽ അയാൾക്ക് നല്ലത് വരുമ്പോൾ അത് കണ്ട് സന്തോഷിക്കുക. അതാണ് ഇത്ര ഭഗവാൻ ചെയ്യുക. അപ്പോൾ നന്നായി, സന്തോഷമായി, അങ്ങനെ പറയുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഇവിടെ വന്യമൃഗങ്ങൾ ഉള്ളിലുണ്ട്. അതാരൊക്കെയാ? കാമം, ക്രോധം, ലോഭം, മതം, മോഹം, മാത്സര്യം. ഇതിനു മുമ്പ് പറഞ്ഞല്ലോ. ഹൃദയത്തിന് ഈ പറയുന്ന മൃഗങ്ങളെ ഭരിക്കാൻ സമ്മതിക്കാതിരിക്കുക. നമ്മളാകുന്ന രാമന്മാർ എന്ത് ചെയ്യുക? വനത്തിൽ പ്രവേശിക്കുക. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? അത് തന്നെ വാനപ്രസ്ഥം. നമ്മളൊക്കെ എന്ത് ചെയ്തു? കുറേ കാലം ജീവിച്ചു ഇല്ലേ? ഇപ്പോൾ എത്ര വർഷമായി എന്ന് ആലോചിച്ച് നോക്കൂ. 10-15 വർഷം പഠനം 15 അല്ല, ഇപ്പോൾ 20, 25 ആയാലും പഠനം കഴിയണില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും? ജോലി. ഈ ജോലി ഇത് ആലോചിച്ച് നോക്കൂ. എൻ്റെ മോളെപ്പോഴും പറഞ്ഞ കാര്യമാണ്, നമ്മളാവണം നമ്മളെ ബോസ്, അതാണ് സുഖം. അത് ബിസിനസ്സുകാർക്കേ പറ്റൂ. അതിലുണ്ട് തലവേദന അല്ലേ? ബിസിനസ്സിൽ തകർച്ചകളും ഒക്കെ സംഭവിക്കുക. ഇവിടെ നമ്മളോട് പറയാണ്, നമ്മളാകുന്ന രാമന്മാർ വനത്തിൽ പ്രവേശിക്കുക. അപ്പോൾ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാലും ചിലരെന്ത് ചെയ്യും? വീണ്ടും എക്സ്ട്രാ ഡ്യൂട്ടിയും ഒക്കെ ചെയ്യാൻ പോകുന്നു. അതിനൊന്നും മെനക്കെടണ്ട. പ്രകൃതി തന്നെ പറയാണ്, നീ ടയേർഡായി, ഇനി എന്ത് ചെയ്തോ? ഗ്രന്ഥങ്ങൾ പൊന്തിച്ച് വന്നോ. ഇനി കൂടെ നാടുപുറവും അയൽവാസികളൊക്കെ, നമ്മളെ കാടാമ്പുഴ എത്ര ഹിന്ദു ഭവനങ്ങളുണ്ടല്ലേ, എല്ലാവരെയും പറഞ്ഞ് വിളിച്ചു കൂട്ടി കൊണ്ടുവരിക. എന്നിട്ട് പറയുക, നമ്മളും ഒരു വാനപ്രസ്ഥം തുടങ്ങുകയാണ്. എന്ത് വാനപ്രസ്ഥമാണ്? ഈ വനം നമ്മളുടെ കാടാമ്പുഴ ദുർഗ അല്ലേ, ഇവിടെ കാടായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? ആത്മീയ യാത്ര തുടങ്ങണം. ആത്മയാത്ര എന്ന് പറയുമ്പോൾ എന്താ? സർവ്വശത്രുക്കളെയും നമ്മൾ ജയിച്ചു, മനസ്സിലെ കാമക്രോധങ്ങളെയൊക്കെ, നമ്മുടെ ഉള്ളിലെ ശത്രുക്കളെ. എന്നിട്ട് ഒരു ആത്മീയ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ ഭഗവാൻ ആത്മീയ യാത്രയുടെ പ്രതീകമാണെങ്കിൽ, ആത്മാരാമനാണെങ്കിൽ, ആത്മാവിൽ തന്നെ ആനന്ദിക്കുന്നവനാണെങ്കിൽ നമ്മളും ഭഗവാനായി തന്നെ മാറുക. അതിന് ഭഗവാന്റെ ഒരനുഗ്രഹം കിട്ടുക. അതിനെന്ത് വേണം? സുഖം വിടണം. വീട്ടിൽ അത്ര സുഖം ഇപ്പോൾ ഇവിടെ ഉണ്ടോ? വീട്ടിൽ എനിക്ക് AC ഉണ്ട് ടീച്ചറെ അല്ലേ, ഇവിടെ വലിയ ഫാനിട്ട് നമുക്ക് AC ആയി. ചിലർ പറയും, ഞങ്ങളെ കാശി യാത്രയ്ക്ക് പോയപ്പോഴേ വൈകുന്നേരം ഇങ്ങോട്ട് വന്നാൽ കറണ്ടില്ലെങ്കിൽ ഇവർക്കൊക്കെ ആകെ പ്രശ്നമാണ്. കുറച്ച് സായിപ്പന്മാരും ഉണ്ടായിരുന്നു, നോർത്ത് ഇന്ത്യയിലെ കുറച്ച് ഡോക്ടർമാരൊക്കെ ഉണ്ട്. അവർക്ക് വൈകുന്നേരമായി അവർ കടന്നിങ്ങനെ ഓടുക, വൈഫൈ കണക്ഷൻ കിട്ടാഞ്ഞിട്ട്. നമുക്കൊരു പ്രശ്നമില്ല, കാരണം നമ്മൾ ഒരു സൗകര്യം ഇല്ലാത്തടന്ന് ചെല്ലുകൊണ്ട് എന്തില്ലേലും കുഴപ്പമില്ല. സുഖം വിട്ടാലേ ഉള്ളൂ സത്യം ലഭിക്കുക. ഇവിടെ ശ്രീരാമചന്ദ്രൻ സുഖം വിട്ടു, സത്യത്തിലൂടെ യാത്ര ചെയ്തു, അച്ഛൻ്റെ വാക്ക് സത്യമാക്കി. ഭരതൻ സുഖം വിട്ടു, രാജധാനി വേണ്ടാന്ന് വെച്ചു, സത്യം പാലിക്കാൻ തീരുമാനിച്ചു. എന്താ പറഞ്ഞ ഏട്ടനോട്? സത്യമായും ഞാൻ ഈ പാദുകങ്ങൾ വെച്ച് പൂജിച്ച് രാജ്യം ഭരിക്കും, രാജകിരീടം ഞാൻ അണിയില്ല. അത് സത്യമാക്കി. അതുകൊണ്ട് സുഖം ത്യജിക്കുക, ത്യാഗത്തെക്കുറിച്ച് രാമായണം പഠിപ്പിക്കുക. സുഖങ്ങൾ ത്യജിക്കാൻ പഠിച്ചാൽ നിങ്ങൾ എന്തായി മാറും? സത്യത്തിലേക്ക്. സത്യം എന്ന് പറഞ്ഞാൽ എന്താ? അതും രാമായണം പറയുന്നുണ്ട്. സത്യമെന്നാൽ എന്നെ കാട്ടുന്ന വസ്തു തന്നെ. സത്യത്തിലൂടെയാണ് ഭഗവാനെ നമുക്ക് കാണാൻ കഴിയൂ. സുഖം വിട്ടു എന്ന് പറഞ്ഞാൽ അയോധ്യ വിട്ടു ശ്രീരാമചന്ദ്രൻ, അധികാരവും വിട്ടു. നമ്മളോട് പറഞ്ഞാലോ, കുറച്ച് ദിവസം കഴിയട്ടെ അച്ഛാലേ, ഒരാഴ്ചയെങ്കിലും ഞാൻ അഭിഷേകം ചെയ്ത് ഭരിക്കട്ടെ. നമ്മളെ പോലുള്ള ആൾക്കാർ ചിന്തിക്കുന്നതാ, ഭഗവാൻ എത്ര ചിരിച്ചുകൊണ്ടാ ശരി അച്ഛാ എന്ന് പറഞ്ഞു പോകുന്നത്. അമ്മയ്ക്കായിരുന്നു സങ്കടം കുട്ടി പോവാന്ന് കേട്ടപ്പോൾ. ഭഗവാനൊരു സങ്കടം ഉണ്ടായില്ല, ചിരിച്ചുകൊണ്ട് തന്നെ. ഇത് പറയാനാണോ അച്ഛൻ ഇത്രയും ഭയന്നത്? എന്തിനാ അച്ഛൻ ഇത്ര തളർന്നു വീണത്? അച്ഛൻ്റെ ഇച്ഛ എന്താന്ന് വെച്ചാൽ അത് എന്നോടൊന്ന് പറഞ്ഞാൽ പോരേ എന്നാ ഭഗവാൻ ചോദിച്ചേ. ഇനി ആരണ്യം എന്ന് പറഞ്ഞാൽ തന്നെ ത്യാഗം ആണെന്ന് മനസ്സിലാക്കുക. ആത്മാന്വേഷണത്തിൻ്റെ പ്രതീകമാണ് ഓരോ കാനനങ്ങളും. അങ്ങനെയാണെങ്കിൽ സീതയോ? സീത ഭക്തിയുടെ പ്രതീകം. ലക്ഷ്മണൻ സേവ, ഗുരുഭക്തി. ആരെവിടെ ഗുരു? ശ്രീരാമചന്ദ്രൻ. ഈ സേവയും ഗുരുഭക്തിയും നമുക്ക് ഉണ്ടാവണം. പപ്പു ആരെന്ന് പറഞ്ഞാൽ നിനക്ക് ഗുരുതുല്യനല്ലേ, മാഷ് ഗുരുതുല്യനല്ലേ, ഭാഗവതം പറഞ്ഞു തരുന്നവനല്ലേ. ആ ഗുരുവിനോട് ഭയഭക്തി ബഹുമാനങ്ങൾ നമുക്ക് ഉണ്ടാവണം, വന്ദിക്കണം. അതുപോലെ തന്നെ സീതാദേവിയെ പോലെ ഭക്തി ഉള്ളിൽ അങ്ങനെ നിറഞ്ഞൊഴുകണം. ഈ ഭക്തിയും സേവയും ഗുരുഭക്തിയും ഉണ്ടെങ്കിൽ, കൂടെ ഉണ്ടെങ്കിൽ മഹാരണ്യത്തിൽ യാതൊരുവിധ ഭയവും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ മഹാരണ്യം എന്താ? നമ്മുടെ ജീവിതത്തിൽ അതൊന്നുമില്ല ടീച്ചറെ, ഞങ്ങളുടെ വീട്ടിൽ സുഖ, സിറ്റിയിലാണ് നമ്മുടെ വീട്. അങ്ങനെയല്ല, നമ്മുടെ വീട്ടിൽ നമ്മളറിയാതെ കുറേ മഹാരണ്യങ്ങൾ വന്ന് കടന്നു കയറി പോകുന്നുണ്ട്. നോക്കിക്കോളൂ, നിങ്ങളുടെ ജീവിതം ഒന്ന് അങ്ങോട്ട് ചിന്തിച്ചോളൂ. ഒരു 10 വർഷം മുമ്പ് ഇവിടെ വന്നിങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞോ? കഴിയാത്തവരുണ്ടാവും. കുറച്ച് വർഷങ്ങളായിട്ട് തുടങ്ങിയവരുണ്ടാവും, കുറേ കാലങ്ങളായിട്ട് ചെയ്യുന്നവരുണ്ടാവും. നമ്മളെല്ലാം ജീവിതത്തിലെ മഹാരണ്യം താണ്ടി പോന്നവരാ. അങ്ങനെയുള്ളവരെ ഇവിടെ ഇരിക്കൂ.
അതായത് നമ്മളൊന്ന് മുതിർന്ന നമുക്ക് ആ മഹാരണ്യം എന്താണെന്ന് മനസ്സിലാവും. രാമൻ ബാലകാണ്ഡത്തിൽ എന്തെങ്കിലും വിഷമങ്ങൾ അറിഞ്ഞോ? അയോധ്യാകാണ്ഡത്തിൽ എത്തിയപ്പോഴേക്ക് വനവാസത്തിൽ പോയില്ലേ? അതുപോലെ തന്നെ നമ്മളൊക്കെ മുതിർന്ന് കഴിയുമ്പോൾ ഈ ആരണ്യത്തിൽ പ്രവേശിക്കും. നമ്മുടെ ജീവിതത്തിലെ കാട് എന്താ? സാമ്പത്തിക പ്രശ്നങ്ങൾ. പലർക്കും പല ബുദ്ധിമുട്ടുകളുണ്ട്. കാടാമ്പുഴയ്ക്കൊക്കെ വരണമെന്നുണ്ട്, ബസ് ചാർജ് നാളെ എടുക്കാണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന സ്ത്രീകളുണ്ട്. എനിക്കറിയാം, സ്റ്റാറ്റസ് കണ്ടു വിളിക്കുന്നതാ. അവരോട് എന്തേ പറയാളൂ, ഒരു ജീപ്പേ അങ്ങോട്ട് ചെയ്തു തരാം. ജീപ്പേ ഒന്നും ഇല്ലേ കുട്ടിയെ, പിന്നെ നമുക്ക് ഒരു നിവൃത്തിയില്ലല്ലോ. പിന്നെ രണ്ടാമത് കുടുംബ പ്രശ്നങ്ങൾ. ഇപ്പോൾ സമ്പത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ എന്ത് പ്രാരബ്ധം വരണമെന്ന് ആഗ്രഹിച്ച ഒരു ചേച്ചി വിളിച്ചിട്ട് അതാ പറഞ്ഞ്, അമ്മ വീണ് കൈയൊടിഞ്ഞിരിക്കുകയാണ്, അങ്ങനെ വീട് പൂട്ടി പോരാൻ പറ്റില്ല, കുടുംബ പ്രാരാബ്ദങ്ങൾ. ഇത് കേട്ടിട്ട് അവർ വിളിക്കും, ടീച്ചർ ഇന്നല്ലേ പറഞ്ഞ് ചോദിക്കും. ഇനി ഏകാന്തത. ഇനിയിപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ പാലക്കാടിലെ അമ്മ ഉണ്ട്, ലക്ഷ്മി പിള്ളൈ. രാമായണം എനിക്ക് വലിയൊരു രാമായണം തന്നു കഴിഞ്ഞ തവണ ചെന്നപ്പോൾ, ഞാൻ പല്ലശന പ്രഭാഷണത്തിന് മുമ്പോ. എന്താ പറഞ്ഞറിയോ? ഇത് ശരിക്കും ഉപയോഗിക്കത്താനാണ്, എനിക്കിതിൻ്റെ ആവശ്യമില്ല. കാരണം വരിക്ക് വരി എല്ലാ അർത്ഥങ്ങളും അതിൽ എഴുതിയിട്ടുണ്ട്. ഇത്രയും വലിയൊരു ബുക്ക്. ആ അമ്മ ഒറ്റയ്ക്കാണ് വീട്ടിൽ, ഇഷ്ടം പോലെ പൈസ ഉണ്ട്, പെൻഷനുണ്ട്, ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു, ഭർത്താവ് ഗൾഫിൽ പോയി കുറേ സമ്പാദിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകാന്തതയാണ്. ഇടയ്ക്കൊണ്ട് വിളിക്കും, ഒരു വീഡിയോ കോളൊക്കെ. ടീച്ചറുടെ അടുത്ത് സംസാരിച്ചിരിക്കുമ്പോൾ എന്തോ ഒരു സുഖ, വെറുതെ വിളിച്ചതാ പറയും കുറേ നേരം സംസാരിച്ചിട്ട്. ഏകാന്തതയാണ് അവരുടെ പ്രശ്നം. ഈ ഏകാന്തത അനുഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒറ്റയ്ക്ക് ഇരിക്കണം നല്ലതെന്നാണ് ആചാര്യന്മാർ പറയുക. ഗ്രന്ഥങ്ങളോട് സംസാരിക്കുക, ഉണ്ണിക്കണ്ണൻ്റെ കീർത്തനങ്ങൾ എടുത്തു വെച്ചിട്ടാണ് ചൊല്ലുക, ഭഗവതിയെ അങ്ങോട്ട് ആശ്രയിക്കുക, രാമനാമം ചൊല്ലുക. ഇനി മറ്റൊന്ന് മാനസിക സമ്മർദ്ദം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മനോരോഗ ആശുപത്രികളാണ്. മാനസിക സമ്മർദ്ദം കാരണം ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട്. അതൊരു വലിയ കാടാണ്. ഇനി അതും അല്ലെങ്കിലോ, ഇതെല്ലാം സെറ്റാണ്. മാനസിക സമ്മർദ്ദമില്ല, ഏകാന്തതയില്ല, വീട്ടിലെല്ലാം കൊണ്ടും സുഖമാണ്, കുടുംബ പ്രശ്നമില്ല. അവരുടെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഒരു മെഡിക്കൽ ഷോപ്പ് തന്നെ കാണാം, അസുഖങ്ങളുണ്ടായിരിക്കും. നമുക്ക് ഈ ശരീരം എന്ന് പറഞ്ഞാൽ ഏറ്റവും സുഖം എന്താ അറിയോ? വേദനയില്ലാത്തൊരു ശരീരമാണത്ര ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുഖം. നമ്മുടെയൊക്കെ വിചാരം എന്താ? കുറേ സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ കണക്കാ. അതൊക്കെ കുറച്ച് സമയം കഴിഞ്ഞാൽ കറണ്ട് പോയാൽ നിലയ്ക്കുന്ന സുഖ സൗകര്യങ്ങളല്ലേ നമുക്കുള്ളൂ, ഇല്ലേ? കറണ്ട് 4 ദിവസം ഇല്ലെങ്കിലത്തെ അവസ്ഥ ചിന്തിച്ചു നോക്കൂ. വെള്ളം കോരാൻ തൊട്ടി പോലും ഉണ്ടാവില്ല നമുക്ക്, സത്യമല്ലേ? അപ്പോൾ അതൊക്കെ നമ്മളെ വേറൊന്ന് നിയന്ത്രിക്കുന്നതാ. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ശരീരത്തിന് നല്ല സുഖമാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ രാമനാമവും ഉണ്ട്. ഭഗവാനെ അങ്ങനെ കീർത്തിക്കുക. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ അങ്ങോട്ട് ഇരുന്നിട്ട് ഒരു കീർത്തനം ഭഗവതിയോടാണ് ചൊല്ലണത്. കുറേ കാലമായില്ലേ വിളിക്കണു. മനസാ വാചാ കർമ്മണാ നിരന്തരം നിന്നെ സ്മരിക്കുന്നു, എന്നിട്ടുമെന്നോടു കനിവു കാട്ടാൻ അമാന്തമെന്തേ പൊന്നമ്മേ. ഇത് ചെറുതാവുമ്പോൾ ഞങ്ങളുടെ അക്കരലീല കൊണ്ടുവന്ന് പഠിപ്പിച്ച പാട്ടാണ്. അന്നിക്ക് ഇതിൻ്റെ അർത്ഥമൊന്നും ശരിക്കും മനസ്സിലായിരുന്നില്ല, പാട്ട് പാടുക എന്നുള്ളത്. പക്ഷെ പിന്നെ മനസ്സിലാവും കുറേ കഴിയുമ്പോൾ. എന്തിനാണ് അമാന്തം? ഭഗവതിയിലേക്ക് അങ്ങോട്ട് ചേർക്കാൻ, ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്യാൻ. അതുകൊണ്ട് ധർമ്മം കൈവിടാതെ നമ്മൾ മുന്നോട്ട് ജീവിതമാകുന്ന മഹാരണ്യത്തിലൂടെ പോകണം. അപ്പോൾ എന്തുണ്ടാവില്ല? വിജയം ഉറപ്പാവും ചെയ്യും, വിഷമങ്ങൾ ഉണ്ടാവും ചെയ്യില്ല. അപ്പോൾ സാധാരണക്കാരൻ്റെ മഹാരണ്യ പ്രവേശം എന്താ മനസ്സിലായില്ലേ? കുട്ടിയാകുമ്പോൾ സുഖമാണ്, പഠിക്കാൻ പോണ കാലമൊക്കെ അച്ഛനോടും അമ്മോടും ചോദിച്ചാൽ മതി. പിന്നീടാണ് കുടുംബ പ്രാരാബ്ദങ്ങൾ. വാനപ്രസ്ഥത്തിലായാലും അമ്പലത്തിലേക്ക് വരാൻ പറ്റായ അതെല്ലാം തീർക്കാൻ ആർക്കേ സാധിക്കൂ? ശ്രീരാമചന്ദ്രസ്വാമിക്ക് മാത്രമേ സാധിക്കൂ. ഇനി ധർമ്മം കൈവിടാതെ അങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതം ആരണ്യം ഒഴിവാക്കാൻ പറ്റുമോ? അങ്ങനെ ഇരിക്കുമ്പോൾ ചിന്തിക്കണം, ജീവിതത്തിലെ ഈ പറഞ്ഞ ആരണ്യങ്ങളെ ഒഴിവാക്കാൻ പറ്റുമോ? പറ്റും. അതെങ്ങനെയാണ് ടീച്ചറെ? ഏകാന്തത ഒഴിവാക്കുക, മാനസിക സമ്മർദ്ദം ഒഴിവാക്കുക, അസുഖങ്ങളെ ഒഴിവാക്കുക, രാമനാമസ്മരണ. ഹനുമാൻ സ്വാമി എന്താ പറഞ്ഞത്? ഈ ഭൂമിയും ആകാശചന്ദ്രന്മാരും സൂര്യനും ഉള്ളിടത്തോളം കാലം രാമനാമം ചൊല്ലാൻ അനുവദിക്കണം, എനിക്ക് മോക്ഷം പോലും വേണ്ട. അതുകൊണ്ട് നമ്മളുടെ ജീവിതമാകുന്ന ആരണ്യത്തിൽ നമുക്ക് രാമനാമ സ്മരണ നിലനിർത്താം. അങ്ങനെയാണെങ്കിൽ കാടുകളെല്ലാം ആശ്രമങ്ങളായി മാറും. യാതൊരുവിധ പ്രതിസന്ധിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. പ്രതിസന്ധി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ എനിക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് വിചാരിച്ച് നമ്മളതിനെ ശപിക്കും, അല്ലേ? പലരും പറയും പറ്റിയില്ല, എന്താ ചെയ്യുക,
പക്ഷേ അതിനെ ശപിക്കണ്ട എന്ന് പറയാ, അത് നമുക്ക് കിട്ടുന്ന ശാപമൊന്നുമല്ല. ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള തപസ്സാണ് എല്ലാ പ്രതിസന്ധികളും. ഒരു പക്ഷേ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴായി പല കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായപ്പോഴാവും നിങ്ങൾ ഈ ഗ്രന്ഥം തുറന്നത്, ഈ കാടാമ്പുഴ മാതൃസമിതിയിൽ ചേർന്നത്, ഭഗവത് സന്നിധിയിലേക്ക് എത്തിപ്പെട്ടത് അല്ലേ. മനസ്സിന് ഇത്തിരി ശാന്തി. അമ്പലത്തിൽ പോയാൽ എന്താ നല്ല ശാന്തി സമാധാനം അല്ലേ. വീട്ടിലങ്ങനെയാണോ? ആകെ കൂടെ ടെൻഷനാ അല്ലേ. രാത്രിയായ അമ്മയ്ക്ക് പ്രശ്നം, വെള്ളത്തിലിട്ടില്ല കിടന്നു അല്ലേ, രാവിലേക്ക് പ്രശ്നമായി. രാവിലെ ആയാലോ അയ്യോ കുട്ടികൾ പോകുമ്പോഴേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. എപ്പോഴും ഒരു എൻജിനീയറുടെ ബുദ്ധിയേക്കാൾ ഷാർപ്പായിട്ടാണ് അമ്മമാരുടെ ബുദ്ധി പ്രവർത്തിക്കുന്നത്. പക്ഷേ ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ ക്ഷേത്രത്തിൽ അങ്ങോട്ട് വന്ന് നിന്ന് രണ്ട് കൈയും കൂപ്പി തൊഴുമ്പോൾ ഒരു ചിന്തയും വേറെ ഇല്ലല്ലോ. ആ ഭഗവതിയുടെ തിരുരൂപം ആ ഉടലങ്ങോട്ട് കണ്ട് കണ്ണിലൂടെ ആവാഹിച്ച് കണ്ണടച്ച് ഉള്ളിലങ്ങനെ നിറച്ച് തൊഴുമ്പോൾ ആ നിറമാല ചാർത്തിയിരിക്കുന്ന രൂപം, വേറെ ഒരു വിഷമങ്ങളും നമ്മുടെ മനസ്സിലില്ല. അപ്പോൾ എല്ലാ പ്രതിസന്ധികളും എന്താണ് ജീവിതത്തിൽ? നമ്മുടെ ജീവിതത്തിൽ മനസ്സിനെ ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള തപസ്സാണ് എന്ന് മനസ്സിലാക്കുക. ഇനി അവസാനമായിട്ട്, എന്തെല്ലാം സുഖങ്ങൾ നിങ്ങൾ കൈവിട്ടാലും ധർമ്മം വിടരുത് എന്ന് ഈ 3 ഭാഗം നമ്മളെ പഠിപ്പിക്കുക. ഇപ്പോൾ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ, ഭരതരാഘവ സംവാദം കഴിഞ്ഞപ്പോഴേക്കും ഒരു മനുഷ്യനാണെങ്കിൽ എന്ത് ചെയ്യും? എന്നാൽ ഞാൻ വരാം, ഈ കരയണ്ട പറഞ്ഞ് കൂടെ പോയില്ലാലോ. ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുക. സുഖം നഷ്ടപ്പെട്ടാലും എന്തെല്ലാം പ്രതിസന്ധികൾ നമുക്ക് വന്നാലും ഭഗവാനെ മറക്കാതിരിക്കുക. പിന്നെയോ ഈശ്വര സാന്നിധ്യം അനുഭവമാക്കി മാറ്റുക. അതിനുള്ള അവസരങ്ങളാണ് ഓരോ ആത്മീയ പ്രഭാഷണങ്ങളും. മഹാഭാരതം എന്താ പറയുന്നത്? ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മത്തെ സംരക്ഷിക്കുന്നവനെ ധർമ്മം രക്ഷിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഭാഗത്തിൽ നിങ്ങളോട് പറയണം എന്ന് ഞാൻ വിചാരിച്ചത്. ഇനി ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? രാമകഥ വർഷങ്ങളായി കേൾക്കണോ? സംശയങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇത്രയും പറഞ്ഞതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയാം. കുറേ കാലമായി രാമകഥ കേൾക്കുന്നു, ഇവിടെ വന്നിരിക്കുന്നു, പ്രസാദമൂട്ട് കഴിക്കുന്നു, തിരിച്ചു പോകുന്നു. ഇതിന് എന്നാ ഒരവസാനം അല്ലേ? മരണം അപ്പോഴാണ് അവസാനം. മരണത്തെ ചിരിച്ചുകൊണ്ട് നേരിടാൻ ഉള്ള ഒരു പ്രിപ്പറേഷനാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ജനനം കിട്ടിയ എല്ലാ ജീവജാലങ്ങൾക്കും എന്തുണ്ട്? മരണം ഉണ്ട്. പക്ഷേ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആശ്ചര്യം എന്ന് പറയുന്നത്, മഹാഭാരതം പറയുന്ന, മരണം കണ്ട് പോയി ആ ബോഡി ദഹിപ്പിച്ച് കഴിഞ്ഞാൽ വന്ന് കുളിച്ചാൽ മനുഷ്യനത് മറക്കുക. എനിക്കും ഒരു മരണം ഉണ്ട്, നാളെ ഞാനും ഇങ്ങനെ കിടക്കണമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അതിനെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുന്നവർ എന്ത് ചെയ്യും? ജീവിതത്തിൽ വീണ് കിട്ടുന്ന ഓരോ നിമിഷങ്ങളും ഭഗവാനോട് അങ്ങനെ അടുത്തടുത്ത് നിൽക്കാൻ ഉപയോഗിക്കും. ഭഗവാനോട് എങ്ങനെ അടുത്ത് നിൽക്കുക? ഇപ്പോൾ പണ്ട് ഞാൻ അതിന് പോകുമ്പോൾ എന്നോട് ഒരു അമ്മ പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ല, ഗ്രന്ഥങ്ങളൊന്നും ഇല്ല, വീട്ടിൽ വല്ലാത്തൊരവസ്ഥയാണ് ടീച്ചറെ, എപ്പോൾ നോക്കിയാലും ഞാൻ ശിശുപാലനാ. മരുകളുടെ കുട്ടിയുണ്ട്, ആരതിയുണ്ട്, എല്ലാ വർഷവും ഉള്ളതല്ലേ, 12 കുറേ വർഷങ്ങളായി. അതുകൊണ്ട് എന്താ ചെയ്യുക എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ സന്ധ്യയ്ക്ക് രാമനാമം ചൊല്ലിയാൽ മതി. നിങ്ങൾ വിഷ്ണു സഹസ്രനാമം സമർപ്പിക്കുമ്പോൾ എന്താ അതിൽ ചൊല്ലാറുള്ളത്? ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനി ശ്രീ രാമനാമവരാനന ഓം നമ ഇതേ എന്ന് സമർപ്പിക്കാറില്ലേ? രാമനാമം അത്രയും സവിശേഷമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? സർവ്വസമയത്തും രാമ എന്ന് ജപിക്കുക. ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ, രാമനാമത്തിനേക്കാൾ വലുതായിട്ട് ഒന്നും ഈ ലോകത്തിലില്ല. എന്നിട്ടേ കൃഷ്ണൻ പോലും ഉള്ളൂ. സാധാരണക്കാരുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിനുള്ളതാണ് രാമ. പരബ്രഹ്മമായ കൃഷ്ണന് ആത്മാവിനുള്ളതാണ് കൃഷ്ണ. അതുകൊണ്ടാണ് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ചൊല്ലുന്നത്. അതൊന്നിച്ചങ്ങനെ ചൊല്ലുമ്പോൾ അല്ലേ എന്തൊരു സുഖ. 16 നാമങ്ങൾ ചൊല്ലി അതിലും ആദ്യം രാമ വരുന്നു. ഇനിയിപ്പോൾ പല്ലൊന്നുമില്ല അല്ലേ, മുത്തശ്ശനോട് പല്ലില്ല, കൃഷ്ണ കൃഷ്ണ പറയൂ പറഞ്ഞാൽ അതുകൊണ്ട് ശരിക്ക് ഒന്നും വരില്ല. രാമ പല്ലില്ലാത്തവർക്കും ചൊല്ലാം, സുഖമായിട്ട് ചൊല്ലാം അല്ലേ, സുഖമായിട്ടിരുന്ന് ചൊല്ലാം. അപ്പോൾ നമുക്ക് ഒരു ഓങ്കാരം കൂടിയും ചേർത്തിട്ടില്ലെങ്കിലും
പരമമായ പുണ്യം കിട്ടുന്ന ഒരേ ഒരു നാമം രാമനാമ. അതുകൊണ്ട് തന്നെയാ മുത്തശ്ശി എന്ത് പറഞ്ഞേ, പോയിരുന്ന് രാമനാമം ചൊല്ലടാ സന്ധ്യയാകുമ്പോലേ. എല്ലാ നാമങ്ങളും ചൊല്ലുണ്ടെങ്കിലും എത്ര ഉന്നതനായാലും സന്ധ്യയ്ക്ക് എന്ത് ചൊല്ലുണ്ട്? രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. മനസ്സിലങ്ങനെ രാമനാമം നിറഞ്ഞു നിൽക്കുക. രാമനാമം മാത്രം മതി, വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. എന്തേ വേണ്ടൂ, എന്താ നടക്കുന്നതൊക്കെ അവിടെ നാല് പുറവും നടക്കട്ടെ. നമ്മുടെ ശരീരം നമ്മൾ വന്നപ്പോൾ കൊണ്ടുവന്നതല്ല. മക്കളും മരുമക്കളൊക്കെ അധ്വാനിച്ച് ഭക്ഷണം തന്നുണ്ടാക്കിയതാ. അതൊക്കെ നമ്മളിവിടെ അവർക്ക് തന്നെ, ഈ ഭൂമിക്ക് തന്നെ കൊടുത്തു പോവും. നമ്മൾ വന്നപ്പോൾ എന്തേ കൊണ്ടുവന്നുള്ളൂ? ഇതിനുള്ളിലിരിക്കുന്ന ഈ ആത്മാവ്. ആ ആത്മാവിന്, ഈ ജീവാത്മാവിന് മായയാകുന്ന സീതാദേവിയുടെ, ശ്രീ ദുർഗയുടെ അനുഗ്രഹത്തോടെ പരമാത്മാവാകുന്ന ശ്രീരാമചന്ദ്രനിലേക്ക് അങ്ങോട്ട് ചേർക്കണം. ഇത് വന്നിടത്തേക്ക് തന്നെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. രാവിലെ അവിടെ വരുന്നത്, നാമം ജപിക്കുന്നത്, രാമായണം വായിക്കുന്നത്, നാരായണീയം ചൊല്ലുന്നത് എല്ലാം. അപ്പോൾ ഈ വർഷം ഇങ്ങനെ ഒരു നവരാത്രി മണ്ഡപത്തിൽ വന്നിരുന്ന് ഇത്രയും സമയം ഒരിടർച്ചയൊന്നും കൂടാതെ ആ ഈശ്വര കഥ, രാമകഥ പറയാൻ അനുഗ്രഹിച്ച ശ്രീ ദുർഗയ്ക്ക് മുന്നിൽ ഞാൻ സർവ്വതും സമർപ്പിക്കുകയാണ്. ഇത് യജ്ഞാണ്. അതായത് കലികാലത്തിൽ മറ്റ് യുഗങ്ങളിലെ പോലെയുള്ള വലിയ വലിയ യാഗങ്ങളോ അശ്വമേധ യാഗങ്ങളോ തപസ്സുകളോ യജ്ഞങ്ങളോ ഹോമങ്ങളോ ഒന്നും വേണ്ട. എന്തേ വേണ്ടൂ? ജ്ഞാനയജ്ഞം. ഇപ്പം നടത്തിയത് ജ്ഞാനയജ്ഞമാണ്. അതുകൊണ്ട് അശ്വമേധം നടത്തിയ ആ ഒരു പുണ്യം നിങ്ങൾക്കെല്ലാവർക്കും ശ്രീ ഭഗവതി തരട്ടെ. യജ്ഞം സമർപ്പിക്കുകയാണ്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിർസ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. സർവം ജഗദംബികായേതി സമർപ്പയാമി. ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഹരി തത്സത്.